ഞാൻ ഇങ്ങനെയൊന്നും കാണിക്കുന്നില്ല, ഇങ്ങനെയൊന്നും കാണിക്കുന്നില്ല, ഇങ്ങനത്തെ ആംഗിൾസ് ആയിരിക്കും. ബെഡ്റൂമിൽ നിന്ന് എനിക്ക് പോയി ഹാളിൽ പോയി ഇരിക്കും. എന്നിട്ട് കാലത്ത് എനിക്ക് നോക്കുമ്പോ എന്റെ പുതപ്പ് വേറെ ഏതെങ്കിലും റൂമിലായിരിക്കും. അങ്ങനെയൊക്കെ ഐ കുഡ്ന്റ് സ്റ്റോപ്പ്. ഓൾമോസ്റ്റ് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ആയിരുന്നു. ചെയ്യുന്നുണ്ട് അതങ്ങനെ സേഫ് ആയിട്ട് തോന്നില്ല അവിടുത്തെ സ്ട്രീറ്റ്സിൽ. ബിക്കോസ് റോബ് ആവാൻ ചാൻസ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ന്യൂയോർക്കിൽ ഒരു ബില്യനയർ എന്ത് ചെയ്യാൻ പോകുന്നത്? അടുത്ത സ്ഥലത്തേക്ക് സ്ഥലമുണ്ട്. നീ വഴിയോട് പോകുമ്പോൾ നീ ആരെങ്കിലും പറയാറുണ്ട് ഞാൻ സ്ട്രേറ്റ് ആണെന്നുള്ള ഷേപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമ്മള് സൂപ്പർമാൻ ആവില്ല. സോ നമുക്ക് എല്ലാവർക്കും ഓക്കെ അല്ലേ? ദാറ്റ്സ് അക്സെപ്റ്റബിൾ. എനിക്കത് അക്സെപ്റ്റബിൾ ആണ്. സോ ഗൈസ്, ഒഫീഷ്യലി വെൽക്കം ബാക്ക്. എപ്പിസോഡ് നമ്പർ 4 കട്ടൻ ചായ ഡബിൾ ഡബിൾ എന്ന് പറഞ്ഞ നമ്മുടെ പോഡ്കാസ്റ്റിൻ്റെ 4ാമത്തെ എപ്പിസോഡ്. ഞാൻ ഇന്നൊരു സ്പെഷ്യലായിട്ടുള്ള ഗസ്റ്റ് ഉണ്ട്. ആക്ച്വലി ഭയങ്കര വലിയ ഇൻഫ്ലുവൻസിനും സംഭവമൊന്നുമല്ല, പക്ഷേ ഞങ്ങൾ അന്ന് ആദ്യമായിട്ടാണ് മീറ്റ് ചെയ്യുന്നത്. സോ പുള്ളീനെ എന്തായാലും പരിചയപ്പെടുത്താം. അതിനു മുമ്പേ ജസ്റ്റ് നമ്മുടെ ഇന്ന് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളുണ്ട്, കുറച്ച് ഫിലോസഫിക്കൽ ആയിട്ടുള്ള ടോപ്പിക്കുകളുണ്ട്. സോ അതെൻ്റെ ടോപ്പിക്കാണ് നമ്മുടെ ഈസ് ദർ എനി പോയിന്റ് ടു പ്രേയേഴ്സ്? പ്രാർത്ഥനയ്ക്ക് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? കാര്യം ഞാൻ റീസെൻ്റ്ലി അതിൻ്റെ അമ്മ എന്നോട് ഫോണിൽ പറഞ്ഞ ഈ ഒരു ടോപ്പിക്ക് സംസാരിക്കുന്നത് ഇത് ഇങ്ങനെ റിലേറ്റഡ് എന്തോ ആണ് പറഞ്ഞത്, പക്ഷേ എനിക്കത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. സോ ആ ഒരു ടോപ്പിക് ഉണ്ടാവും. പിന്നെ ഒരു അടിപൊളി ടോപ്പിക്കുണ്ട്, ന്യൂയോർക്കിനെ കുറിച്ച് എനിക്ക് അറിയത്തില്ല. ഇപ്പോൾ അവിടുത്തെ ഒരു പുതിയ മേയറുണ്ട്, ചില ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും, മംദാനി. പുള്ളി ഓഫീസിലായിട്ട് 2 മാസമായി. ബട്ട് ബേസിക്കലി അവിടെ സംഭവങ്ങളൊക്കെ ഫ്രീ ആണ്. ഹെൽത്ത് കെയർ എല്ലാം ഫ്രീ അല്ല, ഹെൽത്ത് കെയർ ഇല്ലീഗലാണെങ്കിൽ ഫ്രീ ആണ്, അല്ലെങ്കിൽ കുറേ പേർക്ക് ഫ്രീ ആണ്. പിന്നെ ബസ് സിസ്റ്റം അവർ ഫ്രീ ആക്കാനുള്ള സംഭവം നടക്കുന്നുണ്ട്. സബ്വേ ഫ്രീ ആക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് തോന്നുന്നില്ല നടക്കുന്നു. സോ അഗൈൻ അതിൽ ഞങ്ങളുടെ തോട്ട്സ് വരുന്നുണ്ട്. മേ ബി ഞങ്ങൾക്ക് ഇഷ്ടമായിരിക്കും, മേ ബി ഇഷ്ടമായിരിക്കത്തില്ല. സോ അത് വരുന്നുണ്ട്. ആൻഡ് നമ്മുടെ ഗസ്റ്റിൻ്റെ പേര് ഞാൻ രണ്ടും പറഞ്ഞിട്ടില്ല, അത് റിവീൽ ചെയ്യാം. പക്ഷേ അതിനു മുമ്പേ ടോപ്പിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിപ്രഷൻ, ഇല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ നടക്കുന്ന കാലാവസ്ഥയിൽ കനേഡിയൻ വിൻ്ററിൽ ഒരു വലിയ സംഭവമാണ് ഈ ഒരു ആൾക്കാർ വീട്ടിലിരുന്നുള്ള ഡിപ്രഷൻ. സോ കനേഡിയൻ ഡിപ്രഷൻ, അതിന് ഞങ്ങൾ റെസ്റ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ എന്ത് ടെക്നോളജീസാണ് ഉപയോഗിക്കുന്നത്, എന്ത് മെത്തേഡ്സാണ് ഉപയോഗിക്കുന്നത് അത്. പിന്നെ അതിൻ്റെ ഒപ്പം നമ്മുടെ ഷൈനോടൊരു ടോപ്പിക്ക്, ഇഫ് യു ഹാവ് എ ചാൻസ് ടു ടൈം ട്രാവൽ. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്. ഇഫ് യു ഹാവ് എ ചാൻസ് ടു ടൈം ട്രാവൽ, നിങ്ങൾ പാസ്റ്റിലേക്ക് പോവോ ഫ്യൂച്ചറിലേക്ക് പോവോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ അത് മേ ബി കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആംഗിൾസ് അതിൽ വരും. ആൻഡ് ദെൻ ബെൻസിൻ്റെ ടോപ്പിക്ക്, ഇഫ് you have gotten $10 billion today, what will you be planning to do with it? നിങ്ങൾ ആ പൈസ വെച്ച് എന്ത് ചെയ്യും? മേ ബി സംഗീത ഒരു പെൻറ്റ് ഹൗസ് എടുത്ത് അങ്ങോട്ടേക്ക് മാറും, വിത്ത് പാർട്ട്നേഴ്സ്, മേ ബി അതായിരിക്കും. സോ അത്. ആൻഡ് ലാസ്റ്റ് ടോപ്പിക്ക്, അതും ചൈനയുടെ ഒരു സെക്കൻഡ് ടോപ്പിക്കാണ്, മദർ ഓഫ് ഓൾ ഡീൽസ്. ഇന്ത്യയും യുയും തമ്മിൽ ഇപ്പോൾ ഒരു റീസെൻ്റ് ഒരു ട്രേഡ് എഗ്രിമെൻറ്റ് നടന്നു. സൈഡിൽ US-ൻ്റെ ആ ഒരു നെഗോസിയേഷൻ സംഭവം നടക്കുമ്പോഴത്തേനും. സോ മേ ബി ട്രംപിന് ഇച്ചിരി പിസ് ഓഫ് ചെയ്യുന്നൊരു എഗ്രിമെൻ്റ് ആയിരിക്കും. സോ അതിൽ ഞങ്ങളുടെ ആംഗിൾ വരുന്നുണ്ട്. സോ അതൊക്കെയാണ് ഇന്നത്തെ മെയിൻ ടോപ്പിക്കുകൾ. ഇനി ജസ്റ്റ് നമ്മുടെ ഗസ്റ്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു ചെറിയ സൈഡ് ബിസിനസ് ഉണ്ട്. ഞങ്ങളൊരു ടിഫിൻ സർവീസ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ടിഫിൻ സർവീസ് കഴിഞ്ഞൊരു ഓൾമോസ്റ്റ് 40 weeks എടുക്കുന്ന ഒരു ഭയങ്കര നൈസൊരു മനുഷ്യനാണ്. ഗ്രബി എന്നാണ് പേര്. ആൻഡ് ഞാൻ ഇന്ന് എനിക്ക് ഗസ്റ്റ് ആര് വരും ആര് കൊണ്ടുവരും എന്നുള്ള സംഭവം കാര്യം ഞങ്ങൾ ഇപ്പോൾ വൈശാഖില്ല, അപ്പോൾ എന്തായാലും ഒരു ഗസ്റ്റ് തന്നെ അവിടെ വേണം. അപ്പോൾ ഞങ്ങൾ ആരെ കൊണ്ടുവരുന്നോടത്തോളാണ് ഞാൻ ഗ്രബിയുടെ ഒരു ഓഡിയോ ആയിട്ട്. അപ്പോൾ ഓർത്ത് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഗ്രബിനെ കൊണ്ടുവരാമെന്ന് ഓർത്തു. ഞാൻ ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞു, പിന്നെ എന്താ അടിപൊളി ഐഡിയ ആണ് ബ്രോ, എന്തായാലും നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു പുള്ളി പറഞ്ഞു. ആൻഡ് ദെൻ താങ്ക്ഫുള്ളി ഇന്ന് ഗ്രബി ഉണ്ട്. ഗ്രബി ഒരു ജസ്റ്റ് ഒരു ക്വിക്ക് ഇൻട്രോ കൊടുക്കാം. Of course, and I think സേതു ഇത് പറഞ്ഞു. ഇപ്പം എന്നാൽ I was more than happy to join because just for all the people who don't know about it, these guys, they have a very good service on the side, and big fan of it. And I think that exactly how we kind of connected. And Sedu Parnyu, I was more than happy to try something new. And just a small introduction. എൻ്റെ പറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ പേര് ഗ്രബി തോമസ് എന്നാണ്. ബോംബെ മലയാളിയാണ്. അപ്പോൾ മലയാളം ചിലപ്പെങ്ങാനും അവിടെ ഇവിടെയൊക്കെ ലാഗായാൽ ക്ഷമിക്കണം. പക്ഷേ ഞാൻ കാനഡയിൽ വന്നിട്ട് ഇപ്പോൾ എനിക്ക് 2018 വന്നത്. And so far so good. I work in tech sales, and looking forward to this. And in case ആർക്കെങ്കിലും ഗ്രബിയുടെ ഒക്കെ സോഷ്യൽ സംഭവങ്ങളൊക്കെ ചെക്ക് ഔട്ട് ചെയ്യണമെങ്കിൽ ഗ്രബി ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവ് ആണ്. ഓൾദോ പ്രൈവറ്റ് അക്കൗണ്ടാണ്. സോ മേ ബി നിങ്ങൾ റിക്വസ്റ്റ് അയച്ചാലും മേ ബി ഫോളോ കിട്ടത്തില്ല, എന്നാലും ഇതാണ് ഗ്രബിയുടെ അക്കൗണ്ട്. സോ ഇൻ കേസ് ബൈ എനി ചാൻസ് നിങ്ങൾക്ക് ചെക്ക് ഔട്ട് ചെയ്യണമെങ്കിൽ പ്ലീസ് ഡു. ദാറ്റ് ബീങ് സെഡ്, യെസ്, നമുക്ക് ഒഫീഷ്യലി സംഭവത്തിലേക്ക് കൊടുക്കാം. ബൈ ദ വേ, ഞാനൊരു സംഭവം ഇൻട്രൊഡക്ഷനിൽ പറയാൻ വിട്ടുപോയി. ഞാൻ ഇൻട്രൊഡക്ഷൻ നീട്ടി വലിക്കാതെ, എൻ്റെ അമ്മ ഈ ഒരു സംഭവം എനിക്ക് ഇന്നലെ ഒരു ടിപ്പ് അയച്ചിടുന്നതാണ്, നാളെ പോഡ്കാസ്റ്റ് ഷൂട്ട് ചെയ്യുമ്പോഴത്തേനും നോക്കണമെന്ന്. സോ അമ്മയ്ക്ക് ഒരു ഷൗട്ട് ഔട്ട് ആയിട്ട് ഞാൻ ഇതൊന്ന് പ്ലേ ചെയ്തേക്കും. ഞാൻ ഇത് വേറെ ഫ്രണ്ട് പ്ലേ ചെയ്തില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്തു. ഇപ്പോൾ സംസാരിക്കുമ്പോൾ അത് ഇയാൾ കാണിക്കുന്ന പോലെ കഞ്ഞിക്കെടുത്ത സംസാരിക്കുമ്പോൾ അത് ഇയാൾ കാണിക്കുന്ന പോലെ
ഈ ഒരു ഡിസ്റ്റൻസിൽ എടുക്കാവുള്ളൂ. അടുത്തിരിക്കുന്ന ആളുടെ തല തെറിച്ച് പോകുന്ന രീതിയിൽ ഓവർ ആക്ടിങ് ചെയ്യരുത്, കൊച്ചിന് ഓവർ ആക്ടിങ് ആണെന്ന് എല്ലാവരും പറയുന്നു. സോ എനിക്കൊരു റീൽ വായിച്ചു തന്നിട്ടുണ്ട് അതിൻ്റെ ഒപ്പം. ഓൾറെഡി പറഞ്ഞല്ലേ PT അൺബയസ്ഡ് ആണ് അല്ലെങ്കിൽ ഫെയറർ ആണ്, ഒന്നും കൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഉണ്ടായിട്ടുണ്ട്. അതായത് എന്നെ മെന്റലി അല്ലെങ്കിൽ ഇമോഷണലി ഡിസ്റ്റർബ് ചെയ്യാൻ ഒരു എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. കുഡ് ബി ആസ് സിമ്പിൾ. സോ എല്ലാവരും കണ്ടല്ലോ, അതുപോലെ സംസാരിക്കണം എന്ന് പറഞ്ഞു. സോ ഇന്ന് ഞാൻ ഇങ്ങനെയൊന്നും കാണിക്കത്തില്ല, ഇങ്ങനെയൊന്നും കാണിക്കത്തില്ല. ഇന്ന് എൻ്റെ എല്ലാം ഇങ്ങനത്തെ ആംഗിൾസ് ആയിരിക്കും. സോ അമ്മ പറഞ്ഞുകൊണ്ട് എന്തായാലും അങ്ങനെ ചെയ്യുന്നുണ്ടാവും. ആൻഡ് ദാറ്റ് ബീങ് സെഡ്, യെസ് ഒഫീഷ്യലി കിടക്കാം. ആൻഡ് ഇന്ന് എനിക്ക് തോന്നുന്നത് ഏത് ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യും? ഓക്കെ, മേ ബി നമുക്ക് ന്യൂയോർക്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്യും. ന്യൂയോർക്ക് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു സംഭവമാണ്. കാര്യം പുള്ളി ഓഫീസിൽ വന്നു അമേരിക്കയുടെ. സോ അറിയില്ലാത്ത ആൾക്കാർക്ക് അമേരിക്ക എല്ലാവർക്കും അറിയായിരിക്കും, ഒരു ക്യാപിറ്റലിസ്റ്റിക് കൺട്രി ആണ്, ക്യാപിറ്റലിസ്റ്റിക് ഡെമോക്രസിയാണ്. പക്ഷേ ആ ഒരു കൺട്രിയിൽ ഇൻ എ വേ അത് ഒരു ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ പ്രസിഡന്റ് ജുബയൊക്കെ ഇട്ട് നടക്കുമ്പോഴത്തേന് അവിടുത്തെ പ്രസിഡൻസ് കോട്ടിട്ട് നടക്കും. കാര്യം അവിടുത്തെ ആൾക്ക് ഇൻ എ വേ ഒരു CEO ഒരു കമ്പനി ആ ഒരു കോപ്പറേറ്റ് രീതിയിലാണ് ആ ഒരു കൺട്രീനെ വർക്ക് ചെയ്യുന്നത്. പക്ഷേ അവിടുത്തെ വൺ ഓഫ് ദി മോസ്റ്റ് ഫേമസ് അല്ലെങ്കിൽ വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ ഏറ്റവും ഹിസ്റ്ററിയുള്ള ഒരു സിറ്റി, ന്യൂയോർക്ക് സിറ്റിയുടെ ഒരു മേയറായിട്ട് ഇപ്പോൾ റീസെൻ്റ്ലി എലക്ട് ആയത് സോറോൺ മംദാനി എന്ന് പറഞ്ഞിട്ടൊരു അദ്ദേഹമാണ്. പുള്ളിയുടെ ഐഡിയാസ് അല്ലെങ്കിൽ വ്യൂസും സംഭവങ്ങളും ക്യാപിറ്റലിസ്റ്റിക് അല്ല, കുറച്ചും കൂടി സോഷ്യലിസ്റ്റിക് എന്ന് വേണമെങ്കിൽ പറയാം. ചിലവർ സോഷ്യലിസ്റ്റിക് എന്ന് പറയാം, അത് നൈസ് ടൈം ആണ്. ബട്ട് ദെൻ ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റിക് എന്ന് ചില ആൾക്കാർ പറയും. സോ ആ ഒരു രീതിയിലാണ് എൻ്റെ അവിടുത്തെ ഹെൽത്ത് കെയർ. സോ ഇൻ കേസ് നിങ്ങൾ നാട്ടിൽ നിന്ന് ആലോചിക്കുവാണ്, എനിക്ക് നാട്ടിൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല, കേരളത്തിൽ ഈ പിണറായി വിജയൻ എനിക്ക് സൗകര്യം തരുന്നില്ല, അങ്ങനെ ആലോചിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എങ്ങനെയുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ന്യൂയോർക്ക് വരുവാണെങ്കിൽ ന്യൂയോർക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി പുള്ളി നോക്കണം. എല്ലാം ഇൻ കേസ് നിങ്ങൾ അവിടെ നിന്ന് തിരിച്ച് പോകാതിരുന്നാൽ മതി. കാര്യം ഇല്ലീഗലാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അവിടെ ഐസ് റൈഡ്സ് നടക്കത്തില്ല, അങ്ങനെ സംഭവം നടക്കത്തില്ല. അതിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെൽത്ത് കെയർ ഫ്രീ ആണ്, അവിടുത്തെ ബസ് സിസ്റ്റം ഫ്രീ ആണ്, അതിന് ചില സംഭവങ്ങൾക്ക് ID പോലും കാണിക്കേണ്ട. സോ നൈസാണ്. ഇന്നവേ ഒരു അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നി. എൻ്റെ തോട്ട്സും സംഭവങ്ങളും ഇതിൽ വരുന്നുണ്ട്. ബട്ട് മേ ബി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ബെൻസ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ, ഞാൻ അവസാനം പറയാം. ഷൈനോ? പുള്ളി ഇപ്പോൾ കയറിയിട്ട് 1 മാസം ആകുന്നു. ജാനുവരി 1 പുള്ളി കയറിയത്, മേയറായിട്ട് ഒഫീഷ്യലി ഇനോഗ്രേറ്റ് ആയത്. അപ്പോൾ 1 മാസമേ ആയുള്ളൂ. അപ്പോൾ നമുക്ക് പുള്ളിയെ ജഡ്ജ് ചെയ്യാനെന്നുള്ള സമയം ആയിട്ടില്ല സത്യം പറഞ്ഞാൽ. പക്ഷെ പുള്ളി ഇതുവരെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളി ഇലക്ഷന് മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ സാധാ പൊളിറ്റീഷ്യൻസൊക്കെ ചെയ്യുന്ന പോലെ വെച്ച് നീട്ടിലൊന്നുമില്ല. പുള്ളി ചെയ്യുന്ന പറഞ്ഞ കാര്യങ്ങൾ ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു. ഓൾറെഡി കുറേ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ലൈക്ക് യൂണിവേഴ്സൽ ചൈൽഡ് കെയർ, ലൈക്ക് 2 വയസ്സ് താഴെയുള്ള പിള്ളേർക്ക് ഫ്രീ ഹെൽത്ത് കെയർ, അതൊക്കെ നല്ല കാര്യമാണ്. അത് വളരെ നല്ല കാര്യമാണ്. അപ്പം പിന്നെ യൂണിവേഴ്സൽ ഹെൽത്ത് കെയർ കൊണ്ടുവരാൻ അതും നല്ല കാര്യമാണ്. എല്ലാവർക്കും ഫ്രീ ഹെൽത്ത് കെയർ കിട്ടിയാൽ ആർക്കും നഷ്ടമൊന്നുമില്ല. പിന്നെ അവിടുത്തെ ബസ് സിസ്റ്റം ഒക്കെ ഫ്രീ ആക്കാൻ ഉള്ളൊരു ഇതും പുള്ളി കൊണ്ടുവന്നിട്ടുണ്ട്. അതും വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് നെഗറ്റീവായിട്ടൊന്നും തോന്നുന്നില്ല. അത് മാത്രമല്ല, ഇങ്ങനെ ഇതെല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കണമെങ്കിൽ തന്നെ അതിനുള്ള ഫണ്ട് അവിടെ ഉണ്ട്. സത്യം പറഞ്ഞാൽ അവർക്ക് വേണമെന്ന് വെച്ചാൽ ഇതൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ പിന്നെ അത് ഒരാൾ ചെയ്യുമ്പോൾ നമ്മളത് കുറ്റം പറയേണ്ട ആവശ്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് നല്ലതായിട്ട് തോന്നുന്നു. പക്ഷേ നമുക്ക് കണ്ടറിയാം, 1 മാസമല്ലേ ആയുള്ളൂ. കുറച്ചും കൂടെ കഴിയുമ്പോൾ എന്താവും നമുക്ക് കണ്ടറിയാം. ടോപ്പിക് നോക്കിയായിരുന്നു? നിങ്ങൾ പറഞ്ഞു, ഞാൻ പറയാം. ഓക്കെ, സംഗീൻ്റെ ടേക്ക്. പക്ഷെ എനിക്കൊരു ഇതിൽ ഡൗട്ടുള്ളതെന്ന് വെച്ചാൽ ഫണ്ടൊക്കെ ആൾക്കാർ എവിടെ നിന്നാണ് വരുന്നത്? ഈ ഫണ്ടൊക്കെ ഗവൺമെന്റിന്റെ ഫണ്ടല്ലോ, ടാക്സ് ഒക്കെ മേടിക്കുന്നതല്ലേ. പക്ഷെ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ പുള്ളി ഇത് ആൾക്കാരുടെ നിന്ന് തന്നെ ഫണ്ട് ചോദിച്ചത്, എന്ന് വെച്ചാൽ ഡൊണേഷനും കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചത് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി. അതൊക്കെ ഇലക്ഷൻ്റെ സമയത്ത് ഡൊണേഷനൊക്കെ കൊടുക്കുന്നത്, ക്യാമ്പയിന് വേണ്ടി കൊടുക്കുന്നത്, അല്ലാതെ ഇതിന് വേണ്ടിയിട്ട് ആർക്കും ഇങ്ങനെ ഫണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഗവൺമെന്റിൻ്റെ ഇതല്ലേ. അപ്പോൾ ചുമ്മാ പ്രൈവറ്റായിട്ട് ആർക്കും ഫണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇതൊന്നും ഇതൊക്കെ ഗവൺമെന്റ് തന്നെ ഫണ്ട് ചെയ്യണോ? അതിനല്ലേ നാട്ടിൽ നിന്ന് ടാക്സ് ഒക്കെ മേടിക്കുന്നത്. എല്ലാവരുടെയും തന്നെ ടാക്സ് മേടിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അത് ജനങ്ങൾക്ക് ഉപയോഗിച്ചാൽ എന്താ? അല്ല, പക്ഷെ അതിപ്പോൾ ഓൾറെഡി എഫക്റ്റീവ് ആണോ? അതെയോ ഈ യൂണിവേഴ്സൽ ചൈൽഡ് കെയർ ഓൾറെഡി എഫക്റ്റീവ് ആയി. ലൈക്ക് 2 വയസ്സ് താഴെയുള്ള പിള്ളേർക്ക് ഫ്രീ ഹെൽത്ത് കെയർ, എന്ത് ഇതാണേലും ഫ്രീ ഹെൽത്ത് കെയർ. ഓഫീസ് എഫക്ട് എടുത്ത് വേണ്ടി വന്നേക്കുന്ന സംഭവം. ഒന്ന്, ഹൗസിംഗ് ആൻഡ് ടെനന്റ് പ്രൊട്ടക്ഷൻസ്. ലൈക്ക് ഡിറ്റ്സ് ഞാനൊരു ടെനൻ്റായിട്ട് നിൽക്കുന്ന ആൾക്കാണെങ്കിൽ എനിക്ക് ഇച്ചിരി കൂടി റൈറ്റ്സും സംഭവങ്ങളും ഉണ്ട് കമ്പയർഡ് ടു ലാൻഡ് ലോഡ്. യൂണിവേഴ്സൽ ചൈൽഡ് കെയർ, സോ ഇത്രയും വയസ്സിന് താഴെയുള്ള പിള്ളേരാണെങ്കിൽ ലീഗലാണോ ഇല്ലീഗലാണോ ഡസൻറ്റ് മാറ്റർ, ചൈൽഡ് കെയർ ഫ്രീ ചൈൽഡ് കെയർ ആയിരിക്കും. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ റൂൾസ്, ട്രാൻസിറ്റ് പബ്ലിക് വർക്ക് ആക്സസിബിലിറ്റി സംഭവങ്ങൾ കുറച്ച്. നമ്മുടെ ബസ്സുകൾ ഫ്രീ ആണ്, ബാക്കി എല്ലാത്തിൻ്റെയും സംഭവങ്ങൾ ഫെയറും സംഭവങ്ങൾ കുറയ്ക്കുന്നു. ഇൻക്ലൂസീവ് സർവീസസ്, പോളിസീസ്. ആൻഡ് ഇതിൻ്റെ പൈസ എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ള ചോദ്യത്തിനാണ്. അതാണ് ഇൻട്രസ്റ്റിംഗ് ആംഗിൾ. ടാക്സ് $1 മില്യൺ മുകളിൽ ഏൺ ചെയ്യുന്ന ആൾക്കാർക്ക് ചെറിയ ഡിഫറൻസ് അല്ല, ഒരു സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസിൽ ടാക്സ് കൂട്ടിയവർ.
സോ അവിടെ നിന്നാണ് പൈസ എടുക്കാൻ പോകുന്നത്. സോ അതാണ് ഇതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആംഗിൾ. സോ അത് എന്നിട്ട് അവിടെ നിന്ന് എടുക്കുന്നു ആൻഡ് ദെൻ ഇത് ബാക്കി സംഭവങ്ങളെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ഇതിൽ ഈ ഇല്ലീഗൽസ് എന്ന് പറയുമ്പോൾ റെഫ്യൂജീസ് അല്ലല്ലോ പറയണേ. റെഫ്യൂജീസ് ഇല്ലീഗൽസ് രണ്ടല്ലേ? റെഫ്യൂജീസ് അല്ല, ഇല്ലീഗലായിട്ട് ഉണ്ടല്ലോ, ഡോക്യുമെന്റഡ് അല്ലാതെ ഡോക്യുമെന്റഡ് അല്ലാത്തത്. പക്ഷെ അത് ഒരു സത്യം പറഞ്ഞാൽ ഒരു ഇത് പറഞ്ഞ നല്ല കാര്യമാണ്. ഹ്യൂമൻ വൈസ് നോക്കുകയാണെങ്കിൽ അവർ മനുഷ്യരാണ്, അവരെ സപ്പോർട്ട് ചെയ്യണം. പക്ഷേ ഇതിനകത്ത് അവരുടെ ആളുകളുടെ നിന്ന് ടാക്സ് എടുത്തിട്ട് ഈ ഇല്ലീഗൽസിനെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ കൂടുതൽ ഇല്ലീഗൽസിനെ അങ്ങോട്ട് കയറാനുള്ള ഒരു ഇതുപോലെയാണ് കാര്യം പറഞ്ഞ ഒരു രീതി പറഞ്ഞത്. പക്ഷേ ഇൻവിറ്റേഷൻ പോലെയാണ് അത്. പക്ഷെ ഒരു രീതി പറഞ്ഞാൽ നല്ല കാര്യമാണ്. അവർ കുറെ എന്തെങ്കിലും സ്ട്രഗിളൊക്കെ കൊണ്ടായിരിക്കും അവർ ഇല്ലീഗൽ ആയത്, എന്തെങ്കിലും റീസൺ ഉണ്ടാവും. ഇല്ലീഗൽ ആണെങ്കിലും ഇപ്പം അവര് സൊസൈറ്റിക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ, അവര് പക്ഷെ അവർ ടാക്സ് അടയ്ക്കുന്നില്ല. അല്ല, അവർ സാധനങ്ങൾ മേടിക്കുമല്ലോ, നമ്മൾ കടയിൽ സാധനമൊക്കെ മേടിക്കുമല്ലോ, അതിന് ടാക്സ് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇവർക്ക് അവിടുത്തെ സിറ്റിസൺസിന് GST സാലറി എന്ന് കുറെ ടാക്സ് അവർക്ക് പറഞ്ഞാൽ നല്ല നഷ്ടമുണ്ട് അതിൽ ഒരു രീതി നോക്കിക്കഴിഞ്ഞാൽ. പക്ഷെ അതുകൊണ്ടാണ് ഇവര് ലൈക്ക് ടോപ്പ് ഇൻകം ഉള്ളവരെയാണ് കൂടുതൽ ടാക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. പൈസ ഉള്ളവരെ. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ നല്ല കാര്യം. പക്ഷെ അവരുടെ ഇത് നോക്കുമ്പോഴത്തേക്ക് ചേട്ടാ ഈ ഗവൺമെന്റ് ഓരോ ഇല്ലീഗൽസിനെ വിളിച്ചു വരുന്നതിന് ഞാൻ തന്നെ കാശ് കൊടുക്കുന്നേ എന്നല്ലേ ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കും. സത്യം പറഞ്ഞാൽ ഇല്ലീഗൽസിനെ അല്ല അവർ ചെയ്യേണ്ടത്, അവർ റെഫ്യൂജീസിനെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യം പറഞ്ഞാൽ. റെഫ്യൂജീസിനെ സപ്പോർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ അവർ ലീഗലി വന്ന് റെഫ്യൂജി ആയിട്ട് വരും. അപ്പോൾ ഓരോ റയറ്റ് വാർ നടന്നിട്ട് റെഫ്യൂജി ആയിട്ട് വരുന്നു. അങ്ങനെയുള്ളവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇല്ലീഗൽസ് എന്ന് പറയുമ്പോൾ കൂടുതൽ ആൾക്കാർക്ക് ഇല്ലീഗലായിട്ട് ബോർഡർ കടക്കാനുള്ള ഒരു ടെൻഡൻസി കൂടും. അപ്പം അത് ഞാൻ നോക്കിയിട്ട് പിന്നെ ബസ്സിന്റെ കേസ്, ബസ്സൊക്കെ എന്തിനാ ഫ്രീ ആക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. അവർ കാശ് കൊടുത്ത് പോട്ടെ, ബസ്സിന് ഹെൽത്ത് ഒക്കെ ഓക്കെ അത്യാവശ്യം ആൾക്കാരുണ്ട്, അവർക്ക് നല്ലതാക്കണമെന്നാണ് പുള്ളിയുടെ ടേക്ക്. ഓക്കെ, നല്ലതാക്കണം. ചീപ്പായിട്ട് കൊടുത്താലും കുഴപ്പമില്ല, ഫ്രീ ആക്കുന്ന എന്തിനാ അവർക്കൊക്കെ. ഐ മീൻ അങ്ങനെ ദൈവം അത് മാത്രം കട്ട് ചെയ്ത് കൊടുക്കരുതേ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞത് എന്തോ അത് മാത്രമായിട്ട് കട്ട് ചെയ്ത് കാണുമ്പോൾ വേറെ എന്തോ പോലെ തോന്നുമായിരുന്നു. അത് അങ്ങനെ ഒരു സീനുണ്ട്. പക്ഷേ കുഴപ്പമുണ്ടോന്ന് ചോദിച്ചാൽ അത് അമേരിക്കൻസ് തീരുമാനിക്കട്ടെ, നമ്മളല്ല ഇത് പറയണ്ടേ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനെ പറ്റി കേട്ടിട്ടുണ്ട്, പക്ഷെ അത്രയും ഇൻ ഡെപ്തിൽ അറിഞ്ഞുകൂടാ. പക്ഷേ വാട്ട് ഐ ഫീൽ ഈസ് ഇപ്പം ന്യൂയോർക്കിൽ ഇപ്പം കുറേ നമ്മളിപ്പോൾ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നമ്മൾ കേൾക്കണത് ഒരു ഏറ്റവും വലിയൊരു കാര്യം കേൾക്കണത്, ന്യൂയോർക്കിൽ പോയാൽ നമ്മൾ ഈ സിനിമയിൽ കാണുന്ന പോലെ അല്ല ന്യൂയോർക്ക്. ഹോംലെസ്സും പിന്നെ കുറേ സ്ട്രീറ്റ്സും എന്ന് പറഞ്ഞാൽ കുറേ അൺടൈഡിയും കുറേ അൺസേഫായിട്ട് തോന്നുന്നൊരു സ്ഥലമായിട്ടാണ് ഇപ്പോൾ ന്യൂയോർക്കിനെ ആര് പറഞ്ഞാലും ഇത് ചെയ്യണം, ഡിസ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇപ്പോൾ ബെൻസൺ ബ്രോ പറഞ്ഞ പോലെ തന്നെ ഒരു ഹയർ ഇൻകം വരണത് അഫ്കോഴ്സ് അവരതിനു വേണ്ടി വർക്ക് ചെയ്തിട്ട് അവർ സ്വന്തം ഏൺ ചെയ്യണ ഒരു ഇതാണ്. അപ്പോൾ ഇപ്പോൾ ബെൻസൺ ബ്രോ പറഞ്ഞ പോലെ തന്നെ എങ്ങാനും ഇഫ് ദേ തിങ്ക് ഇറ്റ് ദാറ്റ് വേ, ലൈക്ക് യു നോ ഐ എം വർക്കിംഗ് ഹാർഡ്, I'm making money, I'm giving more tax so that people who don't work can live easily. അങ്ങനെ വിചാരിക്കാം എന്ന് പറഞ്ഞാൽ അതാണ് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ വരണേ. അപ്പം ഐ ഫീൽ കംപ്ലീറ്റ്ലി ഫ്രീ ആക്കണത് ഇത് പറയില്ല, അതിനൊരു പിന്നെ വാല്യൂ ഉണ്ടാവില്ല. മേ ബി ലോവറിങ് ഇറ്റ് വുഡ് ഹാവ് ബീൻ ബെറ്റർ സോ ദാറ്റ് ആ ഒരു കേർബായിട്ട് ഒരു കൺട്രോളിൽ ഇരിക്കുമായിരുന്നു അറ്റ്ലീസ്റ്റ്. പക്ഷെ മേക്കിംഗ് ഇറ്റ് ഫ്രീ, ക്രൈം റേറ്റ്സും കാര്യങ്ങളും, ബിക്കോസ് യു നോ റൈറ്റ്. ഇപ്പം എന്നിട്ട് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഈ ട്രാൻസിറ്റ് ഫ്രീ ആവുമെന്ന് കേൾക്കുമ്പോൾ ഏറ്റവും ആദ്യം വരണത് ഇപ്പോൾ റീസെൻ്റ്ലി ഒരു കേസ്, ഒരു വീഡിയോ സർക്കുലേറ്റ് ആയിട്ടുണ്ടായിരുന്നില്ലേ, ഒരു പെണ്ണിനെ സ്റ്റാബ് ചെയ്തത് കഴുത്തിൽ ഇങ്ങനെ. എന്നിട്ട് അപ്പോൾ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഹോംലെസ് എങ്ങാനും ഇഫ് ഹി ഓർ ഷീ ഓർ ദേ ഡോണ്ട് ഹാവ് ടു പേ, എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഉള്ള ക്രൈമും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചിലപ്പോൾ കൂടുമായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ അതിനെ ഒരു മിനിമം amount ആക്കണതായിരുന്നു better rather than making it just completely free, because then it's kind of like, you know, as you all said, you know, inviting more homeless into the city. That's what I think. പക്ഷെ അതിനും എനിക്ക് തോന്നുന്നു പുള്ളി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഈ ഹോംലെസ് ആയിട്ടുള്ളവരെയും ഈ ഡ്രഗ് അഡിക്ട്സ് ഒക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ പുള്ളി അല്ലാതെ ക്രൈമായിട്ട് ഹാൻഡിൽ ചെയ്യാതെ അതിലേക്ക് ഒരു മെന്റൽ ഇഷ്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്യാനുള്ള ലൈക്ക് ഡ്രഗ് അഡിക്ട്സിനൊക്കെ ലൈക്ക് ക്രിമിനൽസ് ആയിട്ടുണ്ട് ജയിലിൽ കൊണ്ടിടാതെ പകരം ഒരു മെഡിക്കലായിട്ടുള്ള ഇത് കൊടുത്തിട്ട് റീഹാബ് പോലൊക്കെ ചെയ്ത് അവരെ നന്നാക്കി എടുക്കാനുള്ളൊരു അങ്ങനെ ഇതും പുള്ളി കൊണ്ടിരുന്നുണ്ട്. അത് നല്ലൊരു ഇനിഷ്യേറ്റീവ് ആണ്. ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് കപ്പിളാണ്, അവർ ന്യൂയോർക്കിൽ പോയിണ്ടായിരുന്നു. ഇപ്പം അവർ പറയണ 7-8 കഴിഞ്ഞാൽ അതങ്ങനെ സേഫ് ആയിട്ട് തോന്നില്ല അവിടുത്തെ സ്ട്രീറ്റ്സിൽ, ബിക്കോസ് റോബ് ആവാൻ ചാൻസ് ഉണ്ട്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഉള്ള കാരണം. സംഭവം എന്ന് വെച്ചാൽ ഇവരെന്തായാലും ഈ ഹോംലെസ് എന്തായാലും ഫോഴ്സ് ചെയ്തേ പറ്റുള്ളൂ.
കാരണം അവർക്ക് അതേ ഷെൽട്ടർ ഉണ്ട്, അവർക്ക് പോയി താമസിക്കാൻ ഫുഡുണ്ട്, ഫ്രീ ഉണ്ട്. പക്ഷേ അവർ പുറത്തേക്ക് ഇറങ്ങുന്നത് ക്യാഷ് ചോദിക്കുന്നതിന് ഫുഡിന് വേണ്ടിയിട്ടൊന്നും അല്ല, ഡ്രഗിന് വേണ്ടിയിട്ട് തന്നെയാണ്. ഫുഡ് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞാൽ അവർ പറയും എനിക്ക്, അപ്പോൾ നമ്മൾ സംസാരിച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, പക്ഷേ ഫുഡ് വാങ്ങിച്ചു തരാമെന്ന് നമ്മൾ പറയും. അപ്പോൾ പറയും ഞാൻ വെജിറ്റേറിയൻ, ഞാൻ നോൺ വെജ്, ഞാൻ വെജിറ്റേറിയൻ വാങ്ങിച്ചു തരാമെന്ന് പറയുമ്പോൾ അവർ പറയും എനിക്ക് ഇവിടെ നിന്നൊന്നും പറ്റത്തില്ല, എനിക്ക് ഇച്ചിരി ദൂരെ നിന്ന് വേണമെന്ന് പറയും. അപ്പോൾ ബേസിക്കലി അവർക്ക് വേണ്ടത് ക്യാഷാണ്, ഡ്രഗിന് വേണ്ടിയുള്ള ക്യാഷാണ്. അപ്പോൾ അവരെ എന്തായാലും ഫോഴ്സ് ചെയ്തേ പറ്റുള്ളൂ. ഈ ഷെൽട്ടറൊക്കെ ആവശ്യത്തിൽ കൂടുതൽ തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അവരാരും ഷെൽട്ടറിലേക്ക് പോവില്ല, ഷെൽട്ടർ കയറില്ല, ബിക്കോസ് അവരവിടെ ഫോഴ്സ്ഡ് ആവും. അതുകൊണ്ട് മാക്സിമം എങ്ങനെയെങ്കിലും ബെഗ് ചെയ്ത് ഡ്രഗിനുള്ള പൈസ ഉണ്ടാക്കാൻ റോബ് ചെയ്യുമ്പോൾ അവർ പറയണേ ജസ്റ്റ് ഗിവ് മീ $20, നത്തിങ് എൽസ്. I don't want food, I don't want water, just give me $20 ബേസിക്കലി. സാധനം സ്കോർ ചെയ്യാൻ വല്ല എന്തെങ്കിലും മേടിക്കാൻ. അപ്പം പിന്നെ എന്നിട്ട് ചെയ്യണത് it's not really too safe is what people say. സോ ഞാൻ എൻ്റെ ടേക്ക് പറഞ്ഞിട്ട് ഞാൻ സംഗീതയിലേക്ക് വരാം. സോ ഞാൻ മേജർ പോയിന്റ്സ് ഓൾറെഡി കവർ ചെയ്തു. സോ യെസ്, ഒരു ഇലക്ഷൻ റൺ ചെയ്യുമ്പോഴത്തേനും ഏറ്റവും ഈ സെയിം സിറ്റുവേഷൻ കേരളത്തിൽ പ്ലേ ചെയ്യാം. ലെറ്റ്സ് ഞാൻ കേരളത്തിലും അഫോർഡബിലിറ്റി അത്ര ഈസി ഒന്നും അല്ല. സോ അങ്ങനെ ഓടുമ്പോഴത്തേനും ഏറ്റവും വലിയ പോപ്പുലേഷൻ അധികം ഏൺ ചെയ്യാത്ത ആൾക്കാർ. അപ്പോൾ എന്താ ഏറ്റവും വലിയ ബെസ്റ്റ് മെത്തേഡ് എന്നാൽ മിഡിൽ ക്ലാസ്സിന് പറയുക ഞാൻ എല്ലാം ഫ്രീ ആക്കാം, എല്ലാം സംഭവം ഫ്രീ ആയിട്ട് തരാം. എനിക്ക് മനസ്സിലാവാത്തത് എങ്ങനെ സസ്റ്റൈനബിളാണ്. കാര്യം പറയാൻ ഈസിയാണ്, ഏറ്റവും പാട് സംഭവം പറയാനായിട്ട് ഞാൻ ഇലക്ഷന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇച്ചിരി കൂടി നിങ്ങൾ ഹാർഡ് വർക്ക് കാണിച്ചിട്ടുണ്ട്. ആരും വോട്ട് ചെയ്യത്തില്ല. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ കുറവാണ്. അപ്പോൾ ഈ സംഭവങ്ങൾ പേപ്പറിൽ അടിപൊളിയാണ്, ഹോപ്പ്ഫുള്ളി എക്സിക്യൂട്ട് ചെയ്താൽ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയത്തില്ല അതെങ്ങനെ വർക്ക് ചെയ്യുന്നത്. ഓൾറെഡി ഇത്രയും ടാക്സ് വാങ്ങുന്നുണ്ട് ആ സിറ്റി. ഇനി ഈ സംഭവങ്ങൾ ഫ്രീ ആക്കണമെങ്കിൽ 1 million മുകളിൽ ഏൺ ചെയ്യുന്ന ആൾക്കാർ എക്സ്ട്രാ ടാക്സ് വേണമെന്ന് പറയുന്നു. നമ്മൾ അണ്ടർ അൺലെസ് 1 million ഏൺ ചെയ്യുന്നവരെ നമുക്ക് ഓക്കെയാണ്. നമ്മൾ ഏൺ ചെയ്ത് നമ്മൾ പറയും അത് ശരിയല്ല. സോ അത് ഹിപ്പോക്രസി അല്ലേ. ആൻഡ് ഓൾസോ അങ്ങനെയാണ് ആ സിറ്റിയുടെ ഇൻസെൻറ്റീവെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ കഷ്ടപ്പെടുന്നത്? ആ സിറ്റി കിടന്ന് ഞാൻ എന്തിനാണ് 1 million വേണ്ടി ഞാൻ കഷ്ടപ്പെടുന്നത്? കാര്യം 1 million ആയിക്കഴിഞ്ഞാൽ എൻ്റെ നിന്ന് ചെറിയ ഡിഫറൻസ് അല്ല, ഒരു മേജർ ഡിഫറൻസ് ഗ്യാപ്പ് ടാക്സ് വീണ്ടും എക്സ്ട്രാ ആകും. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത് വേറെ സിറ്റി ഉണ്ട്. എനിക്ക് വേണമെങ്കിൽ ഫ്ലോറിഡയിൽ പോകാം, അത് ഭയങ്കര കൺസർവേറ്റീവ് സ്റ്റേറ്റ്. ഇല്ല അത് വേണ്ട, എനിക്ക് മയാമി പോകണമെങ്കിൽ അവിടെ പോകാം. എനിക്ക് ചോയ്സ് ഉണ്ട്. ആൻഡ് അവിടെ 52 സ്റ്റേറ്റുകളുണ്ട്. ഓരോ സിറ്റിയിലെ മേയേഴ്സും അവരവരുടെ രീതിയിൽ ഇൻസെൻറ്റീവ് വെച്ചിട്ട് അങ്ങനത്തെ ആൾക്കാരെ അട്രാക്ട് ചെയ്യും. സോ ഇത് പ്ലേ അറൗണ്ട് ചെയ്യുമ്പോൾ എങ്ങനെ ഒരു 10 വർഷം കഴിയുമ്പോൾ വരാൻ പോകുന്നത്? അവിടുത്തെ ആൾക്കാരൊക്കെ എങ്ങോട്ട് പോകും? നല്ല സിറ്റിയിലേക്ക് പോകും. അപ്പോൾ ആ സിറ്റിയിൽ എന്തായാലും ഹോംലെസ് സിറ്റി ആവും. അപ്പോൾ ആ സിറ്റി അങ്ങോട്ടാണ് പോകുന്നത്. കാര്യം അവിടെ നിൽക്കണമെങ്കിൽ 1 million പോക്കറ്റിലായി കഴിയുമ്പോഴത്തേനും പിന്നെ ഇല്ലെങ്കിൽ അത്രയും വലിയ ഹാർട്ട് വേണം. ബട്ട് എങ്ങനെ അത്രയും വലിയ ഹാർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ചൂസ് ചെയ്തോളൂ, എനിക്ക് ഇവിടെയാണ് ഞാൻ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എന്തിനാണ് ഗവൺമെൻറ്റിൻ്റെ പൈസ എടുത്തിട്ട് അവർ കുറച്ച് പോക്കറ്റ് വെച്ചിട്ട് കൊടുക്കുന്നത്? എനിക്ക് പൈസ ഉണ്ടെങ്കിൽ ഞാൻ പറയും ഓക്കെ ഞാൻ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തു. സോ എനിക്ക് നല്ല ഐഡിയ ആണ്, കേൾക്കാൻ നല്ല രസമാണ്. പക്ഷേ എനിക്കറിയില്ല പേപ്പറിൽ എങ്ങനെ വർക്ക് ചെയ്യും. ആൻഡ് ഇവൻ ടാക്സ് ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേനും ഇതിന് മുകളിലേക്ക് എന്ന് പറയുമ്പോഴത്തേനും അത് കേൾക്കാൻ രസമാണ്. എനിക്ക് തോന്നുന്നില്ല അതൊരു സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുമെന്ന്. ആൻഡ് ഓൾസോ ഈ ഒരു സംഭവം ഇങ്ങനെ ഇൻസെൻറ്റീവ് വെക്കുമ്പോഴത്തേനും ആ യു എസിലുള്ള എല്ലാ ഹോംലെസ്സുകൾക്കും എന്താണ് ന്യൂസ് കൊടുക്കുന്നത്? എല്ലാവരും ഇങ്ങോട്ട് പോരെ, ഇവിടെ എല്ലാം ഫ്രീ ആണ്. ആ നാട്ടിലുള്ള ആ കൺട്രിയിലുള്ള എനിക്ക് തോന്നുന്നു എല്ലാവരും ഓടി ഇവിടെ വന്ന് അക്യുമുലേറ്റ് ആവും. എന്നിട്ട് ബാക്കി എല്ലാവരും പുറത്തേക്കും പോകും. അപ്പോൾ എനിക്കറിയില്ല ലോങ് ടൈമിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു. അൺടുള്ള ചൈന പറഞ്ഞ പോലെ പുള്ളിക്കൊരു പ്ലാൻ ഉണ്ട്. പുള്ളി ഭയങ്കര ബുദ്ധിപരമായിട്ട് പ്ലാൻ ചെയ്ത് അടിപൊളി. ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് അങ്ങോട്ടേക്ക് പോകുന്നത്. പക്ഷേ അത് അഗൈൻ ആൾക്കാരും ക്യൂരിയോസിറ്റി ആയിട്ട് അത് വെയിറ്റ് ചെയ്യുന്നത്. പുള്ളി എന്താണ് പുള്ളിയുടെ മാസ്റ്റർ പ്ലാൻ, ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് പുള്ളി എന്താ ചെയ്യാൻ പോകുന്നത്. സോ ഹോപ്പ്ഫുള്ളി നന്നായിട്ട് വർക്ക് ഔട്ട് ആയിട്ട് അതുകൊണ്ടാണ് ഞാൻ ഈ സംഭവം എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മിക്കവാറും ഇതിൻ്റെ എന്തെങ്കിലും അപ്ഡേറ്റുകൾ ഇവൻച്വലി ഫ്യൂച്ചറിലാണെന്ന് വരുമ്പോഴത്തേനും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്. കാര്യം സോഷ്യലിസം എനിക്ക് അത്ര ഇഷ്ടമുള്ള സിസ്റ്റം അല്ല. കാര്യം എനിക്കറിയില്ല അതെങ്ങനെ വർക്ക് ചെയ്യുന്നു. ആൻഡ് അത് ഹാർഡ് വർക്കിംഗ് ആൾക്കാർക്ക് അത്ര ഇൻസെൻറ്റീവൈസ് ചെയ്യുന്ന സിസ്റ്റം അല്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിസ്റ്റം അല്ല സോഷ്യലിസം. പക്ഷേ ആദ്യമായിട്ട് ഹിസ്റ്ററിലുള്ള ഒരാളത് എക്സിക്യൂട്ട് ചെയ്യാൻ ഇതുവരെയായിട്ട് ആ സിസ്റ്റം വർക്ക് ചെയ്തല്ലോ ഒരു സൊസൈറ്റിയിൽ. ഉള്ള കൺട്രികളിൽ നമുക്ക് ആർക്കും നിൽക്കാനും ആഗ്രഹം ഉണ്ടാകത്തില്ല. നോർത്ത് കൊറിയ എത്ര പേർക്ക് അവിടെ പോയി നിൽക്കാൻ ആഗ്രഹമുണ്ട്? വെനിസ്വേല, അത് അവിടെ ആൾക്കാർക്ക് റൈറ്റ് ഉണ്ടോയെന്ന് വെച്ചാൽ ഇല്ല. കാര്യം ഗവൺമെൻറ്റാണ് എല്ലാം വാരി കൊടുക്കുന്നത്. അപ്പോൾ ആ കൺട്രോൾ അത്ര ഉള്ളപ്പോൾ അത്രയും അതോറിറ്റി അവർക്കുണ്ടാവും. അപ്പോൾ അങ്ങനെ സൊസൈറ്റിയിൽ ഇതിലായിട്ടും വർക്ക് ചെയ്തിട്ടില്ല. ഹോപ്പ്ഫുള്ളി ഇതിൽ വർക്ക് ചെയ്തെടുത്ത് തന്നെ കാണാം. പക്ഷേ എനിക്ക് തോന്നുന്നില്ല വർക്ക് ചെയ്തെടുക്കുന്നു. ആൻഡ് യെസ്, അതിന് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കുന്നുണ്ടാവും. സംഗീൻ്റെ ഫൈനൽ തോട്ട്സ്. എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഇതിൽ ന്യൂയോർക്കിലിപ്പോൾ ഫ്രീ ഈ സംഭവം കൊടുക്കുന്നത് ഞാൻ ഓൾറെഡി കുറേ റീൽസും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. ആൾക്കാർ ബോർഡർ ഈവൻ ക്രോസ് ചെയ്യുന്ന വീഡിയോസ് വരെ ആൾക്കാർ അപ്ലോഡ് ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ ഇല്ലീഗലായിട്ട് ആൾക്കാർ ചെയ്യുന്നുണ്ട് കുറേ പൈസ കൊടുത്ത്. അപ്പോൾ ഈ സംഭവം എന്ന് വെച്ചാൽ സംഭവം ഇത് ആൾക്കാരെ കുറച്ചുകൂടി പ്രൊമോട്ട് ചെയ്യും. കാരണം ഇവർക്ക് ലാംഗ്വേജ് ഇല്ലായിരിക്കും, ഇംഗ്ലീഷ് അറിയത്തില്ലായിരിക്കും. ബട്ട് സ്റ്റിൽ എങ്ങനെയും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ സേഫാന്നുള്ളൊരു ഫീല് കിട്ടുവാണെങ്കിൽ സംഭവം ഈ ഇല്ലീഗൽ ഇമിഗ്രേഷൻ കുറച്ചുകൂടി കൂടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബസ്സിനിപ്പോൾ എത്ര ചാർജ് ആവും? ബസ്സിന് കുറച്ച് ഫ്രീ ആക്കി എന്ന് പറഞ്ഞാലും
വലിയ ചാർജ് വരുന്നില്ല. പക്ഷേ ഈ സംഭവങ്ങളൊക്കെ പുള്ളി ചെയ്യുമ്പോഴെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ഇല്ലീഗൽ ഇമിഗ്രേഷൻ കൂടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എസ്പെഷ്യലി നമ്മളിൽ എത്ര പേര് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എപ്പോഴെങ്കിലും ആരെങ്കിലുമൊക്കെ ബോർഡർ ക്രോസ് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളും എല്ലാം ഉണ്ട്, USA എസ്പെഷ്യലി. അപ്പോൾ ഇതൊക്കെ കുറച്ചുകൂടെ എനിക്ക് പ്രൊമോട്ടിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമ്മളെല്ലാവരും ലീഗലായിട്ടാണ് കാനഡയിൽ നിൽക്കുമ്പോൾ നമ്മൾ ടാക്സ് ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഷോക്കായിട്ട് തോന്നും. കാരണം എല്ലാ സംഭവത്തിനും നമ്മൾ ടാക്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൊടുക്കുമ്പോൾ ഒരാൾ ജസ്റ്റ് ഒന്നും ചെയ്യാണ്ട് ജസ്റ്റ് ബോർഡർ ക്രോസ് ചെയ്തു. പക്ഷേ അയാൾക്ക് വേണ്ടി ഇത് ജസ്റ്റ് ബോർഡർ ക്രോസ് ചെയ്ത ഒരു സംഭവം ആയിരിക്കത്തില്ല. അയാൾ മേ ബി വേറെ ആൾക്കാർക്ക് പൈസ കൊടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷെ അയാൾ ഇന്നസെൻ്റ് ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ പുറകിൽ കളിക്കുന്നൊരു വലിയൊരു സിസ്റ്റം ഉണ്ട്. അവരെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന ഒട്ടും ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവർ ആൾക്കാർ ഇല്ലീഗലി USA എത്തിക്കുന്നുണ്ട്. അത് നമ്മൾ ഈ സംഭവം നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരെയല്ല നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ പുറകിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇല്ലീഗലി ആൾക്കാർ USA എത്തിക്കുന്ന ഒരു വലിയൊരു ടീമുണ്ട്. അവരെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഈ പറഞ്ഞ ആൾക്കാരെ പോലും അല്ല നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പോകണം, ഈ സിസ്റ്റം നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഷോകാണ്. നമുക്ക് കുറച്ചുകൂടെ ഒരു ദുബായ് അല്ലെങ്കിൽ ഒരു അറബിക് അവിടുത്തെ സിസ്റ്റം എങ്ങനെയാണ് അതിനെപ്പോലെയാണ് നമുക്ക് പോകേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കിയാ അവിടെ എല്ലാം ഫ്രീ അല്ല, അവിടെ ഹെൽത്ത് കെയർക്ക് ഫ്രീ ആണെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ ഫ്രീ ആണ്, പക്ഷെ അവിടെ എത്ര പേർക്ക് ഇല്ലീഗലായിട്ട് ഇങ്ങനെ എത്താൻ പറ്റുമെന്നുള്ള ഒരു സംഭവം. പക്ഷേ ഇവിടെ ഇല്ലീഗൽ ഇമിഗ്രേഷനായിട്ട് ഒരു ബന്ധമില്ല. ഈ ഹെൽത്ത് കെയറും ഇല്ലീഗൽ ഇമിഗ്രേഷൻ തമ്മിൽ ഒരു ബന്ധമില്ല. കാരണം ഇല്ലീഗലായിട്ട് എത്തുന്നവർക്ക് ഫ്രീ ആയിട്ട് അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നേ ഉള്ളൂ. കിട്ടും. പക്ഷെ അവിടെ മില്യൺ കണക്കിന് ലീഗലായിട്ടുള്ളവരുണ്ട്, അവർക്കും ഇത് ഫ്രീയാ. അവർക്കിത് വളരെ ഉപകാരം ചെയ്യുന്ന കാര്യമാണ്. എനിക്കിതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ പുള്ളി ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോഴത്തേനും പുള്ളി അതിൽ എടുത്തു പറഞ്ഞു ഇറസ്പെക്റ്റീവ് ഓഫ് യുവർ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ്. ഇൻവിറ്റേഷൻ അല്ലേ, കാര്യം ഇല്ലീഗൽ എന്ന് വെച്ചാൽ ഇല്ലീഗലാണ്. പക്ഷേ അവര് ഇല്ലീഗലായിട്ട് വന്നെന്ന് ചോദിച്ചു. പക്ഷെ അവർക്ക് എന്തായാലും പണിയെടുത്ത് ജീവിക്കാൻ പറ്റും, മനസ്സിലാവും. അത് ഒന്നും ചെയ്യാൻ പറ്റില്ല. നല്ല കാര്യമാണ്. സിമ്പതി മാത്രമല്ല, അവർക്ക് പണിയെടുക്കണം, ടാക്സ് അടയ്ക്കണം, എല്ലാം ചെയ്താലും ജീവിക്കാൻ പറ്റുള്ളൂ. ഡോക്യുമെന്റ്സ് ഇല്ലല്ലോ. ലൈക്ക് ഫയൽ ചെയ്യുന്ന കാര്യമല്ല, ലൈക്ക് ഓരോ സാധനം മേടിക്കണം, ഫുഡ് കഴിക്കാൻ പോകണം. ടാക്സ് പേയറിന്റെ പൈസ വാങ്ങിച്ചാൽ അവർ വീണ്ടും ടാക്സ് ചെയ്യും. അവർ ടാക്സ് പേയറിന്റെ പൈസ മേടിക്കുന്നില്ല, അവർക്ക് ഇല്ലീഗൽസിന് ഒന്നും കിട്ടത്തില്ല. അവർക്ക് എങ്ങനെ ഇൻകം ചെയ്യാൻ പറ്റും? അതല്ലേ അവർ കാശ് പണിയെടുത്ത കാശ് ഉണ്ടാക്കുന്ന. അല്ലാതെ നീ ഉദ്ദേശിക്കുന്ന റെഫ്യൂജീസിന്റെ ഗവൺമെന്റിന് കാശ് കൊടുക്കുന്നത്. പൈസ കൊടുക്കത്തില്ല. ഇല്ലീഗൽസിന്റെ ഗവൺമെന്റ് 5 പൈസ കൊടുക്കത്തില്ല. അവര് കാശ് പണിയെടുത്ത് കാശുണ്ടാക്കി അത് സ്പെൻഡ് ചെയ്യുമല്ലോ, അത് ഗവൺമെന്റിലോട്ടാ പൈസ വന്ന്. അപ്പോൾ അവർക്ക് ബേസിക്കലി ചെറിയൊരു കോൺട്രിബ്യൂഷൻ നടത്തുന്നുണ്ട് ഗവൺമെന്റിലോട്ട്. അപ്പം പുള്ളി ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ലീഗലായിട്ടുള്ളവരുണ്ട്. അത്രയും പേർക്ക് ഇത് ഗുണം ചെയ്യുന്ന സാധനമാണ്. അപ്പം ചെറിയൊരു ശതമാനം ഇല്ലീഗൽസിനും കൂടെ കിട്ടും. അത് ചെറിയൊരു ബാഡ് പോയിന്റ് ആണ്. പക്ഷെ അതിലെനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് അതാ. ഇപ്പൊ കാനഡയിൽ ഫ്രീ ആണല്ലോ ഹെൽത്ത് കെയർ. പക്ഷെ ദി ഓൾവേസ് സേ റൈറ്റ് വെനെവർ ഇറ്റ്സ് ഫ്രീ ഇറ്റ്സ് ഡിലേഡ് ഹെൽത്ത് കെയർ. പക്ഷെ അവിടെ അങ്ങനെ അത്ര കുഴപ്പമൊന്നുമില്ല. ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഒട്ടും ശരിയല്ല. അവിടെ കുറെ കൂടി ഉണ്ടല്ലോ നല്ലതല്ലേ. അത് മാത്രമല്ല അവർക്ക് കാശുണ്ട്. ന്യൂയോർക്കിലാണെങ്കിലും എവിടുന്ന് കാശ് കൊടുക്കുന്ന വെച്ചില്ലേ, ആവശ്യത്തിലേറെ കാശുണ്ട്. പക്ഷെ ആ ക്യാഷ് ഉപയോഗിച്ച് എല്ലാവരും ചെയ്യാൻ പോകുന്നത്. അവര് ഇനിയും വാങ്ങൂന്നാണ് പറയുന്നത്. മേടിക്കാമല്ലോ. കാരണം ടോപ്പ് ആയിട്ടുള്ള എത്ര ബില്യണേഴ്സ് ടാക്സ് അടയ്ക്കുന്നത്. ബില്യണേഴ്സ് അല്ലേ, മില്യണേഴ്സിന്റെ ടാക്സ് എടുക്കാൻ. ഞാൻ ഒരു ചോദിക്കാം, ടെസ്ലയുടെ മാർക്കറ്റ് വാല്യൂ എത്ര അറിയോ? 1.2 ട്രില്യൺ എന്നുണ്ടാ. അവർ കഴിഞ്ഞ വർഷം അടച്ച ഫെഡറൽ ഇൻകം ടാക്സ് എത്ര അറിയോ? അവരല്ലേ ഏറ്റവും ടോപ്പായിട്ട് അടച്ച് $0. അവർക്കെന്ന് വെച്ചാൽ ഈ ബില്യണേഴ്സിനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ഇപ്പൊ ഗൂഗിൾ ചെയ്തിട്ടിരിക്കുക. അതാ ഞാൻ പറഞ്ഞേ, ഈ ബില്യണേഴ്സിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഗവൺമെന്റിൽ നിന്ന് ഒത്തിരി ഇത് കിട്ടുന്നുണ്ട്, ഇൻസെന്റീവ്സ് കിട്ടുന്നുണ്ട്. ഇത് നോക്ക്, അവർക്ക് എന്തെങ്കിലും ചെറിയൊരു ഇത് കാണിച്ചു കഴിഞ്ഞാൽ അവര് 0.4% അല്ല, 0 കറന്റ് ഫെഡറൽ ഇൻകം ടാക്സ്, അതിൽ $0 അവർ കൊടുത്തേക്കുന്നത്. പക്ഷെ ആ ഡേറ്റയുടെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? അതിൽ അവർക്ക് ഷെയർ ഇടുമ്പോഴത്തേനും അവർക്ക് ടാക്സ് ഉണ്ട്. അവരുടെ എക്വിറ്റി ആണല്ലേ, അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുന്ന സാധനം. അതൊരു ലൂപ്പ് ഹോളാ. നമുക്ക് ഉപയോഗിക്കുന്ന ലൂപ്പ് ഹോളാ അത്. അപ്പൊ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന മീഡിയം ലോ ആവറേജ് ഇൻകം ഉള്ളവരൊക്കെ പണിയെടുത്ത് പകുതി ടാക്സ് കൊടുക്കണം. ഈ ഒരു ഡേറ്റ് ബില്യണേഴ്സിനാണെങ്കിൽ എന്തോരം ഇതുള്ളത്. കറക്റ്റ്. പക്ഷെ ഈ ഒരു ഡേറ്റ് നീ നോക്കി നോക്കി, US 40% ടാക്സ് പേ ചെയ്യുന്നത് 1% ആൾക്കാരാണ്, ടോപ്പ് ആൾക്കാർ. ഇൻകം ഉള്ളതുകൊണ്ട് അത് 40%. 90% കാശുള്ളത് 1%. പക്ഷെ 40% ആ എക്കോണമിയുടെ 40% ടാക്സ് പേ ചെയ്യുന്ന 1% ആൾക്കാർ. അപ്പൊ അവരുടെ ഇൻകം എടുത്ത് നോക്കണം നീ. പക്ഷെ അവരുടെ ഇൻകത്തിന്റെ ഒരു ചെറിയ ശതമാനമായിരിക്കും 40% എന്ന് പറയുന്നത്. പക്ഷെ അതിലെ പ്രശ്നം എന്താ അറിയോ? അതിൽ വേറെ ആംഗിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലായി, ഇലോൺ മസ്ക് $0 ടാക്സ് അടയ്ക്കുന്നത്. കാരണം പുള്ളിക്ക് ഇൻകം ഇല്ല. കാരണം പുള്ളി ഫുൾ സ്റ്റോക്കായിട്ടാണ്. അത് കാരണം പുള്ളിക്ക് ഇൻകം ഇല്ല.
നമ്മൾ എന്നാലും ചോദിക്കുക നമ്മളൊക്കെ എന്തോരം കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് എന്തോരം ടാക്സ് അടയ്ക്കുന്നു. പക്ഷെ പുള്ളി ഞാൻ വേറെ കാര്യം പറയാം. ഡൊണാൾഡ് ട്രംപ് 2016 അടച്ചത് $750 ടാക്സ് അടച്ചത്, $750. എനിക്ക് തോന്നുന്നു ഈ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അതിൽ കൂടുതൽ അടച്ചിട്ടുണ്ട്. നമ്മൾ ബില്യണേക്കാൾ കൂടുതൽ ടാക്സ് അടച്ചിട്ടുണ്ട് നമ്മളെല്ലാവരും. നമ്മളൊക്കെ ഒരു കുഞ്ഞു ബില്യണേഴ്സാണെന്ന് അർത്ഥം. 2000 തൊട്ട് 2015 വരെ 10 വർഷം $0 അവർ ടാക്സ് അടച്ചേക്കുന്നത്. കാരണം ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഇൻസെൻറ്റീവ്സ് ഉണ്ട്. ബില്യണേഴ്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരൊക്കെ അവരുടെ നിന്നൊക്കെ കുറച്ച് ടാക്സ് മേടിച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് ഇതൊക്കെ ഫണ്ട് ചെയ്യാം. പക്ഷെ പിന്നെ അപ്പോൾ കാശ് എവിടെ നിന്ന് വരുന്നത്? കാരണം ഒന്നും മാത്രമല്ല, കഴിഞ്ഞ വർഷം ഈ കഴിഞ്ഞ മാസം 20 ബില്യൺ ഇസ്രായേലിന് കൊടുത്ത്. എന്തിനാ? ഇസ്രായേലിന് ഫ്രീ ഹെൽത്ത് കെയർ, ഇസ്രായേലിന് ഫ്രീ ഹെൽത്ത് കെയർ ഫണ്ട് ചെയ്യുന്ന ആരാ? US. ഫ്രീ എഡ്യൂക്കേഷൻ ഫണ്ട് ചെയ്യുന്ന ആരാ? ഞാനിതിനൊന്നും സപ്പോർട്ട് അതാ പറഞ്ഞേ. അപ്പൊ അവിടെ കൊടുക്കാമെങ്കിൽ ആ കാശ് ഇവിടെ ചിലവാക്കി എന്താ? ഫ്രീ ആക്കി എന്താ? ഫ്രീ ഡിഫൻസ്, ഇസ്രായേലിന് ഫ്രീ ഡിഫൻസ്. അതൊക്കെ ഞാൻ കളിക്കുന്നത്. അപ്പുറത്ത് കിടക്കുന്ന ഒരു രാജ്യത്തിന് എന്തിനാ ഇവര് ഫ്രീ കൊടുക്കുന്നത്? അതൊക്കെ ഇവിടെ ചിലവാക്കി എന്താ? എനിക്കിതിൽ വരുന്ന പ്രശ്നം ഇത്രേ ഉള്ളൂ. കാര്യം നമ്മളിപ്പോൾ ഈ പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ ബില്യനേഴ്സ്, കാര്യം നമ്മൾ ബില്യനേഴ്സ് അല്ല, അപ്പോൾ നമ്മൾ ബില്യൻസിന് എക്സ്ട്രാ ടാക്സ് എന്ന് പറയുമ്പോൾ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ എക്കോണമി ഓടുന്നതിൽ ജോബ് ആരെ ക്രിയേറ്റ് ചെയ്യുന്നത്? ഗവൺമെൻറ് ആണോ പ്രൈവറ്റ് എക്വിറ്റി കമ്പനീസ് ആണോ? പ്രൈവറ്റ് ആണ്. ഇപ്പോൾ ഈ കൺട്രിയിൽ ഗ്രഹിച്ചിരുമ്പോൾ നമ്മളോട് ചോദിച്ചു നമ്മൾ എങ്ങനെ ഈ ബിസിനസ് ഇത്രയും ഒരു നല്ല അഫോർഡബിൾ റേറ്റിൽ ഓടിക്കുന്നതെന്ന്. ടാക്സ് ഗഡ്സ് ഗവൺമെൻറ് കൂട്ടിയെന്ന് വെച്ചോ, പ്രശ്നം വരാൻ പോകുന്നത് ആമസോണിനല്ല, അല്ലെങ്കിൽ വലിയ ഏറ്റവും വലിയ കാറ്ററിംഗ് സർവീസിനല്ല നമുക്ക് പ്രശ്നം വരാൻ പോകുന്നത്. കാരണം അവർക്ക് സ്റ്റിൽ അഫോർഡ് ചെയ്യാൻ പറ്റും, അവർക്ക് എക്വിറ്റി ഉണ്ട്. ഗവൺമെൻറ് ആ ഒരു ടാക്സ് കൊടുക്കുമ്പോൾ നമുക്ക് പ്രശ്നം വരാൻ പോകുന്നത്. അപ്പം മിഡിലുള്ള ആൾക്കാരെ പോകത്തുള്ളൂ ടാക്സ് കൊടുക്കാൻ പറ്റില്ല. മുകളിലുള്ള ആൾക്കാർ ലൂപ്പോൾ സ്റ്റിൽ കണ്ടുപിടിക്കും, ഇല്ലെങ്കിൽ അവർ വേറെ സ്ഥലത്തേക്ക് പോകും. അപ്പോൾ അത് എഗെയിൻ എനിക്കറിയില്ല എങ്ങനെ വർക്ക് ചെയ്യുന്നത്. കാര്യം ഇവൻ US ഇപ്പോൾ ലെറ്റ്സ് പുള്ളി പറയുകയാണ് 1 മില്യണിന് മുകളിലുള്ള ആൾക്കാർ ബാക്കി എല്ലാ സ്റ്റേറ്റിനെക്കാട്ടും 5% കൂടുതൽ ടാക്സ് ആണ് ആൾക്കാർ. അതാ ഞാൻ പറയുന്നത്. ഫ്ലൈറ്റ് ബുക്ക് ചെയ്യും, ഞാൻ പോവാ. അവിടെയാണ് ഇപ്പോൾ ഗവൺമെന്റ് ഇടപെടേണ്ടത്. ഗവൺമെന്റ് മിഡിൽ ക്ലാസ്സുകാരെ ലോ ക്ലാസ്സുകാരെയും ടാക്സ് മുകളിലുള്ളവരെ ടാക്സ് എന്താ? കാരണം അവരുടെ ഫ്രണ്ട്സാ, ഗവൺമെന്റിന്റെ ഫണ്ട് ചെയ്യുന്ന ഫുൾ അവരാ. അപ്പൊ അവരെ ടാക്സ് ചെയ്യാൻ പറ്റത്തില്ല. അത് പേപ്പറിൽ നല്ലതാ, പക്ഷേ ഗവൺമെന്റ് അങ്ങനെ പറഞ്ഞു വെച്ചു. ലെറ്റ്സ് ഇന്ന് ട്രംപ് പറയുന്നത് അങ്ങനത്തെ സ്ഥലമുണ്ടല്ലോ. ചൈനയൊക്കെ ഒരൊറ്റ ബിസിനസിന്റെ ഒന്നും ഗവൺമെന്റിൽ നിന്ന് 5 പൈസ മേടിക്കത്തില്ല. അവർക്ക് അത് ആവശ്യമില്ല. അവർ മൊത്തം ടാക്സ് അവിടുത്തെ 5 പൈസ വെളിയിലോട്ട് പോകത്തില്ല. മൊത്തം അവരുടെ സിറ്റിക്ക് കൺട്രിക്ക് വേണ്ടി അവർ ചിലവാക്കുന്നത്, അവിടുത്തെ ആൾക്കാർക്ക്. ആ ഇക്കോണമി അതൊരു വേറെ സിസ്റ്റമാണ്. ആ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നത് നമുക്ക് ഡിബേറ്റ് ചെയ്യാം. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് ഇപ്പോൾ ലെറ്റ്സ് നീ പറഞ്ഞ പോലെ പറഞ്ഞു. ലെറ്റ്സ് ഞാൻ ഒരു പവറിൽ വന്നു, പുള്ളി പറയുവാണ് ടോപ്പിലുള്ള ആൾക്കാരുടെ പെർസെൻറ്റേജ് 10% കൂട്ടി, താഴെയുള്ളവർ 10% കുറച്ചു. പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടല്ലോ, ടോപ്പിലുള്ളവർക്ക് ഓപ്ഷൻ ഉണ്ട്, അവരടുത്ത സ്ഥലത്തേക്ക് പോകും. ഇന്ത്യ പറയും കമോണിയർ 0% ടാക്സ് ഞങ്ങൾ അങ്ങോട്ട് പേ ചെയ്യാം, പോരെ അവരവിടെ പോകും. അപ്പോൾ ആ എക്കോണമി മുകളിലേക്ക്, അപ്പോൾ US താഴത്തേക്ക് പോകും. അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല അത്. അപ്പോൾ അതാ പറഞ്ഞത്. അപ്പോൾ ആർക്കും ഇവിടെ ഒരു വിൻ വിൻ സിറ്റുവേഷൻ എന്ന് പറയാൻ പറ്റില്ല. മുകളിലുള്ളവർ ടാക്സ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം അവർ കാരണമാണ് ഇന്നവ എക്കോണമി ഓടുന്നത്. പക്ഷേ ഈ താഴെയുള്ളവർ ഇല്ലെങ്കിൽ മുകളിലുള്ളവർ എങ്ങനെ ഉള്ളത്? ഈ താഴെയുള്ളവർ പോയി ദിവസവും പണിയെടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് മെയിൻറ്റെയിൻഡും ആയിരുന്നു അൺടിൽ വീണ്ടും കൂട്ടുമ്പോഴുള്ള പ്രശ്നമൊക്കെ. എനിക്ക് കുഴപ്പമില്ല, ന്യൂയോർക്ക് കൂട്ടുന്നതിന് വർക്ക് ചെയ്ത അടിപൊളി, പേപ്പർ കേൾക്കാനും സ്വകാര്യം, എനിക്ക് $1 ബില്യൺ ഇല്ല, എനിക്ക് കുഴപ്പമില്ല. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ അത് വരുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട് ന്യൂയോർക്കിൽ ഒരു ബില്യനേർ എന്ത് ചെയ്യാൻ പോകുന്നത്? അടുത്ത സ്ഥലത്തേക്ക് പോയി സ്ഥലം പോകും. അത് ശരിയാ, എനിക്ക് പറഞ്ഞ അത് പോട്ടെ, അതൊക്കെ പോട്ടെ. എനിക്ക് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവരാണെങ്കിൽ എല്ലാ വർഷവും $10 ബില്യൺ കണക്കിന് വേറെ രാജ്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഉക്രൈന് കൊടുക്കുന്നുണ്ട്, ഇസ്രായേലിന് കൊടുക്കുന്നുണ്ട്. ആകാശ് ഇവിടെ ചിലവാക്കി എന്താ? സ്വന്തം ആകാശ് ചിലവാക്കി എന്താ? ഇസ്രായേലിന് ഫ്രീ ഹെൽത്ത് കെയർ, ഫ്രീ എഡ്യൂക്കേഷൻ എല്ലാം ഉണ്ട്. അവർ ഇല്ലീഗൽ സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ ടാക്സ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ആ സിസ്റ്റം വെച്ചേക്കുന്ന അവർ സിറ്റിസൺസിനുള്ളതാണ്. അവർക്ക് വന്ന് കയറുമ്പോൾ ഒരു സാധനം അല്ലെങ്കിൽ സാധനം വാങ്ങിക്കാൻ കാർഡ് ടാപ്പ് ചെയ്യുമ്പോൾ അത് ഇല്ലീഗലാണോ സിറ്റിസൺ ആണോ അവർക്ക് അറിയില്ല. അറിയാമായിരുന്നുവെങ്കിൽ അവർ അപ്പം തന്നെ പിടിച്ചേനെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അവർ ടാക്സ് അടയ്ക്കുന്നു എന്നുള്ളത് നമുക്ക് പറയാനൊക്കത്തില്ല. കാരണം ആളാരാന്നറിയാതെ അടയ്ക്കുന്നുണ്ട്, പക്ഷേ ആളാരാന്നറിയാതെ അവർക്ക് അറിയില്ല. അറിഞ്ഞിരുന്നെങ്കിൽ എന്തായാലും പിടിക്കില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ പിടിക്കും. അപ്പൊ പിന്നെ അവർ കോൺട്രിബ്യൂട്ട് നമുക്ക് പറയാൻ പറ്റുമോ? ഞാൻ ഉദ്ദേശിച്ചത് ഉണ്ടല്ലോ, ലൈക്ക് ഉണ്ടെന്നുള്ളത് ഉള്ളതാണ്. അവർ ഇല്ലാന്നുള്ളത് കോൺട്രിബ്യൂട്ട് ഇല്ല എന്ന് പറയാൻ പറ്റുമോ? അവിടെ അത് കോൺട്രിബ്യൂട്ട് ഇല്ല, അതാ പറഞ്ഞേ. അപ്പൊ അവരൊക്കെ ഞാൻ ഇല്ലീഗലാണെന്ന് പറഞ്ഞുകൊണ്ട് പോയി അവർ ചെയ്യുന്നില്ല. ആരും ചോദിക്കുന്നില്ലല്ലോ, പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്, അത്രയും പേരുള്ളതുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ട്. അപ്പൊ അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ എന്തോടെ മാറ്റർ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ മാറ്റർ ചെയ്യുന്നുണ്ട്. അവര് കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഇവിടെ വന്ന് വേറെ അവസ്ഥ മോശമാണ്. ആ കൺട്രി പക്ഷേ ഇല്ലീഗൽസിനോട് ചോദിച്ചിട്ടില്ല നീ ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് ഇല്ലീഗലായിട്ട് പണിയെടുക്കുന്നത്. അവർ സെറ്റ് ചെയ്തേക്കുന്ന അവർ സിറ്റിസൺസിന് വേണ്ടിയിട്ടാണ്. ഇല്ലീഗൽ അവിടെ ഇടിച്ചു കയറി ചെന്നിട്ട് ഞാനിവിടെ ടാക്സ് പേ ചെയ്തു എന്ന് പറയുന്നതിൽ അങ്ങനെ ഒരു റൈറ്റ് അവർക്കില്ല. ഇല്ലീഗൽസിന് എന്തായാലും ഇല്ല അവർക്ക്. പക്ഷെ അവര് പണിയെടുക്കുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഫ്രീ ഇത് വേണം എന്ന് പറയാനുള്ള ഇത് അവർക്കില്ല. കാര്യം പറഞ്ഞു അവർ ചോദിക്കുന്നില്ലല്ലോ ഫ്രീ ആണോ, ആരും എങ്ങും പറഞ്ഞിട്ടില്ലല്ലോ ഫ്രീ ഹെൽത്ത് കെയർ. അപ്പൊ അതാ പറഞ്ഞേ. അപ്പൊ ഇങ്ങനെ ഒരു സെറ്റപ്പ് കൊണ്ടുവരുമ്പോൾ അവർക്കത് കിട്ടാനുള്ള ഇതൊന്നും ഇല്ലെന്ന് ഞാൻ പറയായിരുന്നു. അതായത് ഈ ഒരു ഇല്ലീഗൽസിന് അങ്ങനെ ഒരു പുള്ളി ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ ഇല്ലീഗൽസിന് വേണ്ടി ഇത് ചെയ്യുന്നു അല്ല, എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഐ മീൻ അതാ തൊട്ട് ഫെയർ അല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല. ഒരു സം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഓൺ പേപ്പർ ഇത് കാണാൻ നല്ല രസമാണ് എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് അതിൻ്റെ ഒരു ഇമോഷണൽ ആംഗിൾ ഉണ്ട്. ലെസ് പ്രിവിലേജ് ഗെറ്റ് privileges and more privileges, more like multi-millionaires, they also pay their fair share.
പക്ഷേ എനിക്ക് തോന്നുന്നു അതിൻ്റെ എക്സിക്യൂഷനിലാണ് അതിൻ്റെ ഏറ്റവും മെയിൻ ടാസ്ക്. ആൻഡ് ഐ തിങ്ക് ഓൺലി ടൈം വിൽ അൺഫോൾഡ് ടു സീ ഹൗ ഇറ്റ് കംസ് ഔട്ട്. മേ ബി ലൈക്ക് മേ ബി അത് 8 അടി പൊട്ടും, അല്ലെങ്കിൽ ചിലപ്പോൾ അത് വർക്ക് ചെയ്യും. ആൻഡ് മേ ബി അതർ സിറ്റീസ് സ്റ്റേറ്റ്സ് മൈറ്റ് ഓൾസോ ഇവൻ അഡോപ്റ്റ് ഇറ്റ്. നിങ്ങൾ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന ആരെങ്കിലും ആണെങ്കിൽ ഫൈൻഡ് എ വേ ടു ഗെറ്റ് ടു ന്യൂയോർക്ക്. വൺസ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ആർ ഫൈൻ. അവിടുന്ന് കടത്തി വിടത്തില്ലേ? ഒരു വർഷം I like how you termed it, ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യണമെന്നാണെന്ന് പറഞ്ഞ്. ഹോംലെസ് എന്ന് പറഞ്ഞില്ല. പക്ഷേ ഫൈനൽ ടേക്ക് എന്തെങ്കിലും എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഇതിൽ ഇമിഗ്രേഷൻ എന്നുള്ള ഇത് വിട്ടിട്ട് ഈ ഫ്രീ ഹെൽത്ത് കെയർ കൊടുക്കുന്നതിനെ പറ്റി എന്താ അഭിപ്രായം? നല്ലൊരു സംഭവമാണ്. ഈ ഇല്ലീഗൽസിനെ നോക്കണ്ട, കാരണം ഇല്ലീഗൽസിനെ പണ്ട് തൊട്ടേ ഇത് കിട്ടുന്നത്, അത് സീനൊന്നും ഇല്ല. ഇപ്പോഴും അത് കിട്ടുന്നുണ്ട്, അത്രേ ഉള്ളൂ. എല്ലാവർക്കും കിട്ടുന്നുണ്ട്, അവിടെ ഇവിടെ എല്ലായിടത്തും കിട്ടുന്നുണ്ട്. ഫ്രീ ഹെൽത്ത് കെയർ ഇപ്പൊ എല്ലാ സ്ഥലത്തും കിട്ടുന്നില്ല, നമ്മുടെ നാട്ടിലാണെങ്കിലും കിട്ടുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഫ്രീ എന്നൊരു ജസ്റ്റ് ഒരു പേരിലല്ലേ, അതിലൊന്നും കിട്ടുന്നില്ല ആൾക്കാർക്ക് സത്യം പറഞ്ഞാൽ. എനിക്ക് തോന്നുന്നു അതേപോലെ തന്നെ ഇതും ഇവിടെ അത് തന്നെ പുള്ളി ഉദ്ദേശിക്കുന്നത്. അത് കിട്ടിയിട്ട് എന്തായാലും ജസ്റ്റ് നമുക്ക് ഒരു പനി പിടിക്കുകയാണെങ്കിൽ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ നമുക്കൊരു ക്യാൻസർ ആണെങ്കിൽ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല. അവര് പറയുന്നത് 10 വർഷം വെയിറ്റ് ചെയ്യാൻ പറയും. 10 വർഷം കൊണ്ട് നമ്മൾ 2 തവണ ചത്തിട്ട് തിരിച്ച് ലൈഫിലേക്ക് എത്തും. പക്ഷേ എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് അവൾ ന്യൂയോർക്കിൽ തന്നെയാണ്, ഇഫ് ഐ എം നോട്ട് റോങ്. അപ്പോൾ അവർ പറഞ്ഞ ERന് വരെ അവിടെ $6,000 ആണ്. ഒരു എമർജൻസി എങ്ങാനും ആംബുലൻസിനെ വിളിച്ചെങ്ങാനും ERൽ പോകണമെങ്കിൽ $6,000 ഫോർ ദാറ്റ്. ബാക്കിയുള്ളതൊക്കെ കമ്പനീസ് കവർ ചെയ്യും, പക്ഷെ ER സർവീസസ് ഒന്നും കമ്പനീസ് കവർ ചെയ്യില്ല. അപ്പം അങ്ങനത്തെ ഉള്ള സിറ്റുവേഷൻസിൽ ഐ തിങ്ക് ദിസ് ഇസ് എ ഗുഡ്. ഞാൻ ഒരു ന്യൂസ് കണ്ട, അവിടെ ഇൻഹേലറിനൊക്കെ $750-800 US-ൽ $750-800. അപ്പോൾ ഞാനൊരു ന്യൂസ് കണ്ട, അല്ലെങ്കിൽ 2 ആഴ്ച വന്നുണ്ട്, ഒരു പുള്ളിയാണെങ്കിൽ റെൻ്റ് അടയ്ക്കണോ ഇൻഹേലർ മേടിക്കണോ? അപ്പോൾ പുള്ളിക്ക് റെൻ്റ് അടിച്ചില്ലെങ്കിൽ വഴിയാധാരമാവും. പുള്ളി ആ പൈസ കൊണ്ട് റെൻ്റ് അടിച്ചു, ഇൻഹേലർ മേടിച്ചില്ല, തട്ടിപ്പോയി, ആസ്മ അറ്റാക്ക് വന്നു. അങ്ങനെ രാജ്യം അത്. അവിടെ ആണെങ്കിൽ ഒരു ചെറിയൊരു ലോൺ മേടിക്കണമെങ്കിൽ കൊടുക്കണം $1000 ബേസിക് ആയിട്ടുള്ള. അപ്പോൾ അവിടെ ഇപ്പോൾ ഹെൽത്ത് കെയർ ഒന്നും ഇല്ലെങ്കിൽ എനിക്കറിയാം ആൾക്കാരിങ്ങനെ ജീവിക്കുന്നു. ഇപ്പോൾ ഹെൽത്ത് കെയർ ആണെങ്കിൽ ഇൻഷുറൻസ് ഒക്കെ പ്രീമിയം ട്രിപ്പിളും ഒക്കെ ഓൾറെഡി. എനിവേസ് നമുക്ക് ഇച്ചിരി ലൈറ്റ് ആയിട്ടുള്ള ടോപ്പിക്കിലേക്ക് പോകാം. ലൈറ്റ് ആയിട്ട് ടോപ്പിക് ആക്ച്വലി ഗ്രിവേ ടോപ്പിക്, ഇതൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ് സത്യം പറഞ്ഞാൽ. ഈ ഒരു കാലാവസ്ഥയിൽ ഈ ഒരു സമയത്ത് സംസാരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് നമ്മുടെ വെതർ റിലേറ്റഡ് ആയിട്ടുള്ള ഡിപ്രഷൻ. അപ്പോൾ അത് നമ്മളെങ്ങനെ ഡീൽ ചെയ്യുന്നു, നമ്മുടെ ടേക്ക് അവേഴ്സ്, ടിപ്സ് ആൻഡ് ട്രിക്സും സംഭവങ്ങളൊക്കെ ആയിരിക്കും. സോ മേ ബി ഗ്രിവിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും. എനിക്ക് തോന്നുന്നു ഞാൻ ഈ ടോപ്പിക് എടുത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ വിൻ്റർ ഡിപ്രഷൻ. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ആ ടേം അങ്ങനെയായിട്ട്, വിൻ്റർ ഡിപ്രഷനായിട്ട്? ഞാൻ കുറേ ലേറ്റായിട്ടാണ് കേട്ടതെന്ന്. അപ്പോൾ ഐ യൂസ് ടു ഫീൽ ദിസ് ഇസ് ബുൾഷിറ്റ്, ലൈക്ക് ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല റിയലിൽ. പക്ഷേ ദാറ്റ്സ് റിയലി ട്രൂ, ലൈക്ക് ബിക്കോസ് നമ്മുടെ ഇപ്പോൾ കാനഡയിലെ അവസ്ഥ അനുസരിച്ച് നോക്കിയാൽ നമ്മുടെ ഇവിടെ വിറ്റമിൻ ഡിയും കാര്യങ്ങളും നമുക്ക് സ്കേർസിറ്റിയാണ്, നമുക്കത് ഒട്ടും കിട്ടുന്നില്ല. ഹാർഡ്ലി ഡേ ടൈം അവേഴ്സ് ഉള്ളൂ. ആൻഡ് ഇപ്പോൾ ഞാനിപ്പോൾ റീസെൻ്റ്ലി ഒരു റീലിലോ അങ്ങനെ എന്തോ കണ്ടതാണ്. lately I've been feeling happy, and the reason is ഈ വിറ്റമിൻസിൻ്റെ ടാബ്ലറ്റ്സ് D3 and B12. അപ്പോൾ ഐ തിങ്ക് അത് വൺ തിങ് ദാറ്റ് ഐ വോണ്ടഡ് ടു ആസ്ക് എവ്രി വൺ, ലൈക്ക് നിങ്ങളെല്ലാവരോടും, നിങ്ങളതെങ്ങനെയാണ് ടാക്കിൾ ചെയ്യണേ, എങ്ങനെയാണ് നിങ്ങളതിനെ എന്നിട്ട് പറഞ്ഞാൽ ഫേസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ എൻ്റെ പറഞ്ഞാൽ ഓഫ് കോഴ്സ് വിറ്റമിൻസ് എടുക്കൽ എന്ന് പറഞ്ഞാൽ അത് നാട്ടിലായിരുന്നപ്പോഴൊക്കെ നമ്മൾ ഒരിക്കലും എടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല നമുക്ക്. പക്ഷേ ഐ തിങ്ക് അതൊരു സ്റ്റീരിയോ ടൈപ്പ്, അത് ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇൻ കാനഡ. ഫോർ പീപ്പിൾ ഹു ആർ ഇൻ കാനഡ ഇസ് ദാറ്റ് അതൊരു നെസസിറ്റിയാണ്. ഇറ്റ്സ് നോട്ട് സംതിങ് ദാറ്റ് യു ടേക്കിംഗ് ഫോർ ലക്ഷറി. സോ ലെറ്റ്സ് ഇപ്പോൾ കാണുന്ന ആൾക്കാർ ആരും വിചാരിക്കുവാണ്, പക്ഷേ ഈ മരുന്ന് കഴിക്കുന്ന ഇതും സെയിം ആണോ എന്ന് വിചാരിക്കുന്നവരോട് അവരുടെ സ്റ്റീരിയോ ടൈപ്പ് എങ്ങനെ ബ്രേക്ക് ചെയ്യും? അതിൻ്റെ സയൻസ് എന്താ? ഓഫ് കോഴ്സ്. സോ ഐ ടെൽ യു, ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ D3 പറയണമെന്നില്ലേ, നമ്മളിപ്പോൾ നമ്മുടെ സൺലൈറ്റും അതിൻ്റെ കാര്യങ്ങളും നമ്മൾ ഒരിക്കലും അങ്ങനെ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും പോയി ഇപ്പോൾ നമ്മൾ പണ്ടൊക്കെ കാണില്ലേ സിനിമകളിലൊക്കെ വൈറ്റ്സ് പോയി സൺബേത് ചെയ്യും. അപ്പം നമ്മൾ വിചാരിക്കും എന്തിൻ്റെ ആവശ്യം, ടാൻ ആവും, എന്തിൻ്റെ ആവശ്യം. പക്ഷേ വൺസ് യു കം ടു പ്ലേസസ് ലൈക്ക് ദിസ് വെർ ഇറ്റ്സ് സോ റെയർ ടു ഫൈൻഡ് സൺലൈറ്റ് ആൻഡ് ടു ഗെറ്റ് ദാറ്റ് വിറ്റമിൻ ഡി, നമുക്ക് ഓട്ടോമാറ്റിക്കലി ഫട്ടീഗ് ചിലപ്പോൾ ഒക്കെ ഫീൽ ആവും. നമുക്ക് കുറേ സട്ടിൽ ഇതായിരിക്കും, കുറേ സട്ടിൽ എന്നിട്ട് പറയണേ symptoms ആയിരിക്കും in a way which we kind of overlook, thinking of maybe it's just the day or maybe something else. But like something that I even kind of like saw and researched and heard a lot of like health experts also say is that നമുക്കിപ്പോൾ എക്സർസൈസ് ചെയ്യാൻ തോന്നില്ല വിൻറ്റേഴ്സ് ആകുമ്പോൾ, നമുക്ക് ഒട്ടും മൂവ്മെൻറ്റ് ചെയ്യാൻ അത്രയും തോന്നില്ല. വി ലൈക്ക് what it's fine because ഇപ്പോൾ ഞാൻ വർക്ക് ഫ്രം ഹോമാണ് എൻ്റെ ജോലി.
അപ്പോൾ 3 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ സൺസെറ്റ് കാണുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി വിചാരിക്കണം ഓക്കെ ഡേ കഴിഞ്ഞു, ഇനി നമുക്ക് സുഖമായിട്ട് ഇത് ചെയ്യാം, റിലാക്സ് ചെയ്യാം. അപ്പോൾ ഐ തിങ്ക് വൺ തിങ് ദാറ്റ് ഓൾവേസ് ഹാസ് ഹെൽപ്ഡ് മീ ഈസ് മേക്കിംഗ് ഷുവർ ദാറ്റ് യു അറ്റ്ലീസ്റ്റ് ട്രൈ ആൻഡ് വർക്ക് ഔട്ട് ഓർ ഡു സം കൈൻഡ് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി ഡ്യൂറിങ് ദ വിൻറ്റേഴ്സ്. ബിക്കോസ് നമുക്കത് ചെയ്യാൻ ഭയങ്കരമായിട്ട് മടി തോന്നും, പക്ഷേ ഐ തിങ്ക് ദാറ്റ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ദാറ്റ് വിൽ ആക്ച്വലി ഗിവ് യു എ ഗുഡ് ലോഞ്ചിറ്റിവിറ്റി, നോട്ട് ജസ്റ്റ് ഫോർ യുവർ ഫിസിക്കൽ ഹെൽത്ത് ബട്ട് ഓൾസോ ഫോർ യുവർ മെൻറ്റൽ ഹെൽത്ത്. And of course, making sure that you stock up on all these vitamins and essential nutrients that you need for your body. ഏതൊക്കെയുള്ളത്? There's vitamin D. I think D3 and B12 is something that I've seen like very much. But what I do is ഈ extra strength പോലത്തെ all in one ഇതൊക്കെ വരും. അപ്പം അങ്ങനത്തെ ഒരെണ്ണം എടുത്താൽ നമുക്ക് അറ്റ്ലീസ്റ്റ് അറിയാമെങ്കിൽ യു ആർ നോട്ട് മിസ്സിങ് ഔട്ട് ഓൺ സംതിങ്. അപ്പം അങ്ങനെ ഐ വുഡ് ലൈക്ക് ടു അണ്ടർസ്റ്റാൻഡ് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് അങ്ങനെ എപ്പോഴെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഹൗ ഡു യു ടാക്കിൾ ഇറ്റ്? ഓക്കെ, എനിക്ക് സത്യം വിൻ്ററിൽ ഇപ്പം എന്താ പറയുക, ആ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ഹാർഡായിട്ട് തോന്നുള്ളൂ. ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ വിൻ്ററിൽ ഇച്ചിരി ഹാർഡാണ് സമ്മറിലെ അപേക്ഷിച്ച്. അപ്പം ബാക്കി എല്ലാ കാര്യങ്ങളും എനിക്ക് സെയിം പോലെയാണ് തോന്നിയിട്ടുള്ളത്. കാരണം സമ്മറിലാണെങ്കിലും ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നു, ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, വീട്ടിൽ തന്നെ. വിൻ്ററിലാണെങ്കിലും അങ്ങനെ തന്നെ, വ്യത്യാസമൊന്നുമില്ല. പിന്നെ ആ പാട്ട് പറഞ്ഞാൽ കുറച്ച് ഇച്ചിരി ഡ്രൈവ് ചെയ്യുമ്പോൾ ഇച്ചിരി ഹാർഡാണ്, അധികം നേരം പുറത്ത് നിൽക്കാൻ പറ്റത്തില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം പോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്കങ്ങനെ വലിയ വ്യത്യാസം തോന്നിയിട്ടില്ല. പിന്നെ പുറത്തോട്ട് ഇറങ്ങുന്നതിൻ്റെ ഒരു പാട് എല്ലാം വലിച്ച് കയറ്റണം. അത് ജാക്കറ്റ്, സോക്സ്, ഹുഡി എല്ലാം വലിച്ച് കയറ്റണം. അതിൻ്റെ ആ ഒരു പാട്. ബാക്കി വിൻ്ററിന് കുഴപ്പമുണ്ടെന്ന് വെച്ചപ്പം എന്താ വിൻ്ററിന് സീനുണ്ട്. പക്ഷേ ഇപ്പോൾ പുറത്തേക്ക് പോകാൻ ആഗ്രഹം, ഞാനങ്ങനെ ട്രിപ്പൊന്നും പോകാത്ത ഒരാളാണ്. അപ്പം പുറത്തേക്ക് കറങ്ങുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ സമ്മറിൽ അവർക്ക് ഭയങ്കര അടിപൊളിയാണ്. അവർക്ക് സമ്മറിൽ ഒരുപാട് സ്ഥലത്ത് പോകാം, കുറേ കാര്യങ്ങൾ കാണാം. പക്ഷേ വിൻ്ററിലാകുമ്പോൾ ഇച്ചിരി കുറവാണ്. എന്നാലും ഒരുപാട് ആക്ടിവിറ്റീസ് വിൻ്ററിലുള്ള ഒരുപാട് ആക്ടിവിറ്റി, ഇപ്പോൾ സ്കീയിങ് ആണെങ്കിലും സ്നോ ബോർഡ് അതൊക്കെ ആണെങ്കിലും കുറേ ഉണ്ട്, ആക്ടിവിറ്റീസ് കുറേ ഉണ്ട്. അപ്പം ഇറസ്പെക്റ്റീവ് ഓഫ് ദി വെദർ പോയിട്ടുണ്ടോ? എവിടെ കാണാൻ പോയിട്ടുണ്ട്, ചെയ്തിട്ടില്ല. അതും തല്ലി വീഴും. ഓൾമോസ്റ്റ് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ആയിരുന്നു. ഐ കുഡന്റ് സ്റ്റോപ്പ്. എവിടെയാ ചെയ്തത്? ബ്ലൂ മൗണ്ടൻസ്. ഓക്കെ, ഞാനത് കണ്ടിട്ടുണ്ട്. അപ്പൊ അതിലെങ്ങനെയാ ഫസ്റ്റ് ഒരു ബണ്ണി ഹിൽ പോലത്തെ ഒരു കുഞ്ഞു ഹിൽ ഉണ്ടാവും. അതിപ്പോ കമ്പനിയുടെ ഓഫ് സൈഡ് ആയിരുന്നു. അപ്പൊ കുഞ്ഞു ഹില്ല് കുഴപ്പമില്ല, നമ്മൾ ചെയ്ത് റെഡിയായി. വലിയ ഹില്ല് കയറിയപ്പോ എന്തേതാ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാനുള്ള. ആൻഡ് അത് നല്ല സ്പീഡിൽ ഓൾമോസ്റ്റ് 30-40 km/h സ്പീഡിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ വേറെ ഒന്നുമില്ല, സ്നോ അല്ല താഴെ. പിന്നിലേക്ക് എന്നാൽ കടന്ന് ഒരഞ്ഞ് നിന്നു. ഞാനും ഈ വിൻ്റർ ഡിപ്രഷൻ എന്നൊക്കെ കേട്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കിങ്ങനെ മനസ്സിലായിട്ടില്ല. കാരണം നാട്ടിലെന്ന് പറഞ്ഞാൽ സൂര്യനൊക്കെ ആവശ്യത്തിലേറെ ഉണ്ട്. നട്ടുച്ചയ്ക്കൊക്കെ ഞാൻ ഫുട്ബോൾ കളിക്കാൻ പോയിരുന്നു. കാരണം എനിക്ക് സൂര്യൻ്റെ ഒരു പ്രാധാന്യം എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ ഇവിടെ വന്ന് ഈ വിൻ്ററൊക്കെ ആയിക്കഴിഞ്ഞപ്പം സത്യമായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്, സൂര്യനില്ലെങ്കിൽ നമുക്ക് എന്തോ വലിയൊരു നമുക്ക് എനർജി ഉണ്ടാവില്ല. ഭയങ്കര ഡൗൺ ആയിപ്പോൾ നമ്മൾ കുറേ കാലം സൺലൈറ്റ് കിട്ടാതിരുന്ന. പിന്നെ നൈറ്റ് ഷിഫ്റ്റൊക്കെ ഉള്ളവരാണെങ്കിൽ രാത്രി പോകുന്നു, രാവിലെ വരുന്നു, പിന്നെ രാവിലെ മൊത്തം ഉറക്കമായിരിക്കും. സൺലൈറ്റും കിട്ടുന്നില്ല, സൂര്യനെ കാണുന്നില്ല, ഒന്നുമില്ല. അത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഷോക്കായിട്ടുള്ളൊരു അനുഭവമാണ് എനിക്കും തോന്നിയിട്ടുണ്ട് പലപ്പോഴും. പിന്നെ ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ ആക്റ്റീവായിട്ടിരിക്കുക, ഫ്രണ്ട്സുമായിട്ടൊക്കെ എവിടെയെങ്കിലും പോകാൻ പറ്റുമെങ്കിൽ പോവുക. പിന്നെ ഊബർ ഈറ്റ്സ് ഉള്ളതുകൊണ്ട് ജീവിച്ചു പോകുന്നു. ഇല്ലെങ്കിൽ പട്ടിണി ഷൈനോടെ ഒരു പാക്കേജ് വരും ഊബർ ഈറ്റ്സിന് എപ്പോഴെങ്കിലും, സാറ്റർഡേ സൺഡേ എസ്പെഷ്യലി. ചൂടായിട്ടൊരു കോഫി സംഭവങ്ങൾ, ചൂടായിട്ട് എന്തെങ്കിലും കുടിച്ചില്ലെങ്കിൽ നമ്മൾ ഇല്ലാണ്ടായി പോകും, ഡിപ്രഷനിലായി പോകും. സത്യമാണ്. നൈറ്റ് ഷിഫ്റ്റ് പറഞ്ഞത് ശരിയാണ് കേട്ടോ, ഞാനും ഇടയ്ക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ സ്കിൻ ഹെൽത്തും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഒരുമാതിരി ഒരു ഡിഫറെന്റ് ഇതാണ്. ഇവൻ ആൾക്കാർ ഞാൻ എവിടെ കേട്ടത്, ഐ മീൻ ക്യാൻസർ സംഭവങ്ങൾക്ക് നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ക്യാൻസറിനോജനിക് ആണെന്ന് എന്തൊക്കെ എനിക്കറിയത്തില്ല, എൻ്റെ സയൻസ് ഒക്കെ എന്താണെന്ന് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എവിടെ കേട്ടത് അല്ല, നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് ഒന്ന് മാറാനല്ലേ ഫുള്ളി എന്ന് പറഞ്ഞാൽ. നമ്മൾ രാത്രി എനിക്കണു, കാലത്ത് ഉറങ്ങണു. അപ്പോൾ എനിക്ക് എൻ്റെ ഓർമ്മയുണ്ട്, എൻ്റെ ഒരു എക്സ് മാനേജർ പുള്ളിക്ക് ചെയ്യുന്നിട്ട് ലിവർ ഫെയിലിയറോ അങ്ങനെ എന്തോ വന്ന്, പ്ലസ് കനേഡിയൻ ഹെൽത്ത് കെയർ ട്രാൻസ്പ്ലാന്റ് വരണേക്കാളും മുമ്പ് ആള് സെറ്റായി. അത്ര കുഴപ്പമുണ്ടെന്ന് തോന്നില്ല. ഞാനൊക്കെ കുറെ കാലം നൈറ്റ് ഷിഫ്റ്റ് എത്ര കാലമായിട്ട് നമ്മുടെ ബും ബും എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിയിലെ ഒരു ഇൻഫ്ലുവൻസർ ബൂംബാങ് അത് തന്നെ മീറ്റൊക്കെ ചെയ്യുന്നത്, മൊട്ടതല്ല കണ്ടിട്ടുണ്ടോ ഇവിടെ കാണുമ്പോൾ. അപ്പോൾ പുള്ളി കഴിഞ്ഞ ദിവസം ഒരു പോഡ്കാസ്റ്റിൽ എന്തോ പുള്ളി ഇത് പറഞ്ഞാന്ന് എനിക്ക് തോന്നുന്നു. പുള്ളിയോട് ആരോ ചോദിച്ചു എന്താ
മീറ്റ് കഴിക്കുമ്പോഴത്തേനും മീറ്റ് ഗ്രില്ല് ചെയ്ത് കഴിക്കുമ്പോഴത്തേനും അതിന് കാർസിനോജനിക് അല്ലേന്ന്. പുള്ളിയുടെ കൗണ്ടർ ആർഗ്യുമെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കാട്ടും കൂടുതൽ പ്രോബബിലിറ്റി കൂടുതലാണ് നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നവർക്ക് ഇത് വരാനായിട്ട്. എനിക്ക് തോന്നുന്നു സയൻസ് ബാക്ക്ഡ് അപ്പോൾ പുള്ളിയിൽ പറയത്തില്ല അവിടെ ഇരുന്നിട്ട്. അത് തിരിച്ചല്ല പറഞ്ഞത്, കാരണം സൺലൈറ്റ് കിട്ടുമ്പോഴാണ് കൂടുതൽ ക്യാൻസർ കിട്ടാൻ, സ്കിൻ ക്യാൻസർ പുള്ളി കിട്ടാൻ. പറയുന്നത് നമ്മുടെ റിതം സൈക്കിൾ അതല്ലാത്തതുകൊണ്ട്, പിന്നെ സാറ്റർഡേ സൺഡേ വീണ്ടും സൈക്കിൾ മറ്റേലേക്ക് പോകത്തില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു സ്ലീപ്പും സംഭവം കറക്റ്റ് ആവാത്തതുകൊണ്ട് അതിൻ്റെ പ്രോബബിലിറ്റി കൂടുതലാണ് മറ്റേ രീതിയിൽ മീറ്റ്. പക്ഷെ എല്ലാവർക്കും ഉണ്ടാവില്ല, ചിലർക്കൊക്കെ കാണുള്ളൂ. കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന കാലത്ത് വർഷങ്ങളായിട്ട് നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നവരുണ്ട്. അതായത് ഇവിടെ അടുത്ത കമ്പനി വർക്ക് ചെയ്യുന്ന കാലത്ത്, പേര് ഞാൻ പറയുന്നില്ല, കാലത്ത് ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നവരുണ്ട്. അവർക്കാർക്കും അവർ ഭയങ്കര യൂസ്ഡ് ആയതുപോലെ അവർക്കിപ്പോൾ പകലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉറക്കം വരുന്നത്, രാത്രി എന്ന് പറഞ്ഞാൽ ഉറക്കം വരത്തില്ല അവർക്ക്. പിന്നെ എനിക്ക് തോന്നുന്നു അതിൽ അതുകൊണ്ട് പേഴ്സൺ ടു പേഴ്സണും ഡിഫർ ചെയ്യായിരിക്കും. ഇപ്പം ചിലർ എന്ന് പറഞ്ഞാൽ അൾട്രാ ഫിറ്റ് ആൻഡ് അൾട്രാ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു ഡിഫറൻസും തോന്നില്ലായിരിക്കും. ചിലപ്പോൾ സംബഡി യൂസ് നോട്ട് ദാറ്റ് ആക്റ്റീവ്, കുറേ കൂടി സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ആണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ചുരുടിയും കൂടുതലായിരിക്കും. പക്ഷേ വൈറ്റമിൻ ഡി എല്ലാവർക്കും ആവശ്യമുള്ളതല്ലേ? ആ ശരിയാ, നീ പറഞ്ഞോളൂ. ഉണ്ടല്ലോ അല്ലേ. റൈറ്റ്, ബട്ട് ദാറ്റ് മേക്സ് സെൻസ്. സംഗീതം ടേക്കുന്നതിൽ എനിക്കൊരു സംഭവം പറയുന്നത് വെച്ചാൽ പുള്ളി ഇങ്ങനെ റെഡ് മീറ്റും കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പം മെയിൻ സംഭവം എന്ന് വെച്ചാൽ ആൾക്കാർക്കൊരു ഇതുണ്ട്, വ്യൂ ഉണ്ട്, റെഡ് മീറ്റ് കൊള്ളത്തില്ല, അത് ക്യാൻസർ കോസിങ് ആണെന്ന്. പക്ഷെ അത് ഇച്ചിരി കോൺട്രവേഴ്ഷ്യലാണ്. ആൾക്കാർ ഈ പറഞ്ഞ സംഭവം ആൽക്കോളും എല്ലാ സംഭവം കൺസ്യൂം ചെയ്തിട്ട് റെഡ് മീറ്റിനെ മാത്രം ഇത് ചെയ്യും, പോയിന്റ് ഔട്ട് ചെയ്യും റെഡ് മീറ്റ് ക്യാൻസർ കോസിങ് ആണെന്ന്. പക്ഷേ അതുമാണ് ഇപ്പോൾ നമ്മൾ ആൽക്കോൾ ആണോ എന്ന് ചോദിച്ചാൽ അതെ, ഡയറ്റ് കോക്ക് ആണോ എന്ന് ചോദിച്ചാൽ അതെ, എല്ലാ പറഞ്ഞ സംഭവങ്ങളും ക്യാൻസർ കോസിങ് ആണ്. അപ്പോൾ നമ്മൾ ഈ റെഡ് മീറ്റിനെ മാത്രം എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഇപ്പോൾ ഈ പറഞ്ഞ ഡയറ്റ് കോക്ക് ആണെങ്കിലും ക്യാൻസർ കോസിങ് ആണ്. പക്ഷേ അതിനൊരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റിൽ നമ്മൾ ഒരിക്കലും എത്തത്തില്ല. നമ്മൾ എന്തോ റെഡ് മീറ്റ് കഴിച്ചാലും എനിക്കറിയത്തില്ല നമ്മൾ ആ ഒരു പോയിന്റിൽ എത്തുമെന്ന്. പക്ഷെ അത് വേറെ ടോപ്പിക്ക്. എനിക്ക് തോന്നിയത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഡിപ്രഷൻ സംഭവം ഭയങ്കര ട്രൂ ആണ്. ഞാൻ വന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഒരു ഡിപ്രഷൻ അടിച്ചൊരു ഇയറാണ്. മെയിൻ സംഭവം എന്ന് വെച്ചാൽ തണുപ്പാകുമ്പോൾ നമ്മൾ ഈ 8 മണിക്കൂറത്തെ പണി കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനൊരു മോട്ടിവേഷൻ ഇല്ല. കാരണം ഇത്രയും തണുപ്പാണ്. ഈ തണുപ്പത്ത് നമ്മൾ ജാക്കറ്റ് ഇടണം, 2 ലെയർ ഇടണം, കാര്യങ്ങൾ ഇടണം പുറത്തിറങ്ങണമെങ്കിൽ. നമ്മുടെ ഫ്രണ്ട്സിനാണേലും ആ ഒരു ഡീമോട്ടിവേഷൻ ആയിരിക്കും. അപ്പം നമുക്ക് ഫ്രണ്ട് സർക്കിളില്ല, ഒന്നുമില്ല. ജസ്റ്റ് തണുപ്പത്ത് നമ്മൾ റീൽസ് അല്ലെങ്കിൽ ഫോൺസ് യൂസ് ചെയ്യുന്നു, സോഷ്യൽ മീഡിയ കാണുന്നു. സോഷ്യൽ മീഡിയ നോക്കുമ്പോഴാണെങ്കിൽ ഈ നാട്ടിലെല്ലാവരും ചില്ല് ചെയ്യുന്നു, അവർ പുറത്തു കൂടെ ഇറങ്ങുന്നു. പക്ഷെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, നമുക്കൊരു സർക്കിളില്ല. അത് ഭയങ്കര ഡിപ്രസിങ് ആയിട്ടുള്ളൊരു സംഭവമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ആ ഒരു വർഷം എനിക്ക് വണ്ടി ഒന്നും ഇല്ലാണ്ട് ഞാൻ ജസ്റ്റ് വീട്ടിലിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര ഡിപ്രസിങ് ആയിരുന്നു. കാരണം ഞാൻ നോക്കുമ്പോൾ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ ഒരു വഴിയില്ല. പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ 3 ലെയർ ഇടണം, അതിൻ്റെ മുകളിൽ ജാക്കറ്റ് ഇടണം, ഇത്രയും സംഭവം ഇട്ട് പുറത്തിറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് നമുക്ക് ഫ്രണ്ട്സ് ഇല്ല, കാര്യങ്ങളില്ലാത്തപ്പോൾ അത് ഭയങ്കര ഒരു ഡിപ്രസിങ് ആയിട്ട് എനിക്ക് തോന്നി. പക്ഷെ അതിലും കുറേ സംഭവങ്ങളുണ്ട്. നമുക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തിറങ്ങാം, ആൾക്കാരായിട്ട് സ്റ്റിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഈ തണുപ്പത്തും. പക്ഷേ നമ്മുടെ ഫ്രണ്ട്സ് ഇന്ത്യയിലുള്ള ആൾക്കാരൊക്കെ കാണുമ്പോൾ കുറച്ച് ഡിപ്രസിങ് ആയിട്ട് തോന്നും, നമുക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല, തണുപ്പ്. പക്ഷേ വിറ്റമിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമുക്കതിൽ 2-3 ഓപ്ഷൻസ് ഉണ്ട്. എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല ഫിസിക്കലി ഭയങ്കര ഷോക്കായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് മെൻ്റലി ആണ് കുറച്ചുകൂടി അത് അഫക്റ്റ് ചെയ്തിട്ടുള്ളത്. മെൻ്റലി ആൾക്കാരായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. ആ സംഭവം എനിക്ക് തോന്നിയത്. ഇപ്പം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വിറ്റമിൻ ഡിയുടെ ടാബ്ലറ്റ് എടുത്തു എന്ന് വെച്ചാൽ ഒരു പ്രശ്നമില്ല. അല്ലെങ്കിലും വിറ്റമിൻ ഡിക്ക് ഫ്രൂട്ട്സ് വെജിറ്റബിൾസിലൊക്കെ കിട്ടില്ലേ? കിട്ടും, പക്ഷെ അതില്ലെങ്കിലും സ്മോൾ എമൗണ്ട്സ് കിട്ടും. പക്ഷെ സ്റ്റിൽ നമുക്കൊരു ടാബ്ലറ്റ് എടുക്കണമെന്ന് വെച്ചാൽ അത്രയും വലിയൊരു ഡീലല്ല, എല്ലാവർക്കും എടുക്കാമെന്നുള്ളൂ. ആൾക്കാർ എടുക്കുന്നുണ്ട്. ഞാൻ ഇന്ത്യയെ വെച്ചാണേലും എനിക്കറിയത്തില്ല, ഇന്ത്യയിൽ ഇത്രയും ചൂടായിട്ട് നമ്മുടെ നാട്ടിലെ കേരളത്തിൽ വെച്ച് ബോഡി ബിൽഡേഴ്സ് എടുക്കുന്നുണ്ട്. ബോഡി ബിൽഡേഴ്സ് അല്ല, കുറെ പേര് എടുക്കുന്നുണ്ട്. അതും പറയൂല എന്തോന്നിട്ടാ കാലത്തെ 10 o'clock 8 o'clock വരെയുള്ള സൺലൈറ്റിൽ മാത്രം ഡി കിട്ടുള്ളൂ ഏറ്റവും കൂടുതൽ. അങ്ങനെയും എന്തൊക്കെ ഒരു ടോപ്പിക് സ്റ്റിൽ ആൾക്കാർ എടുക്കുന്നുണ്ട്. നമ്മുടെ ആലിച്ചൊക്കെ ഇവിടെ ഏറ്റുണ്ട്. നമ്മുടെ പാലിൽ എന്തോ ഞാൻ ഈ ഇടയ്ക്ക് കേട്ട് ആഡ് ചെയ്യുന്നുണ്ടെന്ന് കേട്ടു. ആഡ് ചെയ്യുന്നുണ്ടെന്ന് കേട്ട്. അതൊരു നല്ലൊരു കാര്യം. അതൊരു പുതിയൊരു ഇവിടെ വിന്ററിൽ സൂര്യൻ വരുമ്പോ തന്നെ 7 ആവും പോകുമ്പോഴത്തേക്കും. നാട്ടിലാണെങ്കിലും ആൾക്കാർ എനിക്ക് തോന്നുന്നു ടാബ്ലറ്റ്സ് ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കാണേലും ഇച്ചിരി ഒരു സ്മാർട്ട് ആവുകയാണെങ്കിൽ അത്രയും വലിയൊരു സംഭവം അല്ല. പക്ഷെ ആ വണ്ടിയൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ഡിപ്രസിങ് ആണോ എന്ന് ചോദിച്ചാൽ ഭയങ്കര ഡിപ്രസിങ് ആണ്. നമുക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല, ഈ തണുപ്പത്ത് ഭയങ്കര ഷോക്കാണ്. ഞാൻ പേഴ്സണലി ഫീൽ ചെയ്തതാണ്. എനിക്ക് പറയാനാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എനിക്ക് മോർ ദാൻ വിൻ്റർ ഡിപ്രഷൻ എനിക്ക് വീക്കെൻഡ് ഡിപ്രഷനാണ്. എനിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വീക്കെൻഡ്സിൽ
എന്നെ പോലത്തെ ആൾക്കാർ, എനിക്ക് ട്രാവൽ ചെയ്യുന്ന ഇഷ്ടമല്ല, എനിക്ക് പുതിയ സ്ഥലങ്ങളിൽ പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് മൂവീസ് കാണുന്നത് ഇഷ്ടമല്ല. കാര്യം കുറച്ച് നേരം കാണുമ്പോഴത്തേനും എനിക്ക് ഇച്ചിരി കുറേ നേരം കണ്ടിരിക്കാൻ പറ്റത്തില്ല. അണ്ടർലോണസ് മൂവി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, ഞാൻ കുറേ കേട്ടിരിക്കുന്നതാണെങ്കിൽ. അപ്പോൾ എനിക്ക് ഫ്രണ്ട്സും സംഭവം, ഇപ്പോൾ ഞങ്ങൾ 5 വർഷമായിട്ട് ഞങ്ങൾ ഫ്രണ്ട്സും സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അവർ എല്ലാ വീക്കിലും എല്ലാം ചെയ്യും, ഞാനും എൻജോയ് ചെയ്യും, ഞാനും പോകും. പക്ഷേ എനിക്ക് എപ്പോഴും ട്രാവൽ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമില്ല. ചില ആൾക്കാരുണ്ട് ആക്ച്വലി ട്രാവൽ ഭയങ്കര എൻജോയ് ചെയ്യും, ഞാൻ അങ്ങനത്തെ ആളല്ല. അപ്പോൾ എനിക്ക് സമ്മർ ആണെങ്കിലും വിൻ്റർ ആണെങ്കിലും എനിക്ക് വീക്കെൻഡ്സിൽ ചെയ്യാൻ കാരണങ്ങളില്ലെങ്കിൽ കാര്യങ്ങളില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഡിപ്രസിങ്. അപ്പോൾ ഞാൻ നേരത്തെ ഇപ്പോൾ ഞാൻ പിന്നെ എൻ്റെ ഒരു ട്രിക്ക് എന്ന് വെച്ചാൽ ഞാൻ വീക്കെൻഡ്സിൽ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെക്കും ഇങ്ങനെ എൻ്റെ സംഭവം ചെയ്യാനുണ്ടെങ്കിൽ. അപ്പോൾ സാധനങ്ങളുണ്ടെങ്കിൽ വീക്കെൻഡ്സ് പിന്നെ ഓക്കെ ഇത് ചെയ്ത് പോകും. ഇല്ലെങ്കിൽ വീക്കെൻഡ്സിൽ കുറച്ചൊരു ഗ്യാപ്പ് വരുന്നു, ഒരു 2 മണിക്കൂറിൻ്റെ ഗ്യാപ്പ് ഒന്നും ചെയ്യാനില്ലെങ്കിൽ മൈൻഡ് വർക്ക് ചെയ്യുന്ന സംഭവങ്ങളൊന്നും ചെയ്യാനില്ല, ഒരു മിഷനും സംഭവം ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഡിപ്രസിങ്. അത് വേറെ ലെവലിൽ പോവും നമ്മൾ വിൻ്ററായി കഴിയുമ്പോഴത്തേനും പിന്നെ തണുപ്പാണ്, പുറത്തു പോലും പോകാൻ പറ്റില്ല, നടക്കാൻ പോലും പോകാൻ പറ്റത്തില്ല. താങ്ക്ഫുള്ളി ഇപ്പോൾ എൻഗേജ്ഡ് ആണ്, ഇപ്പോൾ സംഭവങ്ങൾ ചെയ്യാനുണ്ട്, ഇപ്പോൾ കുഴപ്പമില്ല. ആൻഡ് എനിക്ക് ഞാൻ ഈ D3 ഒക്കെ സംഭവം എൻ്റെ ട്രെയിനർ സംഭവം പറയായിരുന്നു എടുക്കണമെന്ന്. പക്ഷേ എനിക്ക് മടിയായതുകൊണ്ട് ഞാൻ ഒരു പോയിന്റ് കഴിയുമ്പോൾ നിർത്തി. എനിക്കൊന്ന് പുള്ളി 6000 mg ഒക്കെ എടുക്കണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ചെയ്യാറില്ല. പക്ഷേ എൻ്റെ ഒരു ടിപ്പ് ഉണ്ടെങ്കിൽ മാക്സിമം ലെയർ ചെയ്ത് ചൂടായി നടക്കുക. ഞാൻ വീട്ടിൽ കൂടെ നടക്കും, ഇന്ന് ഞാൻ 2 ലെയർ ഇട്ടിട്ടുണ്ട്. എനിക്ക് തണുപ്പ് ഒട്ടും എടുക്കാൻ പറ്റത്തില്ല. ഞാൻ വന്ന ഇടയ്ക്ക് 2018 വന്ന് ഡിസംബറിൽ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് ഋഷി. എനിക്ക് സ്നോ കാണാൻ ഭയങ്കര എക്സൈറ്റഡാണ്. ഋഷി ഇവന്മാർക്കൊക്കെ അറിയാം, ഋഷി ഒരു ഇച്ചിരി ഒരു എക്സ്പ്രഷൻസ് ഭയങ്കര കുറഞ്ഞിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ പുള്ളി ഞാൻ അന്ന് രാത്രി ഞങ്ങൾ വന്നു. രാത്രി ഞങ്ങളൊരു പുതിയൊരു ഞങ്ങൾക്കൊന്നും അറിയില്ലാത്തൊരു വീട്ടിൽ കുറച്ച് പേരുണ്ട്, അവരുടെ അപ്പം അന്ന് രാത്രി ഉറങ്ങി. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് സ്നോ കാണാനായിട്ട്, കാര്യം രാവിലെ സ്നോയും വരാമെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് 4 മണിക്ക് ഋഷിയോട് ചോദിച്ചു, ഋഷി നമുക്ക് പോയി സ്നോ കാണാമെന്ന് പറഞ്ഞു. ഋഷി ഓക്കെ പോവാം. ഓക്കെ അപ്പോൾ ഞാൻ പുള്ളിയുടെ പോയി ഞാൻ ചാടി കളിച്ച് സ്നോ ഒക്കെ എടുക്കുന്ന ഋഷി ഭയങ്കര കൂളൊക്കെ ആയിട്ട് നടക്കുന്നത്. ഞാനത് പിന്നെ എന്ത് ബോറിനാന്ന് ഓർത്ത് ഞാൻ സ്നോ ഒക്കെ എടുത്ത് എറിയുന്ന ഡാൻസ് കളിക്കുന്ന സംഭവങ്ങൾ. കാരണം അന്ന് എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു സ്നോ സംഭവം കാണാനായിട്ട്. അവൻ ചിന്തിക്കുന്നത് നീ എന്തൊരു വട്ടനാണെന്നായിരിക്കും. പക്ഷെ ഇന്ന് ഋഷിയുടെ സൈക്കോ ഋഷി അതുപോലെ. പക്ഷെ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഒരു വർഷം കഴിഞ്ഞ് പിന്നെ ഞാൻ സ്നോയിൽ പുറത്ത് പോയിട്ടില്ല. എനിക്ക് ഇഷ്ടമല്ല, കാര്യം എനിക്ക് അത്രയും തണുപ്പ് എൻ്റെ ബോഡിക്ക് പിടിക്കാൻ പറ്റത്തില്ല. പക്ഷേ സോ എനിക്ക് ഒരു ടിപ്പ് ഉണ്ടെങ്കിൽ മാക്സിമം ലെയർ ചെയ്ത് ചൂടായി നടക്കുമ്പോഴത്തേന് തന്നെ മാക്സിമം ഇച്ചിരി സമ്മറാണെന്ന് എൻ്റെ ബോഡിക്ക് തോന്നി കഴിഞ്ഞാൽ എൻ്റെ ബോഡിക്ക് ഓക്കെ. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ടിപ്പ് അത് മാത്രമേ ഉള്ളൂ. ഞാൻ വേറെ വിറ്റമിൻ സംഭവമൊന്നും എടുക്കാറില്ല. പക്ഷേ ഇതൊരു നല്ല ടോപ്പിക്കാണ്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സംസാരിക്കുന്ന ടോപ്പിക്കും. കാര്യം ഈ ഒരു സംഭവം ഉണ്ട്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൾക്കാർ ആക്ച്വലി ഭയങ്കര ലോൺലി ഫീൽ ചെയ്യാറുണ്ട്, എക്സ്പെഷ്യലി ആ ഒരു സമയത്ത് പുറത്ത് ആൾക്കാരെ കാണാൻ പറ്റത്തില്ല, ഇത് സംഭവമില്ല. സോ അടിപൊളി ടോപ്പിക്കാണ്. സോ ദാറ്റ് ബീങ് സെഡ്, നമുക്ക് നെക്സ്റ്റ് ഒരു ടോപ്പിക്കിൽ പോകും. നെക്സ്റ്റ് ഒരു സ്പിരിച്വൽ ടോപ്പിക്കാണ്. സോ ഇത് ഡെഡിക്കേറ്റഡ് ടു എൻ്റെ മോം അല്ലെങ്കിൽ അമ്മ. ഇസ് ദർ എനി പോയിന്റ് ടു പ്രേയേഴ്സ്? പ്രാർത്ഥനയ്ക്ക് എന്തെങ്കിലുമൊക്കെ പോയിന്റ് ഉണ്ടോ? അതിൽ നമ്മുടെ പെർസ്പെക്റ്റീവ് എന്താ, നമ്മുടെ ഫെയ്ത്ത് സംഭവം അങ്ങനെ ഇവോൾവ് ആയത്? അതിൽ നമുക്ക് മേ ബി ഷൈൻ ഒന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ, മേ ബി വിൽ ഗ്രോ ടു ഗ്രീവ് ലേറ്റർ. പ്രാർത്ഥനയിൽ പോയിന്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓരോ പേഴ്സൺ ടു പേഴ്സൺ ഡിപ്പെൻഡ് ചെയ്യുമെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ചിലവർക്കൊക്കെ ആണെങ്കിൽ പ്രാർത്ഥനയിൽ നിന്ന് ഭയങ്കര അത്ഭുതങ്ങളൊക്കെ കിട്ടിയവരുണ്ട്, എനിക്കറിയാം. എനിക്കാണേലും ഞാൻ മനസ്സ് വെച്ച് പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, ശരിക്കും കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിപ്പം പ്രാർത്ഥന നല്ലതാണ്. കാരണം ഒരു ഇത് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ വിഷമങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കാൻ ഒരാളുണ്ടെന്നുള്ളൊരു ഇതുള്ളത് വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ പ്രാർത്ഥന മാത്രം അങ്ങ് ഡിപ്പെൻഡ് ചെയ്യരുത്. ഞാൻ പ്രാർത്ഥിച്ചിട്ട് അങ്ങോട്ട് മാറിയിരുന്നു കഴിഞ്ഞാൽ അത് നടക്കും എന്നൊന്നും വിചാരിച്ചിരിക്കരുത്. നമ്മൾ പ്രാർത്ഥിക്കണം, അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയും വേണം. അപ്പോൾ പ്രാർത്ഥന നല്ലതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ പിന്നെ പോയിക്കോട്ടെ, വേറെ ആരെങ്കിലും പോകാൻ പറ്റുമോ? ഈ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്ന കുറച്ചാളായിട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയാം, ഏറ്റവും റിലീജിയസ് ആയിട്ടുള്ള ഒരു പുള്ളി, റിലീജിയസ് അല്ല ബിലീവർ, 4 പേരിലുള്ള ബെൻസ് ബൈ ആണ്. ബിലീവർ ഇല്ലെങ്കിൽ റിലീജിയസ് ഇല്ലെങ്കിൽ വേറെ കുറച്ച് വേർഡ്സ് ഉണ്ടെങ്കിൽ സോ ബെൻസ് ബൈ ടേക്ക്. ഓക്കെ, ടേക്ക് പറയാൻ നിങ്ങൾക്കൊക്കെ മനസ്സിലേക്ക് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താ? അതെന്താ ആദ്യം പറയട്ടെ. ചോദ്യങ്ങൾക്ക് പറയാനുള്ളത് പറ. നിങ്ങൾക്ക് മനസ്സിൽ പ്രാർത്ഥന, ഇപ്പം പറയാനുള്ളത് പറഞ്ഞു. ഓക്കെ, നിങ്ങൾ പറ. പ്രാർത്ഥന എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് നമുക്കുള്ള ലൈഫിലെ ആവശ്യങ്ങൾ, നമ്മുടെ ഡ്രീംസൊക്കെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ ചിലർ പറയണമെന്ന് വെച്ചാൽ നമ്മളത് എക്സ്പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ നമ്മളത് മാനിഫെസ്റ്റ് ചെയ്താലേ അത് കിട്ടുമെന്ന് പറയുന്ന ഒരു ആൾക്കാരും ഉണ്ട്. എനിക്ക് തോന്നുന്നു പ്രേയർ എന്ന് വെച്ചാൽ നമുക്ക് എന്തൊക്കെ ലൈഫിൽ ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അത് ദൈവത്തിൻ്റെ അടുത്ത് ചോദിക്കുക. നമുക്ക് ഇതൊക്കെ ആവശ്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു. നിനക്കോ? എനിക്ക് പ്രാർത്ഥന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല. എനിക്ക് പ്രാർത്ഥന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഹോപ്പാണ്. ഞാൻ രാവിലെ എഴുന്നേറ്റ്, ഇപ്പം എനിക്ക് സാധാരണ ഞാൻ എഴുന്നേക്കുന്ന ദിവസങ്ങൾ എനിക്ക് അത്രയും പ്രഷർ ഉണ്ടാവില്ല. ചില ദിവസങ്ങൾ എനിക്കൊന്നും ഉറക്കം ശരിയാവാത്തതുകൊണ്ട് 2-3 ദിവസങ്ങൾ എസ്പെഷ്യലി ഈ വീക്ക് എങ്ങനെയാണെന്ന് അറിയാം. സോ ഞാൻ ബുധനാഴ്ച എനിക്ക് ഉറക്കം ശരിയായില്ല, 3-4 മണിക്കൂർ ഉറങ്ങി. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഭയങ്കര മെൻ്റലി ഒരു സ്ട്രഗിൾ ആയിരുന്നു. അപ്പോൾ ഞാനും ഇവനും ജിമ്മിൽ പോയി കഴിഞ്ഞിട്ട് എനിക്ക്
എനിക്കറിയാം ഈ സാധനം കിടപ്പുണ്ട്, ഈ സാധനം കിടപ്പുണ്ട്, ഈ സാധനം കിടപ്പുണ്ട്, ഈ സാധനം കിടപ്പുണ്ട്, അതുകൊണ്ട് ഈ സാധനം കിടപ്പുണ്ട്. അപ്പോൾ ഇതിലേതാദ്യം ചെയ്യണം, ഏത് ചെയ്യണം, ഇപ്പോൾ ജിമ്മിലാണ് ഇത് വേണ്ടി, ഇത് അങ്ങനെ കുറേ സംഭവങ്ങൾ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര പ്രഷർ, തല പൊട്ടിത്തെറിക്കും. അപ്പോൾ എനിക്കറിയാൻ പറ്റും, എനിക്കറിയാം മാനേജ് ചെയ്യാൻ പറ്റും ഇത്, പക്ഷേ എനിക്ക് അത്രയും ക്ലാരിറ്റി വർക്ക് ചെയ്യുന്നില്ല. ആൻഡ് അവസാനം ഞാൻ ആദ്യം തന്നെ എന്നോട് തന്നെ പറഞ്ഞു, ഓക്കെ ഇതാണ് പ്ലാൻ, ഇതാണ് സംഭവം. അത് ഞാൻ ലോജിക്കലി എക്സിക്യൂട്ട് ചെയ്തു. ബട്ട് ദെൻ ശാന്തി വന്നില്ല. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലൂടെ പെട്ടെന്ന് പോയൊരു സംഭവം, എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യും, ബാക്കി നോക്കിക്കോണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക്, അത് ഞാൻ ഭയങ്കര റിലീജിയസ് ഒന്നുമല്ല പറയുന്നത്, ഒട്ടുമല്ല. പക്ഷേ ഞാൻ ആ ഒരു സംഭവം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ആശ്വാസം വന്നു. അത് കഴിഞ്ഞിട്ട് ഓക്കെ ആയിരുന്നു. സോ മേ ബി എനിക്ക് തോന്നുന്നത് നമ്മൾ ചെയ്യുന്ന സംഭവം നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിനൊരു മോറൽ കോമ്പസ് ഉണ്ട്. അതിൻ്റെ അത് എപ്പോഴും കറക്റ്റ് നമ്മൾ കറക്റ്റ് സംഭവങ്ങൾ ചെയ്താൽ, ലെറ്റ്സ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ എല്ലാവരുടെ ഫ്രണ്ട് ഇരിക്കുമ്പോൾ നമ്മൾ നല്ല കാര്യങ്ങൾ പറയും. ബട്ട് ദെൻ നമ്മൾ തന്നെ ഇരിക്കുമ്പോഴത്തേനും നല്ല കാര്യം ചെയ്യാൻ എന്താ ഇൻസെൻറ്റീവ്? ആൻഡ് എന്നെപ്പോലത്തെ ആൾക്കാർക്ക് എസ്പെഷ്യലി എനിക്ക് ഇൻസെൻറ്റീവ് വേണം എന്തെങ്കിലും ചെയ്യാനായിട്ട്, എന്തെങ്കിലും കാരണങ്ങൾ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഒരു സമയങ്ങളിൽ നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ ദർ ഈസ് എ ഒരു മോറൽ ശക്തി അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ ശക്തി ഉണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ഗോൺ മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഇൻ എ ഗുഡ് പ്ലേസ്. അങ്ങനെ ഇതുണ്ടെങ്കിൽ ദാറ്റ് മേക്ക് സെൻസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നല്ലത് ചെയ്യാം. കാര്യം ഈവൻ ലെറ്റ്സ് നമ്മുടെ ക്രിസ്ത്യാനിറ്റിയിൽ ഹെവൻ, അതിൻ്റെ കോൺസെപ്റ്റ് എനിക്ക് ഇഷ്ടമാണ്. കാര്യം വിച്ച് മീൻസ് ആരും കാണാത്തപ്പോഴും ഇല്ലെങ്കിൽ ലെറ്റ്സ് ലോകമൊന്നും അറിഞ്ഞില്ല, പക്ഷേ നീ ക്ലോസ് ഡോറിൽ നീ ഒരു പാപി അല്ലെങ്കിൽ ഹോപ്പ്ഫുള്ളി നമ്മൾ ഒരു നല്ലൊരു പ്ലേസിൽ എത്തിച്ചേരും. പക്ഷേ നമ്മൾ ആരും അറിഞ്ഞില്ല, പക്ഷേ നമ്മുടെ ഉള്ളിൽ നമ്മൾ കുറേ വൃത്തികളിലൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വേറൊരു പ്ലേസിൽ നമ്മൾ എത്തിച്ചേരുന്നുള്ള ആ ഒരു സംഭവം ആരും കണ്ടില്ല, ഉള്ളിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് ഗോൺ മേക്ക് ഷുവർ നമ്മൾ ആരും കണ്ടില്ല നല്ല കാര്യങ്ങൾ ചെയ്യും. സോ അതൊരു നല്ല ഐഡിയ ആണ്, എനിക്കിഷ്ടമാണ്. ആൻഡ് പിന്നെ അതുപോലെ തന്നെ അൾട്ടിമേറ്റ്ലി ഒരു കോട്ടുണ്ടല്ലോ, കോട്ട് ഞാൻ മറന്നുപോയി. ബട്ട് ബേസിക്കലി നമ്മുടെ ആക്ട് ലൈക്ക് എവറിത്തിങ് ഈസ് ഡിപ്പെൻഡൻ്റ് ഓൺ യു ആൻഡ് ബാക്കി ഞാൻ മറന്നുപോയി. ബട്ട് ദെൻ ബിലീവ് ലൈക്ക് എവറിത്തിങ് ഈസ് ഡിപ്പെൻഡൻ്റ് ഓൺ ഹിം, സംതിങ് ലൈക്ക് ദാറ്റ്. സോ പക്ഷേ ഭയങ്കര പവർഫുൾ ആണ്, സംതിങ് ലൈക്ക് ദാറ്റ്. അതൊരു റിലീഫ് കൊണ്ടുവരും. ലൈക്ക് ഓക്കെ, സോ വെൻ ഐ എം ഡൂയിങ് സംതിങ് ഇറ്റ്സ് ലൈക്ക് എവറിത്തിങ് ഈസ് ഓൺ മീ, ബട്ട് ദെൻ ഫൈനലി ഇറ്റ്സ് അൾട്ടിമേറ്റ്ലി റിസൾട്ട്സ് സംഭവങ്ങൾ ഇറ്റ്സ് ഓൾ ഓൺ ഹിം. സോ ആ ഒരു ഹോപ്പ് ഐ ലൈക്ക് ഇറ്റ്. സോ എനിക്ക് മേ ബി പറയാറ് അതായിരിക്കും. ഓക്കെ, അപ്പോൾ എനിക്ക് രണ്ടും നല്ല ഇലാബറേറ്റ് ആൻസേഴ്സ് ആയിരുന്നു. പക്ഷേ എനിക്ക് തോന്നണേ വൺ വേർഡ് ആൻസർ ടു ദാറ്റ്. അപ്പം ഞാനും ഒരു ബിലീവറാണ്, ഓഫ് കോഴ്സ് ഐ ഗിവ് ദ ഡിസ്ക്ലെയിമർ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇറ്റ്സ് മോർ ലൈക്ക് എ കോൺഷ്യൻസ് ഫോർ മീ. അപ്പം നമ്മുടെ ഇപ്പം ബ്രോ പറഞ്ഞ പോലെ തന്നെ ഇപ്പം നമുക്ക് എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും ഒരു ടിറ്റ് ഫോർ ടാറ്റാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ റിവാർഡ് ഇങ്ങനെ കിട്ടും. പക്ഷേ ഐ ഫീൽ ഐ കം ഫ്രം എ തോട്ട് പ്രോസസ് വെൻ ഐ ഫീൽ നമുക്ക് ഇപ്പം നമ്മളുടെ ഒരു സിറ്റുവേഷനോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അതിനേക്കാളും കുറവായിട്ടുള്ള ആൾക്കാരുണ്ട്, കൂടുതലായിട്ടുള്ള ആൾക്കാരുണ്ട്. സോ ഫസ്റ്റ് ബീങ് thankful also about where you are and what you are doing right now. I think that's one thing that I always try to do. And prayer പറഞ്ഞ പോലെ അതൊരു എനിക്ക് എൻ്റെ ഒരു കോൺഷ്യൻസിനെ ക്രിയേറ്റ് ചെയ്യണത് എനിക്ക് തോന്നുന്നു എൻ്റെ പ്രേയേഴ്സും എൻ്റെ ഫെയ്ത്തും കാര്യങ്ങളാണ്. ദാറ്റ് കൈൻഡ് ഓഫ് ഷേപ്സ് me as a person, my thought process, like what I think, what I do. And ബ്രോ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ ഏറ്റവും എന്നിട്ട് പറഞ്ഞാൽ ക്ലോസ് ഡോസിൽ പാപം ഒന്നും ചെയ്യാത്ത ഒരു ആളായിരിക്കില്ല. ബിക്കോസ് ഐ തിങ്ക് നോ ബഡി ഈസ് ദെയർ ഹൂസ് പെർഫെക്റ്റ് ദാറ്റ് വേ. ഇഫ് ദേ ആർ പെർഫെക്റ്റ് ദെൻ ദേ ആർ ഗോഡ്. അപ്പം എനിക്ക് തോന്നുന്നു എന്നാലും അറ്റ്ലീസ്റ്റ് ട്രൈ ടു ബി ആസ് മച്ച് ആസ് ക്ലോസ് ആൻഡ് ബെറ്റർ ഇൻ എനി വേസ് ആസ് യു സെഡ് ലൈക്ക് ക്ലോസ് ഡോസിൽ. അത് ആക്ച്വലി എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് ഞാൻ അതിനെ കാണുന്നത്. ആൻഡ് എനിക്ക് കുറേ എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട് വെൻ ഇറ്റ് ഹാസ് ഡയറക്ട്ലി ഹെൽപ്ഡ് മീ. ആൻഡ് അതെന്ന് പറഞ്ഞാൽ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. അപ്പോൾ ദാറ്റ് ക്ലിയർലി ഷോസ് റൈറ്റ് ദാറ്റ് ഇറ്റ് ഹാസ് ബീൻ വർക്കിംഗ് ഇൻ യുവർ ഫേവർ. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയണമെങ്കിൽ എനിക്ക് തോന്നുന്നു, ആൻഡ് അഗൈൻ നോട്ട് ട്രൈങ് ടു റിയലി ബോസ്റ്റ് എനിത്തിങ്, പക്ഷേ ഉള്ള എക്സാമ്പിളാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നത്. ഐ യൂസ് ടു ബി എ സ്ലീപ്പ് വാക്കർ. അപ്പോൾ ഒടുക്കത്തെ സ്ലീപ്പ് വാക്കിങ് എന്ന് പറഞ്ഞാൽ ഇൻറ്റ് പോയി ബെഡ്റൂമിൽ നിന്ന് ഇൻറ്റ് പോയി ഹാളിൽ പോയി ഇരിക്കും. എന്നിട്ട് കാലത്ത് ഇൻറ്റ് നോക്കുമ്പോൾ എൻ്റെ പുതപ്പ് വേറെ ഏതെങ്കിലും റൂമിലായിരിക്കും, അങ്ങനെയൊക്കെ. ആൻഡ് ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. സോ എൻ്റെ പേരൻസും സിസ്റ്ററും ഇതിൽ ചിരിക്കും. പക്ഷേ എൻ്റെ ചേച്ചിയുടെ എൻ്റെ ബെഡ് ഇങ്ങനെ എൽ ഷേപ്പിലാണ് കിടക്കണേ. അപ്പോൾ ഒരു പ്രാവശ്യം രാത്രി ഞാനിങ്ങനെ നടന്ന് എൻ്റെ ചേച്ചിയുടെ ബെഡിൻ്റെ മുകളിൽ കയറി അവിടുന്ന് കേർട്ടൻ താഴേക്ക് വലിച്ച് ഞാനിങ്ങനെ സൂപ്പർമാൻ്റെ പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് എനിക്ക് കോൺഷ്യസ്നെസ് വരണേ, ഞാനിങ്ങനെ നോക്കണേ. അപ്പം എൻ്റെ ചേച്ചി ഇങ്ങനെ ഷീസ് സ്കേർഡ് ലൈക്ക് എനിത്തിങ്. ഷീ ലൈക്ക് എന്നാടാ നീ ഇവിടെ എന്തിനോടെ ചെയ്യണം, കടന്നുറങ്ങടാന്ന്. അപ്പം ഞാനും വിചാരിക്കണേ എന്തിനാ എന്നെ തെറി വിളിക്കണേ. പക്ഷെ എൻ്റെ കയ്യിൽ കർട്ടനും ഇരിക്കണു, ഒന്നും മനസ്സിലാവണില്ല. എന്നിട്ട് പോയി വെച്ചു, ഞാൻ പോയി കിടന്നുറങ്ങി.
അപ്പം അത്രയും വേസ്റ്റ് ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം. അത് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം ഇങ്ങനെ എന്താ ഞങ്ങളുടെ അതിലിങ്ങനെ കുളത്തുവയൽ സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു സിസ്റ്റേഴ്സിൻ്റെ ഒരു കോൺഗ്രിഗേഷൻസ് ഉണ്ട്. അവരിങ്ങനെ നമ്മുടെ ഹോം വിസിറ്റിൽ ഇങ്ങനെ കൗൺസിലിങ്ങും കാര്യങ്ങളിലൊക്കെ ഇതിനു വേണ്ടി വരും. അപ്പോൾ നമ്മളിതിൻ്റെ പറ്റിയൊന്നും അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല പുള്ളിക്കാർ ആ ഒരു നണ്ണിനോട്. അവർ മമ്മീനോട് ചോദിച്ചു ഇവനിങ്ങനെ സ്ലീപ്പ് വാക്കിങ്ങിൻ്റെ പ്രശ്നമുണ്ടോയെന്ന്, ഔട്ട് ഓഫ് നോ വെയർ. ആൻഡ് മമ്മി പറഞ്ഞു ഉണ്ട്, സ്ലീപ്പ് വാക്കിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. ഇതൊന്നും ഞാൻ അറിയണില്ല കേട്ടോ. ആൻഡ് ദെൻ ഷീ കെയിം ടു മീ, ഷീ സ്പോക്ക് ടു മീ. അതിൻ്റെ പറ്റി ഒരു ടോപ്പിക്കും ഇറക്കിയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ പറ്റി ഒന്നും പറഞ്ഞില്ല. ഞാനൊന്നും അറിയണില്ല, ഞാൻ നോർമൽ സംസാരിക്കണേ, നോർമൽ ഹലോ ഹായ് എന്നുള്ള രീതിയിലായിരുന്നു സംസാരിക്കണേ. എന്നിട്ട് പുള്ളിക്കാരി ലാസ്റ്റിൽ പ്രയോഗമൊക്കെ ചെയ്തു സ്വന്തം ഇതിൽ. എന്നിട്ട് പിന്നെ പുള്ളിക്കാരി പോയി. പക്ഷെ മമ്മീനോട് പോയി പറഞ്ഞു ഇവൻ ഇത് കഴിഞ്ഞാൽ ഇനി ഒരിക്കലും ഇത് ചെയ്യില്ല എന്ന്. അപ്പോൾ അത് മമ്മി എന്നോട് പിന്നീടാണ് പറഞ്ഞത്. പക്ഷേ യു വോണ്ട് ബിലീവ് ഇറ്റ്, ആഫ്റ്റർ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരിക്കലും ഇത് ചെയ്തിട്ടില്ല. കംപ്ലീറ്റ്ലി ഇൻവോളണ്ടറിങ് ആയിട്ടൊരു സാധനം എന്ന് പറഞ്ഞാൽ ഞാൻ സ്ലീപ്പ് വാക്ക് ചെയ്യണത് തൊട്ടും ഞാൻ തോന്നിയല്ല ഞാൻ ചെയ്യണം, ഞാൻ മണിപ്പൂറല്ല ചെയ്യണേ. അപ്പം അതെനിക്ക് മണിപ്പൂറായിട്ട് നിർത്താനും പറ്റില്ല. പക്ഷെ അതങ്ങനെ നിന്നു. അപ്പം പുള്ളിക്കാരി പ്രീസ്റ്റ് ആയിരുന്നു, പുള്ളിക്കാരി നന്നായിരുന്നു നൺ ബേസിക്കലി മനസ്സിലായി. ഓക്കെ. അപ്പോൾ ഷീ ബേസിക്കലി ഡിഡ് ദാറ്റ് ആൻഡ് ഐ വാസ് ലൈക്ക് clear example that you know what, maybe she must have prayed or something, and not really referring to sleepwalking as an evil thing or something like that, but she said it and it happened and I was like okay, that's nice. Benz bhai, അപ്പൊ നിങ്ങൾ ഇപ്പം അവൻ എന്തോ ഫൈനൽ ഒരു മാസ് ടേക്കിന് വേണ്ടി മാസമൊന്നുമല്ല നിങ്ങൾ പറയുന്നതിൽ കുറേയൊക്കെ കൊള്ളാം. പക്ഷേ ചെറിയ കുറച്ച് വ്യത്യാസങ്ങളുണ്ടെന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ചെറിയ കുറേ വ്യത്യാസം എന്ന് വെച്ചാൽ അവൻ പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളത് പറയുന്നു, നീ പറയുന്നത് നമ്മളൊരു ശരിയായ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ യൂണിവേഴ്സ് ഒരു മോറൽ കോമ്പസ് കൊണ്ടുവരുന്നു. പുള്ളി ബ്രോ ഏറെക്കുറെ അതുപോലത്തെ ഒരു ഇതാ പറഞ്ഞത്. പക്ഷെ ഞാൻ പറയുന്നത് പ്രയർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. അതായത് നമ്മൾ ജസ്റ്റ് ആവശ്യം പറഞ്ഞു കഴിഞ്ഞു പിന്നെ മൈൻഡ് ചെയ്യും. നീ ആലോചിക്കുക, നിന്നെ ഞാൻ എപ്പോഴും നമ്മൾ ഇത്ര വർഷം 7 വർഷമായിട്ട് അറിയാം, നിന്നെ ഞാൻ പൈസയ്ക്ക് വേണ്ടി മാത്രം വിളിക്കുന്ന ആലോചിച്ച് നോക്കി, പിന്നെ മൈൻഡ് ചെയ്യില്ല. അപ്പോൾ അത് ദൈവമായിട്ടെന്ന് പറയുമ്പോൾ ദൈവമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പ്രയറാണ്. അപ്പോൾ ആ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യണം. അതായത് എപ്പോഴും ദൈവത്തോട് സംസാരിക്കണം എന്നാണ്. അതായത് നമ്മൾ ആവശ്യം പറഞ്ഞു അത് കഴിഞ്ഞാൽ പിന്നെ പോകരുത്. ഇപ്പം എനിക്കെന്ന് പറഞ്ഞാൽ കുറേ വർഷക്കാലം എന്നെ പറഞ്ഞു ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഞാൻ മമ്മി പറഞ്ഞതിൻ്റെ പേര്, മമ്മിയാണ് പറഞ്ഞ് ചെയ്യിപ്പിച്ചത്. അപ്പോൾ മമ്മി പറഞ്ഞതിൻ്റെ പേര് ഞാൻ പ്രാർത്ഥിച്ചത്. പക്ഷേ എന്നാലും എനിക്കങ്ങനെ ഒരു ഫീലൊന്നും കിട്ടിയിട്ടില്ല. എന്നാൽ റീസെൻ്റ്ലി ഞാൻ എനിക്ക് വേണ്ടി അതായത് പ്രാർത്ഥിക്കണമെന്ന് വിചാരിച്ച് ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ വീട്ടിലെ റൂമിലോ എവിടെയെങ്കിലും ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പുറത്തുനിന്ന് ഒരു എന്താ പറയുക ചൂട് മൊത്തത്തിൽ ഫീൽ ചെയ്യും. എൻ്റെ പുറത്തുനിന്ന് ഒരു ചൂട് ഫീൽ ചെയ്ത് ശരീരം മൊത്തം ചൂടാവാൻ തുടങ്ങും. അത് വിയർക്കാതെ തന്നെ ബോഡി മൊത്തം ഹീറ്റപ്പ് ആകുന്ന ഒരു ഫീൽ വരും. അത് കിട്ടണമെങ്കിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം. അതാ പറയുക, അത്രയും ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യണം. അപ്പം ഇപ്പോൾ അത്രയും എല്ലാവരും പറയാം എനിക്ക് തിരക്കുണ്ട് സമയമില്ല എന്നൊക്കെ പറയും. അറ്റ്ലീസ്റ്റ് ഒന്നും വേണ്ട, അതായത് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് അതെനിക്ക് പറഞ്ഞു തന്ന ഉമ്മിയ, എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോൾ ഞാൻ ഇന്നത് ദൈവമേ എൻ്റെ കർത്താവ് ഞാനിത് ചെയ്യാൻ പോവുക, എൻ്റെ കൂടെ നിൽക്കണേ. അപ്പോൾ ചെയ്ത് കഴിയുമ്പോൾ കർത്താവേ താങ്ക് യു, അത്രയെങ്കിലും ആളുകൾ ചെയ്യുമ്പോൾ കർത്താവായിട്ട് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യും. ഞാൻ പ്രാർത്ഥിക്കുന്നത് ഈശോയോടാണ്. അതെന്തായാലും എനിക്കിത് പറഞ്ഞു തന്നത് മമ്മിയാണ്, ഷൗട്ട് ഔട്ട് മമ്മി. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നില്ലെങ്കിൽ പ്രയറിനൊരു അർത്ഥമില്ല. ജസ്റ്റ് ഒന്നാലോചിക്കുക ആവശ്യം വരുമ്പോൾ മാത്രം ഇത് ചെയ്യുന്നത്. അപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അതാണ് പ്രയർ. ഇപ്പം നിങ്ങളൊക്കെ പറഞ്ഞു വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാം ഒരു ആഗ്നോസ്റ്റിക് രീതിയാണ്. ഇപ്പം നിങ്ങൾ ഇതുവരെ പറയുമ്പോഴും ആലോചിക്കുക ദൈവം എന്നൊരു പവർ മേളിലുണ്ടെങ്കിൽ എനിക്കിത് ചെയ്തു തരട്ടെ എന്നുള്ള രീതിയിൽ എല്ലാവരും സംസാരിക്കുന്നത്. അത് എല്ലാവരും ആഗ്നോസ്റ്റിക് ആകുക. പക്ഷേ അവിടെ തന്നെ പ്രയറിൻ്റെ ഒരു പവർ അങ്ങ് പോയി. അതിനാദ്യം വേണ്ടത് ദൈവം ഉണ്ടെന്നൊരു വിശ്വാസം വരണം. നിങ്ങൾ എല്ലാവരും അതെ, നിങ്ങൾ കുറ്റമായിട്ട് പറയുന്നില്ല കേട്ടോ, ഓൾമോസ്റ്റ് എല്ലാവരും അതെ, എനിക്ക് ദൈവം ഉണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല, ജസ്റ്റ് ചുമ്മാ എറിഞ്ഞു നോക്കാം, കൊള്ളട്ടെ, അതിൽ കാര്യമില്ല. ആദ്യം വേണ്ട 100% ബിലീവിങ്ങാണ്. എനിക്ക് ദൈവം അങ്ങനെ ഒരു പവർ ഉണ്ട്, എനിക്ക് ശരിയാക്കി തരും. ഫെയ്ത്തിലല്ല ഇരിക്കുന്നത്. ബൈബിളിൽ തന്നെ എന്തുണ്ട്, സങ്കീർത്തനം 95:6 പറയുന്നുണ്ട്, വരുവിൻ നമുക്ക് കുമ്പിടാം. ബാക്കി ഞാൻ മറന്നുപോയി, ബാക്കി എടുത്ത് നോക്കണം. ബാക്കി വരും നമുക്ക് കുമ്പിടാം, നമ്മളെ കർത്താവിനെ സ്തുതിക്കാം. അപ്പം ബേസിക്കലി അതിനകത്ത് ഉദ്ദേശിച്ചത്രേ നമ്മളെ മനുഷ്യരെ സൃഷ്ടിച്ചേക്കുന്നത് തന്നെ സ്തുതിക്കാനാണ്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ പറയുകയാണെങ്കിൽ തന്നെ എല്ലാവരും ഹെവനിൽ എന്താണെന്ന് വെച്ചാൽ കുറേ ശ്രേഷ്ഠന്മാരുണ്ട്, കുറേ മാലാഖമാരുണ്ട്. അവരെല്ലാവരും സ്റ്റോപ്പിംഗ് ഇല്ല, കണ്ടിന്യൂസ് പ്രാർത്ഥനയില്ല, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. മനുഷ്യരെ സൃഷ്ടിച്ചേക്കുന്നതും സ്തുതിക്കാൻ വേണ്ടി തന്നെയാണ്, ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടി തന്നെയാണ് മനുഷ്യരെ സൃഷ്ടിച്ചേക്കുന്നത്. അപ്പോൾ ഓക്കെ, സങ്കീർത്തനം 95:4 വരുവിൻ നമുക്ക് കർത്താവിനെ വാഴ്ത്താം. ബാക്കി എന്തിയാണത്? എനിക്ക് മലയാളം വായിക്കാൻ അറിഞ്ഞൂടാ. ഇതല്ലേ ഈ ഉദ്ദേശം, അത് വേറെ ആയിരുന്നു. അത് സങ്കീർത്തനം 95:4
ഇത് വേറെന്തോ ഞാൻ just pull up ചെയ്യുന്നുള്ളൂ. നീ ബാക്കി പറഞ്ഞു. ഓക്കെ, ഞാനത് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് ഇട്ട് തരാം. പറഞ്ഞു. ഓക്കെ, അപ്പം ഞാനവിടെ പറഞ്ഞത് ഓക്കെ, അപ്പം നമ്മളെ സൃഷ്ടിച്ചേക്കുന്നത് തന്നെ സ്തുതിക്കാനാണ്, പക്ഷേ നമ്മൾ ഏറ്റവും ലീസ്റ്റ് ചെയ്യുന്നതും അത് തന്നെയാണ്. അപ്പൊ ആലോചിക്ക്, അപ്പൊ ഇവൻ പറഞ്ഞു ഇവൻ പ്രാർത്ഥിച്ചത് നേടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിനൊരു പവർ ഉണ്ടെന്ന് മനസ്സിലായി. അത് പ്രാർത്ഥന വെച്ചാൽ നടക്കും. അത് അപ്പൊ പ്രാർത്ഥനയിൽ പോയിന്റ് ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന്റെ ഒരു ആൻസർ അവിടെ കിട്ടിയ കാര്യം പറഞ്ഞു. നിനക്ക് ഉണ്ടോ ഇല്ലയോ നിനക്ക് എന്നുള്ള ആൻസർ അവിടെ കിട്ടി. ഷൈനോ ബൈ ദ വേ കാണുന്ന ആൾക്കാർ, അറിയില്ലാത്ത ആൾക്കാർക്ക് ഷൈനോ പള്ളിയിൽ എന്തായിരുന്നു ആൾട്ടർ ബോയ് ആയിരുന്നു. ഷൈനോയും ഭയങ്കര ഇതാണ്. അല്ല, അതൊരു നല്ലൊരു ടേക്കാണ് ഐ ഫീൽ. എനിക്ക് തോന്നുന്നത് ചെറുപ്പത്തിലേതോ സ്കൂളിലെന്തോ കേട്ട ഒരു ഇതാണ് പറയണേ, നമ്മളെപ്പോഴും ആസ്ക് ഇപ്പോൾ പറയണം ഇങ്ങനെ മുകളിൽ ഇങ്ങനെ 2 കൗണ്ടർ ഉണ്ടെന്നാണ് പറയണേ. ഓഫ് കോഴ്സ് ഒരു മേഡപ്പ് സ്റ്റോറിയാണ്, പക്ഷേ 1 is for asks and 1 is for gratitude, for thanks. അപ്പോൾ ആസ്ക്സിൻ്റെ കൗണ്ടർ എപ്പോഴും ഫുള്ളായിരിക്കും. എല്ലാവരും എനിക്ക് ഇത് വേണം, ഞാൻ വേണമെങ്കിൽ ഇത് ചെയ്യാം, ഇത് വേണം, ഇത് ചെയ്യണം എന്നാൽ ആസ്ക്സ് എപ്പോഴും ഫുള്ളായിരിക്കും. പക്ഷേ ഗ്രാറ്റിറ്റ്യൂഡും താങ്ക്സിലും എപ്പോഴും എം ടി ആയിരിക്കും. അപ്പോൾ ബ്രോ പറഞ്ഞത് ടോപ്പിക് ഇസ് വെരി വെരി വാലിഡ് ഐ ഫീൽ. നമുക്ക് ആവശ്യം വരുമ്പോൾ നമ്മൾ നോക്ക് ചെയ്യണ ഒരു ഡോറ്, പക്ഷെ എന്നാൽ ബാക്കിയുള്ള സമയത്ത് ഓക്കെ ലൈക്ക് ടേക്കൻ ഫോർ ഗ്രാൻറ്റഡ് അങ്ങനെ ആവണമെന്നും എനിക്ക് തോന്നുന്നു. ഇഫ് യു ബിലീവ്, ഇഫ് യു ആർ എ ബിലീവർ, then I feel it should be like, and whichever, like, I'm not saying specifically to a religion or something like that, but whichever, then I think it should be a relationship that you kind of have with, your God is what I feel. അപ്പോൾ അതിൻ്റെ പോയിന്റ് ഉണ്ടെന്ന് അറിയണമെങ്കിൽ നീ ഇരുന്ന് പ്രാർത്ഥിച്ച് നോക്കണം. അതാ പറഞ്ഞത്, ചെയ്ത് നോക്ക്. അതായത് അത് പറഞ്ഞതിൻ്റെ പേരിലല്ല, എനിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എനിക്ക് പ്രാർത്ഥിക്കണം എന്ന് വിചാരിച്ചാൽ ഇരുന്ന് നോക്ക്. ഞാൻ അനുഭവത്തിൽ വിളിച്ചത് പറയാം, നിനക്ക് നല്ല ചേഞ്ച് ഉണ്ടാവും. നോക്ക് നീ. ശാന്തി ആൻറ്റി ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ പുള്ളിക്കാരി വേറെ സന്തോഷമാവും. സോ പുള്ളിക്കാരി ഇവിടെ ഉണ്ട് ആക്ച്വലി. എനിവേസ്, സോ ഗോയിങ് ടു നെക്സ്റ്റ് ടോപ്പിക്. അടുത്ത ടോപ്പിക് ആക്ച്വലി ഒരു ടോപ്പിക് ഞാനൊരു വീഡിയോ, ഇത് ആക്ച്വലി നമ്മുടെ ടോപ്പിക്സിൽ ഞാൻ ഇട്ടില്ലായിരുന്നു. ഇത് ഞാനൊരു വീഡിയോ പ്ലേ ചെയ്യാം. അഗെയിൻ നമ്മുടെ റോഡ് ടേക്ക് എന്താണോ സംഭവങ്ങൾ. ഞാനിത് ഇന്ന് ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്തപ്പോൾ തന്നെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ റീല് ഇന്നിവിടെ കാണിക്കാം. എന്നെ അടുത്ത് ഗ്രൂപ്പിലിടണ്ട മേ ബി ഇവൻ വ്യൂവേഴ്സിൻ്റെ. ആൻഡ് ബൈ ദ വേ ലാസ്റ്റ് ടോപ്പിക്കിൽ ആൾക്കാരുടെ ലൈക്ക് സോ നമ്മുടെ ഫെയ്ത്ത് സംഭവം പറഞ്ഞാൽ നിങ്ങളുടെ ടേക്ക് എന്താണ്, നിങ്ങളുടെ റിലീജിയസ് നിങ്ങൾ എവിടെയാണ് എത്തി നിൽക്കുന്നത് ആ ഒരു സംഭവം പറയുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. നിങ്ങളുടെ ടേക്ക് എന്താണ്, നിങ്ങളിവിടെ ബെൻസ്ബൈയുടെ ആയിട്ട് നിങ്ങൾ എത്ര അലയുണ്ടാണ്, മേ ബി നിങ്ങൾ ഫുള്ളി അലയുണ്ടായിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ ഗിവ് യുവർ തോട്ട്സ്, വി വുഡ് ലവ് ടു നോ. ദാറ്റ് ബീങ് സെഡ്, ഞാനൊരു റീല് പ്ലേ ചെയ്യാം. ആൻഡ് ഐ വുഡ് ലവ് ടു നോ നമ്മുടെ തോട്ട്സും സംഭവങ്ങളും ഈ ഒരു പർട്ടിക്കുലർ റീലിൽ. ആൻഡ് there we go. ഇത് ആക്ച്വലി ഒന്നുമില്ല, നോർമലാ. ലൈക്ക് സോ നമുക്ക് എല്ലാവർക്കും അത് ഓക്കെ അല്ലേ, ദാറ്റ് ഇസ് അക്സെപ്റ്റബിൾ. ലൈക്ക് ഗേസ് കറക്റ്റ്, ഓക്കെ ഗ്രേറ്റ്. സോ ഞാൻ ഈ ഒരു സെക്കൻഡ് റീല് പ്ലേ ചെയ്യാം. ഇത് നമ്മുടെ കേരളത്തിൽ നടന്ന ഒരു പരിപാടിയാണ്. കേരളത്തിൽ ആക്ച്വലി താനെ നടന്ന മുംബൈ, നോർത്ത് ഇന്ത്യയിൽ. This event has been organized in order to raise awareness in the society about the basic human rights. We are proud of our choices. We are proud of how we are born. And we are not going to now back down. The whole message from this entire pride is basically, it is how you are born. It is not something you choose. It is not something you can change. We exist and we have our rights. സോ അഗൈൻ ഇതിപ്പോൾ LGBTQ ആ ഒരു കമ്മ്യൂണിറ്റി ഫുൾ അതിൽ വന്നല്ലോ. സോ ഇതിൽ ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ നിങ്ങളുടെ ടേക്കും ലൈക്ക് ഇതിൽ നിങ്ങളുടെ ലൈൻ എവിടെയാണ് വരുന്നത്, ലൈക്ക് ഏത് പോയിന്റിൽ ആഫ്റ്ററാണ് പറയുന്നത് ഓക്കെ ദിസ് ഇസ് ഗെറ്റിംഗ് ടു മച്ച്, ഓർ നമ്മൾ കംപ്ലീറ്റ്ലി ഓക്കെ ആണ് ഈ ഒരു Q+++ ആ ഒരു സംഭവത്തിൻ്റെ മൂവ്മെൻറ്റ്. സോ അതിൻ്റെ ഒരു ടേക്കാണ് അത്. ആ സംഭവം നീ ടേക്ക് പറഞ്ഞില്ലായിരുന്നു, നിൻ്റെ ടേക്ക് എന്താ ഇതിൽ നീ സ്റ്റാർട്ട് ചെയ്തു? റിലീജിയസ് ടേക്കോ? റിലീജിയസ് കഴിഞ്ഞില്ലേ, ഇതിനെ പറഞ്ഞു. ഇത് കണ്ടിട്ട് എനിക്ക് തോന്നിയത് വെച്ചാൽ ആക്ച്വലി ആൾക്കാരുണ്ട്, അവർ ഇങ്ങനെ ഫീൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ശരിയാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല അത്ര ശരിയാണെന്ന്. നമുക്കെല്ലാവർക്കും എന്തെങ്കിലും ലൈഫിലൊരു വീക്ക്നെസ് ഉണ്ട്.
എനിക്ക് തോന്നുന്നത് ഇത് കുറച്ചുകൂടി ആ ഒരു സൈഡിൽ കാണേണ്ട സംഭവമാണ് റാദർ ദാൻ നമ്മളിത് പ്രൊമോട്ട് ചെയ്യുന്നൊരു സംഭവമാണെന്ന്. ഇപ്പോൾ ലാസ്റ്റ് ടോപ്പിക്കിലാണേലും നമ്മളെല്ലാവരും സംസാരിച്ചതിൽ എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് ലൈഫിൽ ആവശ്യമുള്ളപ്പോൾ നമ്മൾ ദൈവത്തിനെ വിളിക്കുന്നു. അപ്പോൾ അതേപോലെ പക്ഷേ എനിക്ക് തോന്നിയ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ലൈഫിൽ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നിയ ഒരു സംഭവമാണ് നമ്മൾ ഏറ്റവും ലൈഫിൽ സ്ട്രോങ്ങസ്റ്റ് ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ദൈവത്തിനെ വിളിക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ ഇത് അങ്ങനെ ഒരു പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും ഒരു വീക്ക്നെസ് ഉണ്ട്. ഇങ്ങനത്തെ ആൾക്കാർ ശരിക്കും ഉണ്ടായിരിക്കും. അവർ ജെന്യുവൻലി അവർക്ക് ചിലപ്പോൾ ആൾക്കാർ മെയിൽസിന് തന്നെ ആയിരിക്കും ഇഷ്ടം. പക്ഷെ അത് നമ്മൾ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു നമ്മുടെ ഒരു ഹ്യൂമൻ ബയോളജി വെച്ച് നോക്കുമ്പോൾ അത് ശരിയല്ല. പ്രൊമോട്ട് ചെയ്യുന്നതിന് എന്താ പ്രശ്നം? പ്രൊമോട്ട് ചെയ്യുന്നതിന് നിനക്ക് എന്തുകൊണ്ടാണ് ഇഷ്ടമില്ലാത്ത പ്രൊമോട്ട് ചെയ്യുന്നത്? അത് ബയോളജിക്കലി ശരിയായിട്ടുള്ളൊരു സംഭവമല്ല. നമ്മൾ ബയോളജിക്കലി നമ്മൾ ആണുങ്ങളും പെണ്ണുങ്ങളാണ് കൂടെ താമസിക്കണ്ടേ എന്നാണ് ബയോളജിക്കലി നമ്മൾ ഡിസൈൻഡ് ആയിട്ടുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നത് ബയോളജിക്കലി മാത്രമല്ല, എനിക്ക് തോന്നുന്ന ഒരു പേഴ്സണലി എനിക്ക് തോന്നുന്നത് അതാണ് ഏറ്റവും ശരിയായിട്ടുള്ളൊരു സംഭവം. നമ്മൾ ആണുങ്ങളും പെണ്ണുങ്ങളും അതേപോലെയാണ് ഡിസൈൻഡ്. നമ്മൾ ഒരുമിച്ച് കൂടെ താമസിക്കാൻ നമ്മുടെ ലൈഫ് കൂടെ. സോ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ട് നിൻ്റെ ടേക്ക് എന്താ? ലൈക്ക് ഒരു പർട്ടിക്കുലർ ഇതിൽ ജനിച്ചു, ബട്ട് ദെൻ്റെ ബയോളജിക്കലി അവരുടെ ടൂൾസ് മാറ്റി വേറെ ടൂൾസ് വെക്കുന്നത്. അത് കോൺട്രവേഴ്ഷ്യലാണ്. പക്ഷെ എനിക്ക് തോന്നുന്നയാ അത് ട്രാജഡി ആയിട്ടുള്ള ആൾക്കാർക്ക് അതൊരു സംഭവമാണ്. പക്ഷെ അത് നമ്മൾ ഇത് ഭയങ്കര ഷോകാന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അത് ഉള്ളവർക്ക് വേണ്ടി അതൊരു റിയാലിറ്റി ആണ്. പക്ഷെ അത് ഭയങ്കര രീതിയിൽ ഇങ്ങനെയൊക്കെ പ്രൊമോട്ട് ചെയ്താൽ അത് എനിക്ക് നല്ലതെന്ന് തോന്നുന്നില്ല. പക്ഷെ ഒരു റിയാലിറ്റി ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി നല്ലതാണ്. പിന്നെ സംഭവം ആൾക്കാർ പറയുന്നുണ്ട് ട്രാൻസ്ജെൻഡേഴ്സ് ഫീമെയിൽസ് ആർ ആക്ച്വലി ബെറ്റർ ദാൻ നോർമൽ ഫീമെയിൽസ് എന്ന ആൾക്കാർ പറയുന്നുണ്ട്. സെക്ഷുവലി അവർ കുറച്ചുകൂടെ പ്ലീസിങ് ആണെന്ന് ആൾക്കാർ പറയുന്നുണ്ട്. പ്ലീസിങ് ആണ് ആക്ച്വൽ ഫീമെയിൽസിനെക്കാട്ടും. കാരണം അവർ ടെക്നിക്കലി ഡിസൈൻ ടു ബി പ്ലീസിങ്. ഈ സർജറി ആണെങ്കിലും എല്ലാം ചെയ്യുന്ന ഒരു കുറച്ചുകൂടെ ഒരു നമുക്കിഷ്ടമുള്ള ഒരു ആസ്പെക്റ്റിലാണ് റാദർ ദാൻ നമ്മൾ ദൈവം ക്രിയേറ്റ് ചെയ്തൊരു വേയിൽ. അപ്പോൾ അതൊരു കോൺട്രവേഴ്ഷ്യൽ ടേക്കാണ് ഇതിൻ്റെ ഒരു ടേക്കിൽ. പക്ഷേ എനിക്ക് തോന്നുന്നത് സ്റ്റിൽ നമ്മളൊരു വീക്കർ സൈഡിലാണ് റാദർ ദാൻ ഇത് പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണെന്ന്. നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും ഒരു വീക്ക്നെസ് ഉണ്ട്. ഇപ്പോൾ എനിക്കൊരു വീക്ക്നെസ് ഉണ്ട്, പക്ഷേ ഞാൻ അത് പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഞാൻ അതിൽ റാദർ ദാൻ ഓവർകം ചെയ്യാനാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. പക്ഷേ സ്റ്റിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള ആൾക്കാർക്കൊരു സംഭവമാണ്. പക്ഷേ ഇത് പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഈ സംഭവം കുറച്ചുകൂടി ഒരു കോമൺ ആവും. നമ്മുടെ ആണെങ്കിൽ ഫ്യൂച്ചർ ജനറേഷനിലെ ആൾക്കാർക്ക് ഇത് നോർമലൈസ്ഡ് ആണെങ്കിൽ എനിക്ക് തോന്നുന്ന സംഭവം ഇപ്പോൾ എൻ്റെ അടുത്തൊരു 10 തവണ ഒരാൾ ചോദിക്കുവാണ് എനിക്ക് മെയിൽസിനെയാണോ ഇഷ്ടമെന്ന് 10 തവണ കണ്ടിന്യൂസ് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ അടുത്ത് ഒറ്റ തവണയാ എന്നെ ഫീമെയിലിനെയാണോ ഇഷ്ടമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും. പക്ഷെ 10 തവണ ചോദിച്ചു കഴിയുമ്പോൾ എൻ്റെ ഒപ്പീനിയൻ ചേഞ്ച് ആവുമെന്ന് ചോദിച്ചാൽ എനിക്കത് കോൺട്രവേഴ്ഷ്യല്ല. ചിലപ്പോൾ ചേഞ്ച് ആയെന്നും വരാം. അപ്പോൾ ഇങ്ങനെ ഇത് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എനിക്കൊന്ന് കുറച്ചുകൂടെ ഇത് ആൾക്കാർ സ്ട്രെയിറ്റ് അല്ലാണ്ട് വേറൊരു പാത്തി പോകുമെന്ന് ചോദിച്ചാൽ എനിക്ക് വന്ന് പോകുന്ന തോന്നുന്നത്. അപ്പോൾ അത് നല്ലൊരു സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതുകൊണ്ട് ഇത് പേഴ്സണൽ മാത്രമാണ്, ആർക്കൊന്നും തോന്നരുത്. എനിക്കാണെങ്കിൽ ഇതിൽ ഈ LGB വരെ ഓക്കെ, ലൈക്ക് ലെസ്ബിയൻസും ഗേസും ഒക്കെ അവരൊക്കെ ഓക്കെ. അതൊക്കെ ഐ മീൻ അങ്ങനെയുള്ളവർ എക്സിസ്റ്റ് ചെയ്യുന്നതിൽ എനിക്ക് കുഴപ്പമില്ലെന്ന്. അവരെ ജീവിച്ചോട്ടെ, അവരെ എനിക്ക് കുഴപ്പമില്ല. പക്ഷെ അതിൻ്റെ അപ്പുറത്തോട്ടുണ്ടല്ലോ ഈ ട്രാൻസ്, ക്വീർ, ലൈക്ക് പിന്നെ +++ അങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ എനിക്ക് ഈയിടെ പുതിയതായിട്ട് വന്ന് കയറിയതാ. എന്താ ആ ഒരു ട്രെൻഡ് പിടിച്ച് കയറി വന്നവരാ അവരൊക്കെ. ആ ഒരു ഇതിനു വേണ്ടി മാത്രം, ആ ഒരു ഷോയ്ക്ക് വേണ്ടി മാത്രം കയറി വന്നവരാ അവരൊക്കെ. അല്ലാതെ ഇതിലെനിക്ക് നാച്ചുറലായിട്ടൊന്നും ഇല്ല അതിൽ. ഈ ട്രാൻസ് എന്നൊക്കെ പറഞ്ഞാൽ അത് സർജറിയും കുറേ മെഡിക്കേഷനൊക്കെ എടുത്ത് നാച്ചുറൽ അല്ലാത്ത രീതിയിൽ അവരങ്ങനെ ആവുന്നു. അപ്പം അതിനോട് എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ ഇതില്ല. ബട്ട് മറ്റേതൊക്കെ ഓക്കെയാ, ലെസ്ബിയൻസും ഗേസ് അതൊക്കെ വലിയ എനിക്ക് ഓക്കെ എന്നല്ല, അങ്ങനെയുള്ളവരിൽ എനിക്ക് വലിയ അതെ അക്സെപ്റ്റബിൾ ആവില്ല. അതിൻ്റെ അപ്പുറത്തോട്ട് പിന്നെ ഇവരുടെ വലിയൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇവരിത് വലിയൊരു ഇതായിട്ട് ഇങ്ങനെ പരേഡൊക്കെ നടത്തി ഇത് ബാക്കിയുള്ളവരിലേക്ക് ഇങ്ങനെ പുഷ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല. അവരങ്ങനെയാണെങ്കിൽ ഓക്കെ, അവരങ്ങനെ ജീവിച്ചോട്ടെ. അല്ലാതെ ഇങ്ങനെ പരേഡൊക്കെ നടത്തി ഞങ്ങളെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യണം. അവർക്ക് സ്വയം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നാമത്തെ കാര്യം. എന്നിട്ട് ഞങ്ങളെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് എനിക്ക് തോന്നുന്നു ഡിസ്ക്ലെയിമർ ഓഫ് കോഴ്സ് എല്ലാവരുടെയും പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, ബിക്കോസ് വെരി ഹൈലി കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്. ബട്ട് ഐ ഫീൽ
അതിനെനിക്ക് തോന്നുന്നു പോസിറ്റീവ്സും ഉണ്ട് നെഗറ്റീവ്സും ഉണ്ട്. നെഗറ്റീവ്സ് ഉണ്ട്. ബിക്കോസ് പോസിറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം ചില കാര്യങ്ങളിൽ പറയില്ലേ, ഇപ്പം ഒരാൾ മേ ബി ദേ ആർ ബോൺ ദാറ്റ് വേ, വേറെ അവരെ ഒരു ഫോറിൻ ഇൻ്റർവെൻഷൻ ഇല്ലാണ്ട് തന്നെ അവരെ ചിലപ്പോൾ ഇപ്പം എങ്ങാനും ട്രാൻസ് ആണെങ്കിൽ അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കണോ ചെറുപ്പത്തിൽ. വെൻ ദേ സീ ദാറ്റ് ബയോളജിക്കലി ദേ ആർ നോട്ട് എ മാൻ ഓർ എ വുമൻ, അവരുടെ പേരൻസ് അവരെ അബാൻഡൻ ചെയ്യണോ. അപ്പം അങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക് ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാവലും അവർക്കും ജീവിക്കേണ്ട, അവരും ഹ്യൂമൻസ് ആണ്. അങ്ങനത്തെ അല്ലെങ്കിൽ ഇപ്പം പറയില്ലേ, ഇപ്പോൾ ഒരു ട്രാൻസ് പേഴ്സൺ ഒരു കോളേജിൽ പോകണമെന്ന് വിചാരിക്കും. ഇപ്പം നമുക്കൊരു ഉള്ളൊരു ഡേ ടു ഡേ ആക്ടിവിറ്റി, ഇപ്പം നമ്മളൊരു കോളേജിൽ പോയി നമുക്കിപ്പോൾ വാഷ്റൂം പോകണം, യു ക്യാൻ ഗോ ടു ദ മെയിൽ വാഷ്റൂം. ഇപ്പം ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ മെയിലും ഉണ്ട് ഫീമെയിലും ഉണ്ട്, ഇവരെവിടെ പോകും എന്നാൽ ആലോചിച്ച് നോക്കി. ഇപ്പോൾ ബ്രോക്ക് എങ്ങാനും വാഷ്റൂം പോകണം, യു ഡോണ്ട് നോ വെയർ യു ബിലോങ്. ദാറ്റ് ഈസ് ഓൾസോ എ വെരി സാഡ് സിറ്റുവേഷൻ ഇസ് വാട്ട് ഐ ഫീൽ. അപ്പം ജെനുവൻലി ഇത് ഫീൽ ചെയ്യണവർ, ഇപ്പം പറഞ്ഞില്ലേ ഏത് കമ്മ്യൂണിറ്റിയിലേ ആവാം, അവർക്ക് ഐ ഫീൽ ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഇറ്റ്സ് ഗുഡ് ടു ഹാവ് എ വോയിസ് ഫോർ ദെം ഓൾസോ ആൻഡ് സം കൈൻഡ് ഓഫ് എ കമ്മ്യൂണിറ്റി ഫോർ ദെം. ഇനി അതിൻ്റെ നെഗറ്റീവ്സ് അല്ല, അതിൻ്റെ ഒരു കോൺസ് എന്ന് എനിക്ക് തോന്നണതെന്ന് പറഞ്ഞാൽ പണ്ട് അത് കുറേ കൂടിയും എന്ന് പറഞ്ഞാൽ ദേ വർ ലെസ് ഹേർഡ്. കുറേ ആൾക്കാർ ഇങ്ങനെ ഒരു ട്രഡീഷണൽ മൈൻഡ് സെറ്റൊക്കെ ആയിരുന്നു കുറേ കൂടിയും ആക്റ്റീവ്ലി അല്ലെങ്കിൽ ഫോഴ്സ്ഫുള്ളി പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു ഐഡിയോളജി. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ എന്തെങ്കിലും കണ്ടാൽ നമുക്ക് ഓരോരോ ടേംസ് ഉണ്ടാവും, നമ്മുടെ എല്ലാ മലയാളത്തിലും ഹിന്ദിയിലും എല്ലാത്തിലും ഓരോരോ ടേംസ് ഉണ്ടാവും. അങ്ങനെ ടേം വിളിച്ച് അവരെ അവരെ ഷൂ ഓഫ് ചെയ്യും അല്ലെങ്കിൽ കളിയാക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു ലേറ്റ്ലി ഒരു കമ്മ്യൂണിറ്റി സ്ട്രോങ് ആണ്, ഓക്കെ, പക്ഷെ പിന്നെ അത് അവർ ഇൻഫ്ലുവൻസ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ പോയിന്റ് ഓഫ് വ്യൂ കുറേ കൂടിയും സ്ട്രോങ്ലി വരാനോ, ഐ എം നോട്ട് ഷുവർ ഇഫ് ഐ എം എക്സ്പ്ലെയിനിങ് ദിസ് പ്രോപ്പർലി. ബേസിക്കലി മുമ്പ് ട്രഡീഷണൽ തോട്ട് പ്രോസസ്സ് ആയിരുന്നു കുറേ കൂടിയും ഫോഴ്സ്ഫുള്ളി എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടന്നത്. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു രണ്ട് സൈഡിൽ നിന്നും അങ്ങനെ വരുന്നുണ്ട്. ഇപ്പം കുറേ കൂടി ആ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആൾക്കാരും കുറേ കൂടി ഫോഴ്സ്ഫുള്ളി ദേ ആർ ട്രൈങ് ടു പുട്ട് ഇൻ ദെയർ പോയിന്റ് ഓഫ് വ്യൂ. സോ ഐ തിങ്ക് both ways that shouldn't also happen. Like ഇപ്പം നിങ്ങളാണ്, if you really feel like that, okay, like we all support you. It's not something that we want you to be abandoned on, but at the same time you don't need to push or shove it down somebody else's throat. Like നിങ്ങൾക്ക് you do what you feel, I'll do what I feel is what I feel is a good way. Because ഞാൻ പറഞ്ഞില്ലേ, അവർക്കും അവരുടെ കമ്മ്യൂണിറ്റി അവർക്കും ടുഗെദർനെസ്സോ അല്ലെങ്കിൽ അവർക്കും ഫീലിംഗ് ഉണ്ടാവും എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി ഫീലിംഗ് കിട്ടേണ്ടത് ഐ ഫീൽ ഇറ്റ്സ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. ബട്ട് അറ്റ് ദ സെയിം ടൈം നോട്ട് ജസ്റ്റ് ദാറ്റ് ഒരു ഐഡിയോളജിയോ അല്ലെങ്കിൽ മൈൻഡ് സെറ്റോ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസ് വരാനുള്ള അങ്ങനത്തെ ഒരു അജണ്ട ഉണ്ടാവരുത് അതിൽ. ഇറ്റ്സ് ബേസിക്കലി സെലിബ്രേറ്റിംഗ് ഹൂ യു ആർ. ഇഫ് യു ആർ ദാറ്റ് ഇഫ് യു ബിലോങ് ഫ്രം എ സ്പെസിഫിക് കമ്മ്യൂണിറ്റി, സോ ബി ഇറ്റ്. പക്ഷേ ജസ്റ്റ് ലൈക്ക് യു എക്സ്പെക്ട് അതേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് you should also understand the other person. If they are straight or if they are if they don't belong to that community, I think you should respect it either ways, if you're straight or you belong to these communities. അതൊരു ഫെയർ ടേക്ക്, ബെൻസ് ഫെയർ ടേക്ക്. അതിനകത്ത് സത്യം പറഞ്ഞാൽ അതിനാദ്യം ഒരു ഡിഫറൻസ് മനസ്സിലാക്കേണ്ടത്, ഇതിനകത്ത് ഇന്റർസെക്സ് എന്ന് പറയുന്ന ഒരു ടീമുണ്ട്, ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്. അത് രണ്ടിൻ്റെ ഡിഫറൻസ് ഒന്ന് നോക്ക്. വാട്ട് ഈസ് ഇന്റർസെക്സ് ആൻഡ് ട്രാൻസ്ജെൻഡർ, ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്റർസെക്സ് ആൻഡ് ട്രാൻസ്ജെൻഡർ നോക്ക്. അപ്പോൾ തന്നെ ചിലപ്പോൾ ഒരു ഐഡിയ കിട്ടും. അല്ലെങ്കിൽ ഇനി ഞാൻ വായിച്ചതിൻ്റെ കുഴപ്പമാണെന്ന് പറയത്തില്ല, നോക്ക്. Intersex refers to biological variation in sex characteristics, chromosomes, genitals, hormones that do not fit typical binary definitions of male or females of birth. Transgenders describe people who internal gender identity differs from the sex they were assigned at birth. Okay. ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ either they are male or female, പക്ഷെ അവർ ഐഡന്റിഫൈ ചെയ്യുന്നത് ഓപ്പോസിറ്റ് ആയിട്ടാണ്. അതിന് ജെൻഡർ ഡിസ്ഫോറിയ എന്താന്ന് നോക്ക്. എന്താ ജെൻഡർ ഡിസോർഡർ? അതൊരു അസുഖമാണ്. ഈ സെയിം സംഭവം ജെൻഡർ ഡിസ്ഫോറിയാണ് അവർക്കുള്ളത്. അപ്പോൾ ബേസിക്കലി ലോകത്ത് മൊത്തത്തിൽ 1.7% ഉള്ളൂ ഇന്റർസെക്സ് എന്ന് പറയുന്ന ആൾക്കാർ. അവരെ പുറമേ കണ്ടാൽ തന്നെ നമുക്ക് ഏതർ ആണ് അല്ലെങ്കിൽ പെണ്ണെന്നേ പറയുള്ളൂ. അറ്റ്ലീസ്റ്റ് അവർ പറഞ്ഞാലേ നമുക്ക് മനസ്സിലാകുകയുള്ളൂ അതും വലിയ വ്യത്യാസമില്ല, ചെറിയ എന്തോ വ്യത്യാസമൊക്കെ ഉണ്ടാകുകയുള്ളൂ. അത് അവരുടെ ഒരു ഓർഗൻസ് വൈസ് എന്തോ ചെറിയ വ്യത്യാസമൊക്കെ ഉള്ളൂ. അത് അത്രേ ഉള്ളൂ ബേസിക്കലി ഈ പറഞ്ഞ സംഭവം. ബാക്കി എല്ലാം എന്താ പറയുക, എല്ലാം പൊലിപ്പിച്ചേക്കുന്നതാ. സത്യം പറഞ്ഞാൽ ആലോചിച്ചേക്ക്, ഇത് ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറഞ്ഞ ഡിസോർഡറാണ്. അത് ഇപ്പോൾ ഈ പറഞ്ഞ ഗേ ആണെങ്കിലും ലെസ്ബിയൻ ആണെങ്കിലും അതെല്ലാം ഒരു തരം ഡിസോർഡറാണ്. അത് ഒരു പ്രാന്തുള്ള ഒരാളോട് നീ നോർമലാണെന്ന് പറഞ്ഞാൽ അഴിച്ചുവിടാൻ നമുക്ക് പറ്റുമോ? ഇവർക്ക് അത്രയും പ്രാന്തുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അതൊരു ഡിസോർഡർ ആണെന്ന് മനസ്സിലാക്കുന്നതല്ലേ.
അല്ലെങ്കിൽ ലോകത്തുള്ള 1.7% അവരെ നശിപ്പിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. അവർ ജീവിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല, അവരെ അങ്ങനെ തന്നെ അവർ ജീവിച്ചോട്ടെ, അതൊന്നും പ്രശ്നമൊന്നുമല്ല. പക്ഷേ ഇത് ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കുക, ബാക്കി ഇതെല്ലാം ജസ്റ്റ് ചുമ്മാ ഡ്രാമയാണെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ പ്രൈഡും കാര്യങ്ങളല്ല, ഈ 1.7% ആൾക്കാരുടെ പേരും പറഞ്ഞുകൊണ്ടാണ് ഇത്രയും. ഈ പറഞ്ഞ ആൾക്കാർക്ക് പോലും, അതായത് ഈ പറഞ്ഞ അവർക്ക് എയ്തർ മെയിൽ ഓർ ഫീമെയിൽ ആകാം. അവർ ഇപ്പോൾ ഇൻ്റർസെക്സ് ആണെങ്കിൽ കൂടി അവർ മോസ്റ്റ്ലി അവർ മെയിൽ ആയിരിക്കും, അല്ലെങ്കിൽ മോസ്റ്റ്ലി അവർ ഫീമെയിൽ ആയിരിക്കും. അവർക്ക് ഒന്നെങ്കിൽ ഫീമെയിൽ ആയിട്ട് ജീവിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ മോസ്റ്റ്ലി മെയിലായിട്ട് ജീവിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ ഇത് ഞാൻ ഒട്ടും അക്സെപ്റ്റബിൾ അല്ല ഇതിനോടൊന്നും. ഇതൊക്കെ എല്ല് തൊട്ട് ഞാൻ അക്സെപ്റ്റബിൾ അല്ല. എല്ലിൻ്റെ ഇപ്പുറത്ത് രോമം ഉണ്ടെങ്കിൽ കൂടി അതിൻ്റെ പുറത്തോട്ട് അക്സെപ്റ്റബിൾ അല്ല. അത്രേ ഉള്ളൂ. അപ്പോൾ ബ്രോ ഡോണ്ട് ഗെറ്റ് മീ റോങ്, ഓക്കെ, വെൻ ഐ എം ആസ്കിങ് യു ദിസ്, ഇപ്പോൾ ബ്രോ ഹെട്രോസെക്ഷൽ ആണല്ലോ, യു സ്ട്രേറ്റ് റൈറ്റ്? അപ്പോൾ ബ്രോക്ക് ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയിൽ ബ്രോക്ക് സ്വന്തമായിട്ടുള്ള കമ്മ്യൂണിറ്റീസ് ഉണ്ടല്ലോ, ഇപ്പോൾ ചേർച്ച് ഗ്രൂപ്പ്സോ ഏതെങ്കിലുമൊക്കെ കമ്മ്യൂണിറ്റീസ് ഉണ്ടാവുമല്ലോ, റൈറ്റ്? പക്ഷേ ബേസിക്കലി ഒരു കമ്മ്യൂണിറ്റി നമുക്ക് എല്ലാവർക്കും ഒരു ബിലോങ്ങിങ് ഉണ്ടാവുമല്ലോ. സോ ഡോണ്ട് യു ഫീൽ ദാറ്റ് 1.7% ഓഫ് ദ പോപ്പുലേഷൻ even they should feel that they are equally eligible to feel that kind of a community for themselves? അതാണ് ഞാൻ പറഞ്ഞത്, അവരെ ഹ്യൂമൻസ് ആയിട്ട് തന്നെ ചെയ്യണം. പക്ഷേ അതിന്റെ പേരിൽ ഇതൊക്കെ ആ 1.7% പേരിൽ ഈ പ്രൈഡ് എന്ന് പറഞ്ഞിട്ടുള്ളതൊക്കെ സ്കൂളിലൊക്കെ ബ്രോ പറഞ്ഞതാണ്, ഞാനത് കോട്ട് ചെയ്തു, ഗ്ലോബൽ പോപ്പുലേഷനിൽ. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞത് അവരെ കണ്ടാൽ എയ്തർ മെയിൽ ഓർ ഫീമെയിൽ, അത്രേ ഉള്ളൂ. അവർ നമ്മളോട് പറഞ്ഞാലേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ ദേ ആർ ഇന്റർസെക്സ് പീപ്പിൾ എന്ന്. അപ്പോൾ അല്ലെങ്കിൽ ഒറ്റ ഇതിൽ തന്നെ മെയിൽ ഓർ ഫീമെയിൽ നമുക്ക് തോന്നുന്നുള്ളൂ. ബാക്കി അപ്പം അത് തന്നെ ആലോചിച്ച് നോക്ക്. അങ്ങനെ ഇപ്പം ആ ഒരു 1.7% ആൾക്കാർ തന്നെ അത്രേ ഉള്ളൂ. അപ്പം അതിന് ഇത്രയും പൊലിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ ഈ ഒരു കമ്മ്യൂണിറ്റിയെ? ഐ മീൻ ആ 1-2% ആൾക്കാർ, അവർക്ക് പോലും പ്രശ്നമുണ്ടെന്ന് എനിക്ക് സംശയമാണ്. അവരോട് ജസ്റ്റ് ഡയറക്റ്റ് ചോദിച്ചാൽ ചിലപ്പോൾ അറിയാം. ഈ പ്രൈഡ് എന്ന് പറഞ്ഞ ഇതിനകത്ത് അവർ മാത്രമല്ല, ഈ മെയിലായിട്ട് ജനിച്ചിട്ടേ ഞാൻ സ്വയം ഫീമെയിൽ ആണെന്ന് പറഞ്ഞ് നടക്കുന്ന അങ്ങനെ കുറേ ടീംസൊക്കെ ഉണ്ട്. ചുമ്മാ ഡ്രസ്സ് ചെയ്ത് ഒരു സാരി എടുത്ത് ഞാൻ പെണ്ണാണെന്ന് പറഞ്ഞ് വരുന്ന കുറേ പേരുണ്ടോ? പക്ഷെ അത് ശരിയാണോ? ഇപ്പോൾ ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ട് ജീവിച്ച് പെണ്ണായിട്ട് വന്ന ഒരുത്തിയും പിന്നെ ഇന്നലെ ഒരു സാരി ഇട്ട് ഞാൻ പെണ്ണാണെന്ന് പറഞ്ഞിട്ട് സെയിം ആണോ? പെണ്ണിന്റെ വാല്യൂ ഇവിടെ പോവല്ലേ? ഇപ്പൊ ആർക്ക് വേണമെങ്കിലും ഇപ്പൊ ഞാൻ സാരി എടുത്താൽ ഞാൻ ഒരു പെണ്ണാണെന്ന് പറഞ്ഞാൽ പെണ്ണാവൂ. പക്ഷെ അതിനെങ്ങനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യും? ഇത് 1.7% റിയൽ ഫീൽ ചെയ്യുന്ന ആളാണ്, ഇത് വെറുതെ വരുന്നതാണ്, നമ്മൾ എങ്ങനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യും? അതാണ് ഈ ലൈക്ക് അങ്ങനെ ബയോളജിക്കലി കുഴപ്പങ്ങൾ പറ്റി, ഹോർമോണിലെ കുഴപ്പങ്ങളൊക്കെ പറ്റി അങ്ങനെ ജനിക്കുന്നവരുണ്ട്. ഇന്റർസെക്സ് ആയിട്ടുള്ളവർ അങ്ങനെ തോന്നുന്നത് അവർക്ക് ഹോർമോണൽ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ ഞാൻ പറഞ്ഞ ബയോളജിക്കലി ഒരു മെയിലായിട്ടോ ഫീമെയിലായിട്ടോ ജനിച്ച് അങ്ങനെ വളർന്നു വന്നിട്ട് ഒരു പ്രായമാകുമ്പോൾ ഉടനെ പെട്ടെന്ന് മനസ്സിൽ തോന്നുന്നു ഞാൻ ഇപ്പം ഇങ്ങനല്ല, ചിലപ്പോൾ അങ്ങനെയാണെന്ന്. അത് വെറുതെ ഒരു തോന്നൽ മാത്രമേ ആയിരിക്കാം. ഉടനെ ഇപ്പൊ നമുക്കാണെങ്കിലും കൊച്ചിയിലൊക്കെ പലതും തോന്നിയിട്ടുണ്ട്, ഞാനിപ്പോ ഇതാണെന്ന് തോന്നുന്നുണ്ട്. അതെ, നമ്മൾ പക്ഷെ ഒരു കേപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സൂപ്പർമാൻ ആവില്ല. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ പറയുന്നത് വെച്ചാൽ ഈ ബയോളജിക്കലി മെയിലായിട്ട് ജനിച്ചിട്ട് ഈ 10-18 വയസ്സ് വരെ അങ്ങനെ മെയിലായിട്ട് ജീവിച്ചിട്ട് നാളെ ഒരു ദിവസം ഒരു സ്കേർട്ട് ഇട്ട് വന്നിട്ട് ഞാൻ പെണ്ണാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തത്. അത് കുഴപ്പമെന്ന് പറഞ്ഞാൽ അത് ഫുൾ മെയിലായിരിക്കും. അപ്പോൾ ആ ഒരു വലിയൊരു പുരുഷൻ ഒരു ഫീമെയിൽ വാഷ്റൂമിലോട്ട് കയറിപ്പോയുള്ള അവസ്ഥ ആലോചിക്കുക, അല്ലെങ്കിൽ ഫീമെയിൽ ലോക്കർ റൂമിൽ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന അവസ്ഥ ആലോചിക്കുക. അവിടെ കൊച്ചു പിള്ളേരുണ്ടാവാം, ഇപ്പം നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടാവാം. അങ്ങനെയുള്ള നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഇന്റർസെക്സ് ആയിട്ട് തന്നെ ജീവിക്കട്ടെ, പക്ഷേ അങ്ങനെയുള്ളവരെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ലൈക്ക് അങ്ങനെ ബയോളജിക്കലി കുഴപ്പങ്ങളോടെ ജനിക്കുന്നവരുണ്ടല്ലോ, ആക്ച്വലായിട്ട് കുഴപ്പങ്ങളുള്ളവരുണ്ട്. ലൈക്ക് എന്താ പറയുക, എനിക്കത് പറയാൻ എനിക്കറിയില്ല, അങ്ങനെയുള്ളവരുണ്ട്. ഓക്കെ നൈസ്. മൈക്ക് കുറച്ചെടുത്ത്. സോ എനിവേസ് അങ്ങനെയാണ് ഞാൻ എൻ്റെ ഫൈനൽ തോട്ട്സ് ആഡ് ചെയ്യുന്നത്. ഫോർ മീ എൻ്റെ ടേക്ക് എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഓക്കെയാണ്. ലൈക്ക് എനിക്ക് പ്രോ ചോയ്സ്, ഞാൻ ഓക്കെയാണ്. ലൈക്ക് നമുക്ക് ആർക്കും എന്തെങ്കിലും ചെയ്തോട്ടെ, as long as എൻ്റെ ലൈഫിൽ ഇൻ്റർഫിയർ ചെയ്യുന്ന എനിക്കൊരു കുഴപ്പമില്ല. ആൾക്കാർക്ക് എന്ത് വേണമെങ്കിലും ഇപ്പോൾ ലൈക്ക് ഐം ടോട്ടലി ഫൈൻ വിത്ത് LO GO BO TOQ. അവർക്ക് അവരുടെ സംഭവം ചെയ്യുന്നവർ എനിക്ക് ഓക്കെയാണ്. ലൈക്ക് അവർ as long as എൻ്റെ വീട്ടിൽ കടന്നു വന്ന് അങ്ങനെ ഒബിയസ്ലി ചെയ്യുന്നില്ല, അപ്പോൾ ചെയ്യുന്നവർ എനിക്ക് ഓക്കെയാണ്. എൻ്റെ പ്രശ്നം വരുന്നില്ല. ലൈക്ക് എനിക്ക് റീസെൻ്റ്ലിയാണ് ഞാൻ ഈ ഒരു ആംഗിൾ വന്നത്. എനിക്ക് നമുക്കെല്ലാവർക്കും ഇപ്പോൾ ലൈക്ക് ഫോർ എക്സാമ്പിൾ ജീവിക്കുന്ന ഒരു കാരണം ഉണ്ടല്ലോ, ലൈക്ക് എന്തുകൊണ്ടാണ് ജീവിക്കുന്നത്, എന്തിനാണ് നമ്മൾ ജീവിച്ച് മരിക്കാൻ പോകുന്നത്. അപ്പോൾ കാര്യം അൾട്ടിമേറ്റ്ലി ലെറ്റ്സ് ഇപ്പോൾ നമ്മളെല്ലാം കഷ്ടപ്പെട്ട് പൈസയൊക്കെ ഉണ്ടാക്കി സംഭവം ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് ഇതിന് ഒരു പോയിന്റ് ഇല്ലാന്ന് തോന്നും. as long as നമുക്കൊരു നല്ല ഫാമിലി ഇല്ലെങ്കിൽ നമുക്ക് നാളെ അങ്ങനെയാണ് എൻ്റെ ടേക്ക്. കാര്യം ഇല്ലെങ്കിൽ എനിക്ക് വേറെ പോയിന്റ് കാണുന്നില്ല ഇതിനൊന്നും. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് പൈസ ഒക്കെ ഉണ്ടാക്കുന്നത് എന്തിനാണ്? മേ ബി ലൈഫ് എൻജോയ് ചെയ്യാൻ, ട്രാവൽ ചെയ്യാൻ. എനിക്ക് ട്രാവലിംഗ് ഇഷ്ടമല്ല, അപ്പോൾ പിന്നെ എന്തെങ്കിലും കണ്ടിട്ട് കാര്യമില്ല. സോ മേ ബി പർപ്പസ് ഓഫ് ലൈഫ് ഈസ് മേ ബി ഒരു ഫാമിലി ആൻഡ് ഇയേഴ്സ് ഡൗൺ ദ ലൈൻ മേ ബി അതായിരിക്കും പർപ്പസ്. അങ്ങനെയാണെങ്കിൽ ഐ വുഡ് ലവ് ടു
ക്യൂറേറ്റ് ദി വേ ഇൻ വിച്ച് ഞാൻ എൻ്റെ പിള്ളേരെ വളർത്തിയെടുക്കുന്നത്. സോ അതെൻ്റെ ആഗ്രഹമാണെങ്കിൽ അത് എനിക്ക് ചോയ്സുണ്ട്. കാര്യം again എൻ്റെ പിള്ളേരാണ്. കാര്യം എനിക്ക് ഇൻസെൻറ്റീവ് വേണം എന്തെങ്കിലും ചെയ്യാനായിട്ട്. അപ്പോൾ ലൈക്ക് എൻ്റെ പിള്ളേരും ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ അറ്റ്ലീസ്റ്റ് എനിക്ക് വളർത്തിയെടുക്കാൻ പറ്റില്ലെങ്കിൽ വാട്ട്സ് ദി പോയിന്റ്. സോ എനിക്ക് പ്രശ്നം വരാൻ പോകുന്ന ഇതാ, ലൈക്ക് നാളെ ലൈക്ക് ഇപ്പോൾ ഞാൻ മാരീഡ് അല്ല, ലെറ്റ്സ് ഞാൻ ഇയേഴ്സ് ഡൗൺ ദി ലൈൻ ഞാൻ കല്യാണം കഴിച്ചു, അതിന് എനിക്കൊരു കുട്ടികളുണ്ടായി കഴിയുമ്പോൾ ഐ ഡോണ്ട് വാണ്ട് ലൈക്ക് എനിക്ക് കുറച്ച് മോറൽസ് ഉണ്ടാവും, എൻ്റെ വൈഫിന് കുറച്ച് മോറൽസ് ഉണ്ടാവും, പിന്നെ എൻ്റെ ഫാമിലി കുറച്ച് മോറൽസ് ഉണ്ടാവും. ആ ഒരു റൂൾസിൽ അവരെ വളർത്തുന്നത് എൻ്റെ ആഗ്രഹമാണ്. സോ ആ ഒരു സമയത്ത് ലെറ്റ്സ് സ്കൂൾസ് ത്രൂ ആണെങ്കിലും ഇല്ലെങ്കിൽ ലെറ്റ്സ് നെറ്റ്ഫ്ലിക്സ് ത്രൂ ആണ് എങ്ങനെയാണെങ്കിലും എനിക്ക് തോന്നുന്ന ഓൾറെഡി ഒരു സോ ഇത് ഈവൻ ഗ്രബി പറഞ്ഞ അടിപൊളി ടേക്ക് ആയിരുന്നു. സോ അതെ, കുറേ വർഷങ്ങളായിട്ട് ഓപ്പറേഷനിൽ നടക്കുന്ന ഒരു കുറേ ആൾക്കാരുണ്ടാവും. ആൻഡ് അവർക്ക് ദേ ഹാവ് ദ റൈറ്റ്. ഇന്ന് അവർക്ക് പറയാൻ പറ്റും. ഇന്ന് ഇത് പറയുമ്പോഴത്തേന് ആരും തിരിച്ചു പോലും പറയാൻ പറ്റില്ല. കാര്യം അത് പറഞ്ഞാൽ തന്നെ അത് കാര്യം പറഞ്ഞിട്ട് ക്രിമിനലാണ്. ഞാൻ ഒബിയസ്ലി അങ്ങനെ സംഭവങ്ങളെടുത്ത് അവരുടെ അഗെയിൻസ്റ്റ് പറയുമ്പോൾ. സോ എനിക്കൊന്ന് ഇപ്പോൾ ഓക്കെ ആയി, നോർമലായി, ആൾക്കാർക്ക് പറയാം സംഭവങ്ങൾ അവരവരുടെ സംഭവങ്ങൾ ചെയ്യാൻ പറ്റും. നോ പ്രോബ്ലം ഈസ് ഇതിനെ നോർമലൈസ് ചെയ്ത് അതിൻ്റെ അങ്ങനെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും മൈൻഡ് ഭയങ്കര ഇപ്പോൾ സംഗീത് പറഞ്ഞ പോലെ ഭയങ്കര ലിക്വിഡാണ്. ലൈക്ക് അതിൽ എത്ര ഫീഡ് കൊടുത്താലും ഒരു സംഭവം നമ്മൾ കോൺസ്റ്റൻ്റ്ലി ഫീഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് നോർമലാവും. ഇപ്പോൾ ഒരിടയ്ക്ക് ഞാൻ ഡേറ്റ കണ്ടായിരുന്നു, 24 വയസ്സ് വരെ ആണ് അത് നമ്മുടെ ബ്രെയിൻ ഫുള്ളി ഡെവലപ്ഡ് അല്ല. അപ്പോൾ നമുക്ക് എന്ത് സംഭവം വന്നാലും നമ്മൾ ഭയങ്കര ഫ്രാജിലാണ്. അത് കഴിഞ്ഞിട്ടാണ് വരുന്നത്. റീസെൻ്റ്ലി അത് 30 വയസ്സെന്ന് ഞാൻ കണ്ടു. എനിക്കറിയത്തില്ല കറക്റ്റ് ഡേറ്റ് ആണ്. 30 വയസ്സ് വരെ നമ്മുടെ മൈൻഡ് ഫുള്ളി ഹെഡ് സെറ്റിൽ. അപ്പോൾ ആ ഒരു സമയത്ത് എത്ര നമ്മൾ എന്ത് കേൾക്കുന്നു, നമ്മൾ എന്തെല്ലാം ചെയ്യുന്നു, നമ്മളത് ഫുള്ളി ഇൻഫ്ലുവൻസ്. അതെനിക്ക് ഉറപ്പുണ്ട്. അതിന് ഡൗട്ടില്ല. ഞാൻ ഒരിടയ്ക്ക് എൻ്റെ ജിമ്മിൽ ഒരു വർഷം ഞാൻ എൻ്റെ ഒരേ ഒരു പാട്ട് ഞാൻ റിപ്പീറ്റഡ് കേൾക്കുമായിരുന്നു. NFൻ്റെ ഒരു സെർച്ച് എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. അതിൽ ലൈനുണ്ട്, ദേ സേ മൈൻഡ് ഈസ് എ പവർഫുൾ വാട്ട് യു ഗോണ ഫീഡ് ഈസ്. സോ അഗെയിൻ അപ്പോൾ നമ്മൾ എന്ത് മൈൻഡിനെ ഫീഡ് ചെയ്യുന്നു ആ ഒരു സംഭവം ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും. അത് പുള്ളി കണ്ടുപിടിച്ച സംഭവമൊന്നുമല്ല. പല ഫിലോസഫീസ് പല സമയങ്ങളിൽ പറഞ്ഞ സമയം. സോ ഒരു സംഭവം ഒരു കൊച്ചിനെ പല തവണ കേൾപ്പിച്ചിട്ട് ലെറ്റ്സ് ഞാൻ പറയുവാണ് എൻ്റെ മോനോട് നീ ഒരു പയ്യനാണ്, നീ ഇതൊക്കെയാണ് നിൻ്റെ റൂൾസ്, ഇത് ഇങ്ങനെയാണ് സംഭവങ്ങൾ, ഇതൊക്കെയാണ് സൊസൈറ്റിയിൽ നിൻ്റെ റൂൾസ്, ഇങ്ങനെയാണ് ഐ വുഡ് എക്സ്പെക്ട് യു ടു ഗ്രോ അപ്പ് എന്ന് പറഞ്ഞു വരുന്ന പയ്യനോട് നീ ആണാണോ ഒന്നുകൂടെ ആലോചിക്കുക. ആ ഒരു സംഭവം കോൺസ്റ്റൻ്റ്ലി ഫീഡ് ആകുമ്പോഴത്തേനും നാളെ അവരുടെ ഡൗട്ട് ലൈക്ക് അങ്ങനെ ഇൻഫ്ലുവൻസ് ആവണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. മേ ബി ആഫ്റ്റർ 18 അവർ പറയുകയാണല്ലോ ഞാൻ അച്ഛൻ ഒരു ആണായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ദിസ് എന്ന് പറയുമ്പോൾ ഐ എം ഓക്കെ. പക്ഷെ അത് വേറൊരു കാര്യം, ആ ഒരു അത്രയും ഫ്രാജൈലായിട്ടുള്ള മൈൻഡിനെ ഒരു വേറെ എക്സ്റ്റേണൽ സംഭവം കുത്തിവെച്ചാവരുതിലേക്ക് വേറൊരു ഇൻഫ്ലുവൻസ് എക്സ്റ്റേണലി പറഞ്ഞാവരുത്. കാര്യം ഭയങ്കര ഈസിയാണ്. എസ്പെഷ്യലി നമ്മളൊക്കെ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ എത്ര ഈസിയാണ് നമ്മൾ മാനിപ്പുലേറ്റ് ഇപ്പം നിലവിൽ ചെയ്യപ്പെടുന്നില്ല എന്ന് വിചാരിച്ചതിൻ്റെ മണ്ടത്തരമാണ്. കോൺസ്റ്റൻ്റ്ലി നമ്മളെല്ലാം സംഭവത്തിൽ നമ്മളെല്ലാം മാനിപ്പുലേറ്റ് ആയിക്കൊണ്ടിരിക്കും. ന്യൂസ് ഒരു വലിയ മാനിപ്പുലേഷനാണ്. സോ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഫുള്ളി ഇൻഫ്ലുവൻസ് ആയിക്കൊണ്ടിരുന്ന സമയത്ത് ഐ ഡോണ്ട് വാണ്ട് മൈ കിഡ്സ് ടു ബി ഇൻഫ്ലുവൻസ് ബൈ സംതിങ് ലൈക്ക് ദാറ്റ്. ആസ് ലോങ് ആസ് ആ ഒരു സംഭവത്തിൽ പ്രശ്നം വരുന്നവരെ ഐ ആം ഓക്കെ വിത്ത്. പക്ഷേ ഇതിൻ ആ ഒരു സംഭവത്തിൽ ലൈക്ക് ലെറ്റ്സ് ഗവൺമെൻറ് പറയുകയാണ് ഈവൻ പ്രൈവറ്റ് സ്കൂൾസ്, നിലവിൽ നിൽക്കുന്ന പ്രൈവറ്റ് സ്കൂൾസിൽ നിർബന്ധമില്ല, നമുക്ക് സ്കൂൾസ് സെലക്ട് ചെയ്യാം നമ്മൾ പിള്ളേർ പഠിക്കുന്നത്. പക്ഷേ നാളെ വരുവാണ് ഈ സ്കൂൾസിലും കരിക്കുലത്തിൽ ഇത് അത്യാവശ്യമാണ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ആ സ്റ്റേറ്റിൽ എന്തായാലും നിൽക്കത്തില്ല. അത് എനിക്ക് റെഡ് ലൈനാണ്. കാര്യം എനിക്ക് ചൂസ് ചെയ്യണം അഗെയിൻ ഞാനിത് എനിക്കൊരു പ്രശ്നമില്ല ആൾക്കാരില്ല. പക്ഷേ അസ് ലോങ് എനിക്കൊരു സംഭവം ഉണ്ടെങ്കിൽ എനിക്ക് അതനുസരിച്ചുള്ള വളർത്തണം. അപ്പോൾ ആ ഒരു സംഭവം എന്ന് പ്രശ്നം വരുന്നു അന്ന് ആ ഒരു സ്റ്റേറ്റിലെങ്കിൽ ആ സംഭവം എൻ്റെ എനിമിയോ എനിക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകേണ്ടി വരും. അപ്പോൾ അതാണ് എൻ്റെ ഒരു ബൗണ്ടറി. അത് അല്ലാതെ അസ് ലോങ് എസ് ഇങ്ങനെ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ആ ഓക്കെ വിത്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ സംഭവങ്ങൾക്ക് പോകാറില്ല. കാര്യം എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യാറില്ല. എനിക്ക് ജനിച്ചപ്പോൾ ഒരു രീതിയിലാണ് ഞാൻ ഫീൽ ചെയ്യുന്നത്. ആ ഓക്കെ വിത്ത് ബട്ട് ലോഡ് ഓഫ് റെസ്പെക്ട് ടു ഓവർ ഈസ് ഇൻ ദാറ്റ് കമ്മ്യൂണിറ്റി. അതാണ് എൻ്റെ ടേക്ക് ആൻഡ് അതാണ് എൻ്റെ ലൈൻ. സോ ഇന്ന് ഞാൻ ഈ സംഭവം ഞങ്ങളുടെ ഒരു പുതിയ പേജ് തുടങ്ങി. ആ ഒരു പേജിൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഞങ്ങൾക്ക് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക ഏതാണ് ഇൻട്രസ്റ്റ് വരുന്ന ടോപ്പിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ ഒരു സാധനം കയറി വന്നു. അപ്പോഴത്തേക്ക് ഞാൻ ഇന്നിപ്പോൾ ഞാൻ 2 തവണ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കൊന്ന് വീണ്ടും ഇതിൻ്റെ ടോപ്പിക്സ് കയറി വരും. ആൻഡ് ഐ എം ഓക്കെ വിത്തില്ല. ആസ് ലോങ് ആസ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നവരെ ഐ എം ഓക്കെ വിത്ത്. ഐ അണ്ടർസ്റ്റാൻഡ് അങ്ങനത്തെ ആൾക്കാരുണ്ട്. പക്ഷേ ഓൾസോ എനിക്ക് ഉറപ്പുണ്ട് ഇവരെല്ലാവരും പറഞ്ഞ പോലെ ദർ ഈസ് എ കമ്മ്യൂണിറ്റി. എനിക്ക് തോന്നുന്നത് ഒരു ഹ്യൂജ് പെർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷൻ ഉണ്ട് വേർ അവർ ആ ഒരു സംഭവത്തിലേക്ക് അഗൈൻ ഇത് എൻ്റെ ടേക്കാണ്, എൻ്റെ ഒപ്പീനിയനാണ്, അവരതിലേക്ക് കയറിയത് നോട്ട് ബിക്കോസ് ദേ ആക്ച്വലി ഫീൽ ലൈക്ക് ഇറ്റ്. കോൺസ്റ്റൻ്റ്ലി എന്നോട് പറയുവാണ് സോ ഒരു ആണാവുമ്പോഴത്തേന് ഇത്ര റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഇതൊക്കെയാണ് നിൻ്റെ സൊസൈറ്റി എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ നീ ഇതാണെങ്കിൽ നിനക്കതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ നോക്കുമ്പോഴത്തേന് ഈസി വേയ്സ് ഒക്കെ ജസ്റ്റ് ഐ നോട്ട് എ മാൻ ജസ്റ്റ് ഇത് അങ്ങനെയല്ല എന്ന് പറയുന്നത് എനിക്കൊന്ന് ഈസി ഒരു കോപ്പ് ഔട്ട് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. മേ ബി ഒരു പെർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷൻ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അങ്ങനെ ആ ഒരു കാരണം കൊണ്ട് മാത്രം ആ ഒരു ട്രെയിനിലേക്ക് കയറിയിരിക്കുന്നത്. ആൻഡ് ഇവൻച്വലി മേ ബി ഇയേഴ്സ് ഡൗൺ ദ ലൈൻ മേ ബി അവർ എന്ത് ഫിഗർ ഔട്ട് ചെയ്യുന്നത് എനിക്കറിയത്തില്ല. ഞാൻ ഇതിലൊരു സംഭവം അടിയുവാണെങ്കിൽ ഞാൻ ഈ ആനിമൽസിനെ ഞാൻ കുറേ വളർത്തിയിട്ടുള്ള ഒരു സംഭവമാണ്. എനിക്ക് ഈവൻ പട്ടി, പൂച്ച, കോഴി എന്ത് സംഭവമാണെങ്കിലും ഞാൻ അതിനെ ലൈക്ക് ഭയങ്കര ലാർജ് സ്കെയിലിൽ ഞാൻ വളർത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക്
മനസ്സിലായ സംഭവം എന്ന് വെച്ചാൽ ഇതൊരു മനുഷ്യൻ്റെ സംഭവമല്ല. ഈ സംഭവം ആനിമൽസിലും ഉണ്ട്. ഈ ഗേ എന്നൊക്കെ പറഞ്ഞ സംഭവം ആനിമൽസിലും ഉണ്ട്. പട്ടികൾ, കുറേ പട്ടികളുണ്ട്, അല്ലെങ്കിൽ ഈവൻ മൃഗങ്ങളുണ്ട്. അവർക്ക് അവരുടെ സെയിം, ഈ ആക്ച്വലി അവർ ഡിസൈൻഡ് ആയിട്ടുള്ള രീതിയിലല്ല അവരുടെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ. പക്ഷേ എനിക്ക് മനസ്സിലാക്കിയ എല്ലാ സംഭവത്തിലും ഉണ്ട്. പട്ടി, പൂച്ച, കോഴി, മൃഗം എല്ലാത്തിലും ഉണ്ട്. അവർ ഈ ഗേ എന്നൊക്കെ പറഞ്ഞ സംഭവം ഒന്നുണ്ട്, മനുഷ്യനിലുള്ള ഒരു സംഭവമല്ല ഇത് എല്ലാത്തിലും ഉണ്ട്. പക്ഷേ അതിൻ്റെ റേഷ്യോ, ഞാൻ കുറേ സംഭവങ്ങൾ വളർത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ റേഷ്യോ മേ ബി ഞാനൊരു എസ്റ്റിമേറ്റ് പറയാൻ പറ്റുമെങ്കിൽ മേ ബി 1 in 1000. പക്ഷേ ഇത് മനുഷ്യനിൽ ഇപ്പോൾ ബെൻസോയ് പറഞ്ഞ പോലെ ഒരു 1 റേഷ്യോ ഉണ്ടെങ്കിൽ അത് ഭയങ്കര കൂടുതലാണ്. കാരണം നമ്മളെല്ലാവരും മൃഗങ്ങളാണ്, നമ്മൾ ഹ്യൂമൻസ് ആസ് മൃഗങ്ങളാണ്. സോ അതിൽ 1.7 എന്ന് പറയുമ്പോൾ അത് ഭയങ്കര കൂടുതലാണ്. ഞാൻ എല്ലാ സൈസ് മൃഗങ്ങളെ ഞാൻ വളർത്തിയിട്ടുണ്ട് എൻ്റെ ലൈഫിൽ. അതും എല്ലാം വലിയ സ്കെയിലിൽ ഞാൻ വളർത്തിയിട്ടുള്ളത്. അപ്പോൾ മേ ബി 1 in 1000 ഞാൻ എല്ലാത്തിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. മൃഗങ്ങളുണ്ട്, കോഴികളുണ്ട്, പട്ടിയുണ്ട്, പൂച്ചയുണ്ട്. അവർക്ക് അവരുടെ സെയിം സംഭവം ഇല്ലാത്ത, എനിക്ക് പേഴ്സണലി ഞാൻ അവരെ ഭയങ്കര അടുത്തായിട്ട് ഞാൻ വളർത്തിയിട്ടുള്ളത്. എൻ്റെ ഒരു അല്ലെങ്കിൽ എൻ്റെ ഒരു ലൈഫിലൊരു സംഭവമായിട്ട് ഞാൻ വളർത്തിയപ്പോൾ എനിക്ക് മനസ്സിലാക്കിയ സംഭവമാണ്, അവർ സെക്ഷുവലി ആ സംഭവം ഫീൽ ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരു പൂവൻകോഴി ആണെങ്കിൽ അത് അട്രാക്റ്റഡ് അല്ല ഫീമെയിൽസായിട്ട്. അത് ആക്ട് ചെയ്യുന്നൊരു വേയും ഒരു സംഭവമൊക്കെ വെച്ച് എനിക്ക് മനസ്സിലായത് ഇത് നോർമലല്ല. ഇതെന്തുകൊണ്ടാണ് നോർമലല്ലാത്ത? ഇതൊരു ഹ്യൂമൻ സംഭവമാണെങ്കിൽ ഇത് ആനിമൽസിലും അപ്ലൈ ചെയ്യേണ്ടതല്ല. പക്ഷേ ആനിമൽസിലും ഇതുണ്ട്, പക്ഷേ അവരുടെ റേഷ്യോ ഭയങ്കര ലോ ആണ്. ആൻഡ് എനിക്കൊരു എസ്റ്റിമേറ്റ് തരാൻ പറ്റുവാണെങ്കിൽ അത് 1 in 1000 ആണ്, റാദർ ദാൻ 1 in 100. ഇപ്പോൾ ആൾക്കാരുടെ ആ ഒരു റേഷ്യോ കൂടുന്നതിൻ്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ കുറച്ചുകൂടി നമ്മൾ ഇത് പ്രൊമോട്ട് ചെയ്യുന്നതുകൊണ്ടാണെന്നാണ്. ശരിക്കും അത്ര റേഷ്യോ ഉണ്ടായിരിക്കത്തില്ല. നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും മേ ബി ആൾക്കാർ കുറച്ചും കൂടി ഇത് അക്സെപ്റ്റ് ചെയ്യുന്നത്, ഞാൻ ഇതല്ല ഇതാണ്. പക്ഷെ ആക്ച്വലി എന്താണ് പറഞ്ഞത്, ഒരു എററിൻ്റെ ഒരു ഫാക്ടർ എന്തായാലും ഉണ്ട്. അതാണ് ഞാൻ ആനിമൽസിലും പറഞ്ഞത്. നമ്മൾ എന്ത് ആനിമൽസിൻ്റെ വീഡിയോ കണ്ടാലും അത് ഉണ്ട്. ഗേ ആയിട്ടുള്ള ആനിമൽസും ഉണ്ട്, മനുഷ്യന്മാർ മാത്രമല്ല ഉള്ളത്. പക്ഷെ അത് ഞാൻ വിചാരിക്കുകയാണ്, അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇൻഫ്ലുവൻസായി ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരെന്നല്ല ഏറ്റവും ബിഗ്ഗസ്റ്റ് എനിമീസ് ഫോർ ദ റിയൽ പീപ്പിൾ ഹു ഫീൽ ലൈക്ക് ദാറ്റ്. ഇപ്പം 1.6 അല്ലെങ്കിൽ 1 out of 1000 അവരുടെ ഏറ്റവും അഗേൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് ഇങ്ങനെ ഈ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് മേ ബി ആസ് യു ഗൈസ് സേഡ് ലൈക്ക് യുനോ അങ്ങനെ ഷോ ആയിട്ട് കാണിക്കാൻ വേണ്ടി ചെയ്യണവരെന്നല്ല ഏറ്റവും വലിയ എനിമീസ്. ബിക്കോസ് എന്തോരം പേര് എന്താ പറഞ്ഞാൽ, ആൻഡ് ഇറ്റ്സ് സാഡ് ദാറ്റ് ചെറുപ്പം തൊട്ട് അവർക്ക് അക്സെപ്റ്റൻസ് കിട്ടാത്തതുകൊണ്ട് സൂയിസൈഡ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. ബിക്കോസ് ആൻഡ് ദോസ് ആർ ജെന്യുവൻ കേസസ്, റൈറ്റ്? അപ്പം ഞാൻ വിചാരിക്കണേ ഇപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ ഇൻഫ്ലുവൻസ് ആയിട്ടിരിക്കുന്ന ഗ്യാങ് അവരെന്നല്ല ഈ ആക്ച്വലി ഒപ്രസ്ഡ് ആയിട്ടുള്ള ഗ്യാങ്ങിനെ ഏറ്റവും അഗേൻസ്റ്റ് ആയിട്ട് നിൽക്കണേ. പക്ഷെ ഇത് കുറച്ചുകൂടി പ്രൈവറ്റ് ആയിട്ട് വയ്ക്കുക, അല്ലാണ്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല. നമ്മുടെ സെക്ഷുവാലിറ്റി നമ്മൾ പ്രൈവറ്റ് ആയിട്ട് വയ്ക്കുകയാണെങ്കിൽ ഇതിപ്പോൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ഗേ ആണെങ്കിൽ നമ്മൾ അറിഞ്ഞാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർ അറിഞ്ഞാൽ മതി. അത് നമ്മൾ ഇത്രയും പ്രൊമോട്ട് ചെയ്യാണ്ട് നമ്മുടെ സെക്ഷുവാലിറ്റി പ്രൈവറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി എനിക്ക് തോന്നുന്ന ഗേ ആയിട്ടുള്ള ആൾക്കാർക്ക് പണ്ടോട്ട് ഗേ ഉണ്ട്, ശിഖണ്ഡികളുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്തിനാ പ്രൈവറ്റ് ആയിട്ട് വെക്കാൻ പറയാൻ കാരണം? അത് പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു സംഭവമല്ലല്ലോ. ഇപ്പോൾ നമുക്കൊരു വീക്ക്നെസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഒരിക്കലും പ്രൊമോട്ട് ചെയ്തില്ല. നമ്മുടെ ആണെന്ന് നമുക്ക് തോന്നുന്നു. അല്ല, നമ്മൾ എത്ര പേര് പറഞ്ഞിട്ടുണ്ട് ബ്രോ സ്ട്രൈറ്റ് ആകുമ്പോ വഴിയെ കാണുന്നൊക്കെ പറഞ്ഞു നടക്കുമല്ലോ. ഇല്ല, അത് ശരിയാ. അപ്പൊ ഇവരെന്തിനാ ഇങ്ങനെ ഫ്ലാഗ് ഒക്കെ പിടിച്ച് ഞാനിതാണ് ബി പ്രൗഡ് പറഞ്ഞ ആവശ്യം? പക്ഷെ അത് സ്ട്രൈറ്റ് ആണെന്ന് പറയുന്നതിന് നാണിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ല, നീ പറയാറുണ്ടോ? നീ വഴിയോടെ പോകുമ്പോൾ നീ ആരെങ്കിലും പറയാറുണ്ടോ ഞാൻ സ്ട്രൈറ്റ് ആണെന്ന് പറഞ്ഞ് നടക്കാറുണ്ടോ? ഇവരെന്തിനാ ഇവർക്ക് റാലി ഞാനതാണ് ഇതാണ് എന്നെ അക്സെപ്റ്റ് ചെയ്യണം? ഇവര് ഗേ ആണെങ്കിൽ ഓക്കെ, ജീവിച്ചോ, ലൈക്ക് ഇങ്ങനെ സ്പ്രൈറ്റ് ചോദിച്ചാൽ പോരെ? സോ പാർട്ട് ഓഫ് ഇറ്റ് എനിക്ക് തോന്നുന്ന അറ്റൻഷൻ ഉണ്ടാവും. കാര്യം ആ ഒരു പരാതി പോവുകയാണെങ്കിൽ ലോഡ് ഓഫ് കോണ്ടന്റ് ഉണ്ട്. ബട്ട് പാർട്ട് ഓഫ് ഇറ്റ് എനിക്ക് തോന്നുന്ന ലൈക്ക് ഞങ്ങളെ പോലെ കമ്മ്യൂണിറ്റി ഉണ്ട്. ലൈക്ക് പക്ഷെ ഇപ്പൊ ഇവര് മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഒന്നും പറ്റത്തില്ലല്ലോ. ഇവരിപ്പം മിണ്ടാതെ ഇവരുടെ ലൈഫ് ജീവിക്കുവാണെങ്കിൽ ആരും ഒന്നും ചോദിക്കാനും പറയുന്നില്ല, ഒന്നുമില്ല. ഇവരാരും ഒന്നും ചെയ്തില്ല. ഫൈനൽ ടേക്ക് ഓക്കെ, ഗ്രേറ്റ്. സോ അങ്ങനെയാണ് ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് പോകും. ലാസ്റ്റ് ടോപ്പിക്ക് നമുക്ക് ലൈറ്റ് ആയിട്ട് നോക്കാം. സോ ഞാൻ പറഞ്ഞ പോലെ റാൻഡമിലി കയറി വന്ന റീലാണ്. ഞാൻ ജസ്റ്റ് ഇവരോട് തോട്ട്സ് അറിയാൻ വേണ്ടി വന്നു. ബട്ട് നൈസ് ആയിരുന്നു, അടിപൊളി. ആൻഡ് ലാസ്റ്റ് ടോപ്പിക്ക് ഇത് ഇച്ചിരി ലൈറ്റ് ആൻഡ് ഹൈപ്പോത്തറ്റിക്കൽ സംഭവമാണ്. സോ ഇഫ് യു ഹാവ് $10 billion, വാട്ട് വിൽ ബി യുവർ പ്ലാൻസ് വിത്ത് ഇറ്റ്? അത് ബെൻസ്ബായ ടോപ്പിക് അല്ലായിരുന്നു. അതെ, പ്രത്യേകിച്ച് വലിയ പ്ലാൻസ് ഒന്നും ഇല്ല. എന്നാലും
ഒരു വീടായാലോ വലുത്, ഒന്നോ രണ്ടോ രണ്ട് ഒരെണ്ണം മതി. 10 ബില്യൺ അതായത് നാട്ടിൽ 100 കോടി വിചാരിച്ചോ. അതില് ഒരു വീട് മതി. ഇന്ത്യയിൽ ചിലപ്പോൾ 6000 കോടി രൂപയായിരിക്കും അല്ലേ കണക്ക് വെച്ചിട്ട്. 6000 കോടി ഒന്നും വരുന്നുണ്ട്. 6000 കോടി വരത്തില്ലേ? 100 ബില്യൺ എന്ന് പറഞ്ഞാൽ അല്ല 10 ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടി USD അല്ലേ? US ഡോളർ. ഡോളർ കാനഡിയൻ ഡോളർ. ബില്യൺ ഡോളർ. 10 ബില്യൺ എന്ന് പറയുന്നത് 100 കോടി. 100 കോടിയുള്ളൂ. 10 ബില്യൺ 10 ബില്യൺ 100 കോടി അല്ലേ? കുറവാണല്ലോ. 100 കോടിയാണ്. ബില്യൺ ഡോളർ. 10 മില്യൺ ഒരു സീറോസ് കൗണ്ട് ചെയ്യണമല്ലോ. ഇന്റർനാഷണൽ സിസ്റ്റത്തിൽ ഇന്ത്യൻ സിസ്റ്റത്തിലേക്ക് നോക്ക്. 10 ബില്യൺ. ബട്ട് എനിവേസ് അപ്പോൾ ഒരു വലിയ എമൗണ്ട് ആണ് അതില്. അയ്യോ ശരി കേട്ടോ, വലിയ എമൗണ്ട്. 6000 കോടി ഒന്നുണ്ടാ. 6000-7000 കോടി. 8400 കോടി. 8400 ആയി. 8000 crore. 84,000 crore. 84,000 crore. That makes 8400 crores. 8400 അല്ല പറയാ, 8400 crores. അല്ല സോറി മൈ ബാഡ്, 84,000. 84,000 crore. That makes sense. അപ്പൊ കൊച്ചി മൊത്തം വേണമെങ്കിൽ മേടിക്കാൻ കൊച്ചു കേരളം ചോദിച്ചൂടെ? സോ നീ അത് വെച്ച് എന്ത് ചെയ്യും? അല്ല വലുതായിട്ടൊന്നും ചെന്നില്ല, എന്നാലും പൈസ അല്ലല്ലോ മെയിൻ. എന്നാലും അത്യാവശ്യം വലിയൊരു വീടെന്ന് പറയുമ്പോൾ വീടിനകത്ത് എന്തൊക്കെ വേണം? ഐ മീൻ അത്യാവശ്യം സെറ്റപ്പ് ഒക്കെ വേണമല്ലോ. എനിക്ക് പേഴ്സണലായിട്ട് വീടിനകത്ത് ഒരു ജിമ്മായ കൊള്ളാതുണ്ട്. വീടിനകത്ത് എനിക്ക് മാത്രം, വേറെ ആർക്കും പ്രവേശനമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ആ ഒരു ജിമ്മ്, പിന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു പൂള്, പിന്നെ വേറെ 2 മില്യൺ മതി നിനക്ക് അല്ലേ? ബാക്കി നമുക്ക് പാവപ്പെട്ടവർക്ക് കൊടുക്കാടാ. വേറെ എത്ര പേരുണ്ട്? അതാ പറഞ്ഞേ, കൊടുക്കണം കൊടുത്തോ. ഐ മീൻ നമുക്ക് ആവശ്യം കഴിഞ്ഞതൊക്കെ കൊടുത്തോ, കുഴപ്പമൊന്നുമില്ല. കൊടുക്കണം എന്നാണ് നല്ലതുപോലെ വാരിക്കോരി കൊടുക്കണം എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. കമ്മ്യൂണിറ്റിക്ക് ഇച്ചിരി പൈസയുടെ ആവശ്യം. ആർക്കാ? കമ്മ്യൂണിറ്റി. അത് നീ കൊടുത്തോ. നിനക്ക് ഞാനൊരു 1000 കൂടി വന്നിരിക്കുന്നു, അത് നീ ആർക്കാന്ന് വെച്ചാൽ കൊടുത്തോ. ഓടിക്കുന്നൊരു വിലയില്ല. ലേലം വിളിക്കണ പോലെ. അല്ല ഞാൻ പറഞ്ഞില്ല, പിന്നെ കുറച്ച് 10 ബില്യൺ യൂസ് കുഴപ്പമില്ല. 10 ബില്യൺ യൂസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ പൈസ. ഭയങ്കര വലിയ പൈസ. നമുക്ക് എന്തൊക്കെ മേടിച്ചു കഴിഞ്ഞാലും ബാക്കി ഉണ്ടാവും. അത്രയ്ക്ക് വലിയ പൈസ വേണമെങ്കിൽ. അതാണ് എന്ത് മേടിക്കണമെന്ന് വെച്ചാൽ എന്ത് വെള്ളം മേടിക്കാം. അപ്പൊ എന്ത് തോന്നുന്നോ അതൊക്കെ മേടിക്കാം. പ്രൈവറ്റ് ജെറ്റ് വേണമെങ്കിൽ ഉണ്ടല്ലോ. ജെറ്റ് വേണമെങ്കിൽ അത് മേടിക്കാം. കുറെ വീട് മേടിച്ചിടാം. എന്ത് വെള്ളം മേടിക്കാം. വേണമെങ്കിൽ ചെറിയ ഐലൻഡ് മേടിക്കാം. ഊബർ ഈറ്റ്സ് നിനക്ക് വേണ്ടി വാങ്ങാം. ഊബർ മൊത്തത്തിൽ മേടിക്കാൻ വേണമെങ്കിൽ കുഴപ്പമില്ല. എന്ന് എന്റെ വീട്ടിലേക്ക് ഒരു ഫുഡ് ഓർഡർ. അതെ, ഊബർ മൊത്തത്തിൽ കുറച്ചൊക്കെ മേടിച്ചിടാം. അത് മേടിക്കാൻ കുഴപ്പമില്ല. വെരി ഹൈപ്പോത്തറ്റിക്കൽ ഐ ഗെസ്. സോ ഞാൻ എമൗണ്ട് ഇച്ചിരി കൂടി പോയെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു വലിയൊരു മാൻഷൻ, വലിയൊരു നല്ലൊരു ജെറ്റ്, പിന്നെ എനിക്ക് തോന്നുന്നു കുറെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് താഴേക്ക് വരാം. 2 ബില്യൺ ഇരിക്കട്ടെ. എന്തെങ്കിലും മിഷൻ ഉണ്ടോ? ലൈക്ക് മേ ബി ഈ ഒരു സംഭവം ദിസ് ഇസ് സംതിങ് ഐ റിയലി വാണ്ട് ഫിക്സ് ഇൻ ദി വേൾഡ്. സോ മേ ബി ഞാൻ ഇതിലേക്ക് ചെയ്യുന്നുള്ള മേ ബി എന്തെങ്കിലും മോറൽ കോഴ്സ്, അല്ലെങ്കിൽ ലെറ്റ്സ് സേ ഇലോൺ മസ്കിനെ പോലെ മേ ബി സ്പേസിൽ പോകാനായിട്ട് ഇലോൺ മസ്ക് ഇറക്കുമ്പോഴത്തേന് മേ ബി ഫസ്റ്റ് ടിക്കറ്റ് എൻ്റെ ആയിരിക്കണം എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ. അങ്ങനെ തോന്നിക്കുമ്പോൾ എനിക്ക് കാര്യം ഇപ്പോൾ ഒരു കൺട്രിയുടെ ഒരു ഹിസ്റ്ററി മേ ബി ഗ്രബിക്ക് മാറ്റി മറിക്കാനുള്ള പൈസ ഉണ്ട്. മേ ബി ഒരു വെനിസ്വേല ഫുള്ള് വാങ്ങാനുള്ള പൈസ ഉണ്ട്, അല്ലെങ്കിൽ ഗ്രീൻലാൻഡ് വാങ്ങാനുള്ള പൈസ ഉണ്ട്. കാര്യം 3 ബില്യണാണ് പുള്ളി ഡീൽ വെച്ചേക്കുന്നത്. അപ്പോൾ അത്രയും പൈസ ഉണ്ട്. അപ്പോൾ അത് എന്തെങ്കിലും മോറൽ കോസ് ചെയ്തിട്ട് പോകണം. അത് മേ ബി എൻജോയ് ചെയ്ത്. എനിക്ക് അങ്ങനെയൊന്നുമില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ഫാമിലിയുടെ കൂടെ പ്രൈസ് ടാഗ് നോക്കാണ്ട് ജീവിക്കാൻ പറ്റുക. ആൻഡ് ഐ തിങ്ക് ബാക്കിയുള്ളത് ഇപ്പൊ ഇത്ര കൂടുതലായാലും പ്രശ്നമെന്ന് പറയില്ല. അതാണ് ഇത്രയും കാശ് കിട്ടിയാൽ എന്ത് ചെയ്യുന്ന അറിഞ്ഞൂടാ. മേ ബി ഇൻവെസ്റ്റ് ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് you don't really need to worry about money ever in your life again. Not just you, maybe your generations to come. സുരാജിന്റെയും ആസിഫ് അലിയുടെ ഒരു പടമില്ലേ, അതില് സുരാജിന് പൈസ ഇല്ലാണ്ട് ഒരു ഫ്രണ്ട്സ് ആവുന്ന ഇവര് റാൻഡംലി കണ്ടോ? അമീഗോ അഡിയോസ്. അതിൽ കുറെ പൈസ ഉണ്ട് പക്ഷെ ഹാപ്പി അല്ല. സോ പൈസ ഇങ്ങനെ കൊടുക്കും, പക്ഷെ കുറെ പൈസ ഉണ്ട്. സോ എനിവേ സംഗീന്റെ ടേക്ക് എന്താ? എനിക്ക് ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് ടേക്ക് വരുന്നുണ്ട്. 10 ബില്യൺ എനിക്ക് തോന്നിയെന്ന് എമൗണ്ട് ഇച്ചിരി കൂടിപ്പോയി. 2 ബില്യൺ മനസ്സിൽ വിചാരിച്ചു എന്നിട്ട് പറഞ്ഞു. നമ്മള് പാവപ്പെട്ടവരായിട്ടുള്ളവർക്ക് 10 മില്യൺ എന്നൊക്കെ പറയുമ്പോ നമ്മള് നെക്സ്റ്റ് ലെവൽ ബില്യനേഴ്സ് എത്തുന്ന കാര്യത്തിലല്ല. അത്രയും ലെവലിൽ നമുക്ക് ചെറിയൊരു എമൗണ്ട് ആണെങ്കിൽ ആലോചിക്കാം. നമ്മൾ ഈ പാവപ്പെട്ടവർക്ക് ഇത്ര എമൗണ്ട് ഒക്കെ ഇടുമ്പോൾ നമുക്ക് ഇത്രയൊന്നും നമ്മൾ ഒരിക്കലും ലൈഫിൽ ആലോചിച്ചിട്ടില്ല. പക്ഷേ മേ ബി ഒരു മില്യണിൽ വെച്ച് ഞാൻ സംസാരിക്കുകയാണെങ്കിൽ ആ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കുറേ സംഭവമുണ്ട്. പ്രൈസ് ടാഗ് ഒരു സംഭവമാണ്. പ്രൈസ് ടാഗ് നോക്കാണ്ട് നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റണം. പിന്നെ ഒരു സംഭവമാണ് നമ്മുടെ ലൈഫിൽ
എല്ലാവരും എനിക്കറിയത്തില്ല, പക്ഷെ നമുക്ക് ലൈഫിലൊരു പവർ ഉണ്ടെങ്കിൽ ഒരു നല്ല സംഭവമാണ്. പവർ വേണമെങ്കിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സംഭവം എന്ന് വെച്ചാൽ പൈസയാണ്. നമുക്ക് പൈസ ആവശ്യമാണ്. നമുക്ക് ലൈഫിൽ എന്തെങ്കിലും പവർഫുള്ളായിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിൽ ഒരു റെവല്യൂഷൻ എന്തെങ്കിലും നമുക്ക് ചെയ്യണമെങ്കിൽ അതിന് പൈസ ആവശ്യമാണ്. അപ്പോൾ ഇത്രയും പൈസ ഉണ്ടെങ്കിൽ എനിക്ക് താല്പര്യമുള്ള കുറേ സംഭവങ്ങൾ ചെയ്യാൻ പറ്റില്ല. ഈവൻ റിലീജിയസ് ആയിട്ടുള്ളതിലും കുറേ സംഭവങ്ങൾ ഞാൻ ആലോചിച്ചതെന്ന് വെച്ചാൽ, ഈ ആക്ച്വലി ഇന്ത്യയിലുള്ള റിലീജിയസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കോൺട്രവേഴ്ഷ്യലാണ്. അതിൽ ആൾക്കാർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചുമ്മാ എവിടെയെങ്കിലൊക്കെ പോയി കുറേ പാലൊക്കെ ഈവൻ ചെയ്യുന്നു. അതിലത്രയും പോയിൻ്റ് ഉണ്ടോ എന്ന് എനിക്കറിയുന്നില്ല. കുറേ പേര് ഡൊണേറ്റ് ചെയ്യുന്നു, പക്ഷെ അത് ആൾക്കാർക്ക് ഹെൽപ്പ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഈവൻ ആൾക്കാർ കുറേ പാൽ ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ചുമ്മാ ഒരു സ്ഥലത്ത് പോയി ഒഴിക്കുന്നു. അതൊരു ആൾക്കാർക്കൊന്നും കിട്ടുന്നില്ല അതുകൊണ്ട്. അപ്പം മേ ബി എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ, ഒരു സ്ഥലം അവിടെ നമുക്ക് ഇത്രയും 10 മില്യൺ ഇത്രയും ഡോളേഴ്സ് എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, എല്ലാവർക്കും വേണ്ടി ഒരു ഫ്രീ ആയിട്ട് ഫുഡ്, ഒരു ദിവസം 3 നേരത്തെ ഫുഡ് കിട്ടാമെന്ന് ഫ്രീ ആയിട്ട് എനിക്ക് സപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു സംഭവം. ഞാൻ ഹോപ്പ്ഫുള്ളി ഞാൻ ഓർക്കുന്നതെന്ന് വെച്ചാൽ ബ്രാംപ്ടൺ അല്ലെങ്കിൽ മിസ്സാഗ, അവിടെ എനിക്ക് ഇത്രയും പൈസ എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ 3 നേരം ഫ്രീ ആയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു സംഭവം ഞാൻ പ്രൊവൈഡ് ചെയ്യും ആവശ്യക്കാർക്ക് വേണ്ടി. നല്ല ഫുഡ്, നല്ല ഫുഡ് ബാങ്ക് എന്ന് പറയുന്നത് ഒരു റിലീജിയസ് ഒരു സംഭവം എന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഒരു ഗിൽട്ടും ഫീൽ ആവരുത്. നമ്മൾ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഫുഡ് കഴിക്കാൻ പറ്റുന്നത്. പക്ഷെ ഒരു റിലീജിയസ് ഒരു സ്ഥലം, മേ ബി ഒരു ഹിന്ദു ഒരു മന്ദിർ കൈൻഡ് ഓഫ്, നമ്മുടെ ഈ പഞ്ചാബികൾ ചെയ്യണ മാതിരി അങ്ങനത്തെ ഒരു ഗുരുദ്വാര പോലത്തെ ഒരു സംഭവം. പക്ഷേ ഫോർ ഹിന്ദുസ്, കാരണം ഞാൻ ഹിന്ദു ആയതുകൊണ്ട് ഞാൻ ഓർക്കുന്നത് വെച്ചാൽ അങ്ങനെ ഹിന്ദു ഒരു സ്ഥലങ്ങൾ ഭയങ്കര ചുരുക്കമുള്ളൂ. ഗുരുദ്വാരാസ് ഉണ്ട്, പക്ഷെ ഒരു ടെമ്പിൾ അവിടെ ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ അവർക്ക് വേണ്ടി എനിക്ക് മേ ബി ഫണ്ട് ചെയ്യാൻ പറ്റും ഫുഡിന് വേണ്ടി. ഇത്രയും പൈസ ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ അത്രയൊന്നും ഇല്ല, പക്ഷെ എൻ്റെ കയ്യിൽ മേ ബി ഒരു അക്കൗണ്ടിൽ $50 ഉണ്ടായിരിക്കും റൈറ്റ് നൗ. പക്ഷേ ഹോപ്പ്ഫുള്ളി ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, നൈസ്. കോൺട്രവേഴ്ഷ്യൽ ടേക്ക്. ഐ മീൻ കോൺട്രവേഴ്ഷ്യൽ അല്ല. ഞാൻ ഇന്ന് വർക്കൗട്ട് ചെയ്യുന്നിടയ്ക്ക് ഈ ടോപ്പിക്കായിരുന്നു ഞാൻ അവൻ്റെ ഗ്രൂപ്പിൽ. ആ സമയത്താണ് ഷൈനോട് സംഭവം വരുന്നത്. അപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു ഈ സംഭവം 10 ബില്യൺ ആണെങ്കിൽ ഞാൻ എന്തായാലും എടുക്കും. 10 ബില്യൺ എടുക്കും, പക്ഷേ ഞാൻ 1 മില്യൺ ആണെങ്കിൽ ഞാൻ എടുക്കത്തില്ല. കാര്യം 2 മില്യൺ ആണെങ്കിൽ ചിലപ്പോൾ എടുക്കും. കാര്യം പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 മില്യൺ ആണെങ്കിൽ എന്തെങ്കിലും, ഐ മീൻ 10 ബില്യൺ കുറേ ഉണ്ട്. അത് പറഞ്ഞ പോലെ എനിക്കറിയത്തില്ല. ആ ഒരു സംഭവം കിട്ടിക്കഴിയുമ്പോഴത്തേനും ഇത് ഈ സെയിം രീതിയിൽ അടിപൊളി വീടൊക്കെ എടുത്ത് സംഭവം പോകും. പക്ഷേ പ്രശ്നം വരാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 1 മില്യൺ ഞാൻ എടുക്കത്തില്ല. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 മില്യൻ്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് 1 മില്യൺ എൻ്റെ കയ്യിലില്ല. ഞങ്ങൾ ഈ ഇന്ന് അറ്റ്ലീസ്റ്റ് വീട് അറിയത്തില്ല, ചിലപ്പോൾ ഉണ്ടാവും. റൈറ്റ്. സോ ഇപ്പം ഞങ്ങൾ ആർക്കും ഇല്ല. പക്ഷേ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സംഭവത്തിനെയും തുടക്കത്തിൽ, ലൈക്ക് ഫോർ എക്സാമ്പിൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിലും ആദ്യത്തെ ലൈക്ക് ലെറ്റ്സ് ആ ഒരു വൺസ് കമ്മിറ്റഡ് ആയി കഴിയുമ്പോഴുള്ള ഫേസ് ഒരു രസമില്ലാത്ത ടേക്കാണ്. ലൈക്ക് ആ ഒരു ജേർണി, ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലെറ്റ്സ് ഞാൻ ലെറ്റ്സ് ഹൈപ്പോത്തറ്റിക്കൽ ലെറ്റ്സ് ഷൈനോ ഇപ്പോൾ മാരീഡ് ആണ്. ആൻഡ് അവൻ 2020 മീറ്റ് ചെയ്തു, 2025 കല്യാണം കഴിച്ചു. 2024 അവർ ഒഫീഷ്യലി ഇത് ഫോർമലി മൂവ് ഓൺ ചെയ്തത്. ഞാൻ 2024 വന്നിട്ട് പറയുന്നത് ഷൈനോ ഹൗ ബോട്ട് ഞങ്ങൾ 2024 നിങ്ങൾ 4 വർഷം പ്രേമിച്ച് നടന്നില്ലേ, ഇപ്പോഴല്ലേ നിങ്ങൾക്ക് കമ്മിറ്റ് ആവാൻ പറ്റിയത്. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങളെ രണ്ടുപേരെയും 2024 തന്നെ നിങ്ങൾ ഒരുമിപ്പിക്കാം, 2020 തന്നെ ഒരുമിപ്പിക്കാം, മേ ബി ഡേ 1 തന്നെ. ഈ സെയിം ഫീലിങ്സ് നിങ്ങളുടെ ഹെർട്ടിലുള്ളത് ഞാൻ ആ സമയത്ത് കൊണ്ടു തരാമെന്ന് പറയാം. ഞാൻ അങ്ങനെ ചെയ്തു. ഞാൻ 2020 തിരിച്ചുപോയി. ഞാൻ ഷൈനോടെ ഇപ്പോഴത്തെ 2024 ഫീലിങ്സ് ഷൈനോയിലേക്ക് വിട്ടുകൊടുത്തു. 2024 ഷൈനോടെ പാർട്ട്ണറിൻ്റെ ഫീലിംഗ് ഷൈനോടെ പാർട്ട്ണറിലേക്ക് വിട്ടുകൊടുത്തു. പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അവിടെ വരാൻ പോകുന്ന സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫീലിങ്സ് അവർക്ക് കിട്ടി. അപ്പോൾ ഷൈനൊക്കെ പുള്ളിക്കാരൻ നോക്കുമ്പോഴത്തേക്കും ഓക്കെ ഷീ സീംസ് ലൈക്ക് എനിക്ക് ഇവളുടെ പ്രസൻസ് ഇഷ്ടപ്പെട്ടു, ഗ്രേസ് ഇഷ്ടപ്പെട്ടു, അടിപൊളി. സെയിം രീതിയിൽ പുള്ളിക്കാർ വരും ഷൈനോനെ പോലെ ലുക്കുള്ള പയ്യൻ വേറെ ഇല്ല, ഓക്കെ അടിപൊളി. അപ്പോൾ എനിക്ക് ഷൈനോനെ ഇഷ്ടപ്പെട്ടു. സോ രണ്ടുപേരും ഒരുമിച്ച്. പക്ഷേ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്റ്റോറീസ് ഇല്ല. ലൈക്ക് എങ്ങനെ ഞങ്ങൾ മീറ്റ് ചെയ്തു, ഞങ്ങളുടെ ആദ്യത്തെ ടച്ച് എങ്ങനെയായിരുന്നു, ഞങ്ങൾ ആദ്യം ആരാണ് ഐ ലവ് യു പറഞ്ഞത്, ഇല്ലെങ്കിൽ ഞങ്ങൾ ആ ഒരു എക്സ്പീരിയൻസ്. സോ സ്റ്റോറീസാണ് സംഭവങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത്. കാര്യം ആഫ്റ്റർ എ പോയിന്റ് ലെറ്റ്സ് ഐ മീൻ ഇത്രയും പറഞ്ഞില്ല 10 ബില്യണൊക്കെ വലിയ എമൗണ്ട്. ഇവൻ 750 ബില്യണാണ് നമ്മുടെ മസ്കിൻ്റെ നെറ്റ്വർത്ത്. സോ അതൊക്കെ എഗൈൻ പുള്ളി എന്താ ചെയ്യാൻ പോകുന്നത് എനിക്കറിയത്തില്ല. പക്ഷേ ആഫ്റ്റർ എ പോയിന്റ് അത് ജസ്റ്റ് നമ്പേഴ്സായി പോകുന്നത് എനിക്ക് വന്നു. അപ്പോൾ ആദ്യത്തെ ആ ഒരു ജേർണി, ആ ഒരു സ്റ്റോറി ഉണ്ടെങ്കിലും ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. കാര്യം അതാണ് ഓൾ പോയിന്റ് ഓഫ് ഇറ്റ്. കാര്യം അതല്ലാതെ സംഭവം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു മൊമെൻ്ററി എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷേ ആ ഒരു സംഭവം കിട്ടുമ്പോഴുള്ള സന്തോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നടന്നിട്ടുള്ള ജേർണി ആൻഡ് ടേക്കും സംഭവങ്ങളൊക്കെയാണ്. അതുകൊണ്ട് 1 മില്യൺ തരാമെന്ന് പറഞ്ഞാൽ എടുക്കത്തില്ല. കാര്യം 1 മില്യൺ ഇപ്പം ഞങ്ങൾക്ക് ആർക്കും 1 മില്യൺ ശരിക്കും ഉറപ്പുണ്ട്. ഞങ്ങൾ അടുത്തൊരു 3 വർഷത്തിൽ എന്തായാലും ആ ഒരു പൈസ ആവും.
ആ ഒരു പൈസ ആയി കഴിയുമ്പോഴുള്ള സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പൈസ ഇന്ന് ആരെങ്കിലും കൊണ്ടും തരുവാണെങ്കിൽ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ജേണി ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾക്ക് സ്റ്റോറീസ് ഉണ്ടാവില്ല, നാളെ പിള്ളേരോട് ഇച്ചിരി വീം പഠിക്കാനായിട്ടൊന്നും ഉണ്ടാകത്തില്ല, കാര്യം ഫ്രീ ആയിട്ട് കിട്ടിയ പൈസയാണ്. കമ്പയർഡ് ടു ഈ ഒരു പൈസ ഞങ്ങൾ കഷ്ടപ്പെട്ട് ഞങ്ങളുടെ ജേണി വെച്ച് ഉണ്ടാക്കിയെടുത്താണെങ്കിൽ 1 million കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളതൊക്കെ പിന്നെ എനിക്കൊരു 10 million തരാമെന്ന് എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ആ ഇല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ മൈൽ സ്റ്റോൺ വരെയെങ്കിലും ഞങ്ങൾ എത്തിച്ചേർന്ന് ഞങ്ങളുടെ സംഭവം കൊണ്ടല്ല ഞങ്ങൾ എത്തിച്ചേർന്ന്, ഞങ്ങൾ ആക്ച്വലി സൊസൈറ്റിയിൽ വാല്യൂ ആഡ് ചെയ്തിട്ടല്ല കിട്ടിയുള്ള സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് സ്റ്റോറി ഉണ്ടാകത്തില്ല, അതിന് കഥകളുണ്ടാകത്തില്ല, അതിന് ബാക്ക് സ്റ്റോറീസ് ഉണ്ടാകത്തില്ല, അതിനൊരു ഇൻട്രസ്റ്റിംഗ് ഒന്നും ഉണ്ടാകത്തില്ല കമ്പയർഡ് ടു കിട്ടി. സോ എൻ്റെയർ പോയിന്റ് ഓഫ് ലിവിങ് ഈസ് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾക്ക് വേണ്ടി ചേസ് ചെയ്യുക. അല്ലെങ്കിൽ എന്താണ് പോയിന്റ് ലൈക്ക് ഈ ഒരു ഗെയിം കളിക്കാൻ ലെറ്റ്സ് ഈ ആക്ച്വലി ഭൂമിയിലുള്ള ഒരു ഗെയിമാണ്, ലെറ്റ്സ് ഇതിനൊന്നും പോയിന്റ് ഇല്ല എങ്കിലും ഈ ഗെയിം കളിക്കുമ്പോഴുള്ള രസമുണ്ടല്ലോ അതില്ല, അതെല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിനൊരു ടേക്കില്ലെന്നാണ് എൻ്റെ ഒരു സംഭവം. സോ അതുകൊണ്ട് 1 million ഞാൻ എന്തായാലും എടുക്കത്തില്ല. പക്ഷേ ലെറ്റ്സ് 10 million 2 million മുകളിലാണെങ്കിൽ യെസ് ഡെഫിനറ്റ്ലി ഞാൻ എന്തായാലും എടുക്കുക, എന്നിട്ട് അത് വെച്ചിട്ട് വേറെ സംഭവം ചെയ്യും. പക്ഷേ അഗെയിൻ ദി തിങ് ഈസ് ആ ഒരു സംഭവം കിട്ടി കഴിയുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെല്ലാം ഡ്രൈവ് പോകും. അതിന് ഇപ്പോൾ നമ്മൾ കഷ്ടപ്പെടുന്നതിനൊന്നും പോയിന്റ് ആകില്ല. ആ ഒരു പോയിന്റ് യെസ് മേ ബി വലിയ വീട് പണി, മേ ബി വലിയ സംഭവം ചെയ്യും. ബട്ട് ദെൻ ആഫ്റ്റർ എ പോയിന്റ് ജീവിക്കാനൊരു കാരണമില്ല, നാളത്തേക്കൊരു വിഷനും ഹോപ്പും ഇല്ല. ഇതാണ് ചെയ്യുന്ന സംഭവങ്ങളില്ലെങ്കിൽ പൈസ വാങ്ങാൻ പറ്റുന്ന സംഭവങ്ങളുടെ അഗെയിൻ അത് ഞാൻ എൻ്റെ ടേക്കൊന്നും അല്ല. മോഹൻലാലൊക്കെ കുറേ സിനിമകളിൽ എടുത്ത് പറഞ്ഞിട്ടുള്ള പൈസയ്ക്ക് പേപ്പർ തുണ്ടങ്ങളുടെ പോലും വിലയില്ലാതെ വരുന്നൊരു കാലമൊക്കെ വരും എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഡയലോഗ് ഉണ്ട് പണ്ടത്തെ മൂവിലൊക്കെ. അപ്പോൾ അത് സത്യമാണ്. കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു പോയിന്റിൽ എത്തുമ്പോഴത്തേക്കും പൈസയിൽ നമ്മൾ ആ ഒരു അബണ്ടൻസ് എത്തില്ല. പക്ഷേ ലെറ്റ്സ് ഒരു സംഭവത്തിൽ നമുക്ക് ലെറ്റ്സ് ഭയങ്കര അബണ്ടൻസ് എത്തിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ എൻ്റെയർ ലെറ്റ്സ് ഫിറ്റ്നസ്സിൽ അടിപൊളി ബോഡി കിട്ടി, ഇപ്പോൾ ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞു. ആ ഒരു ബോഡി ഇന്ന് എടുത്ത് തന്നിട്ടുണ്ടെങ്കിൽ മേ ബി ലുക്കായിട്ട് നടക്കാം, പക്ഷേ ദി എൻ്റെയർ പോയിന്റ് വാസ് ദി ജേർണി. സോ എനിക്ക് സോ അതാണ് എൻ്റെ ടേക്ക്. അതുകൊണ്ട് എനിക്ക് 1 million വരെ ഞാൻ എടുക്കത്തില്ല. ബട്ട് ആർക്കെങ്കിലും 2-3 million കഴിഞ്ഞിട്ട് കമ്മിറ്റി മെൻഷൻ ചെയ്തേക്കാം. വേണ്ടെങ്കിൽ എടുക്കാതിരിക്കണ്ട, എടുത്തിട്ട് ഇല്ലാത്തവർക്ക് കൊടുത്തൂടെ? ഇല്ലാത്തവർക്ക് എനിക്ക് തരണ്ട, അപ്പൊ എനിക്ക് വിഷമവും ഞാൻ എടുത്തിട്ട് കൊടുത്തിട്ടുള്ളത്. അതായത് എല്ലാവരും ചെയ്യുന്നതൊന്നുമല്ല, വളരെ കുറച്ച് ചില ആളുകൾ മനസ്സിലായി അങ്ങനെ ഇത് എനിക്കിത് വേണ്ട എന്നാ വേണ്ടാത്തതിന് കൊടുത്തേക്കാന്ന് ചിന്തിക്കുന്ന എല്ലാവരും ചിന്തിക്കത്തില്ല. പക്ഷെ ഞാൻ വേണ്ടാത്തതിന് കൊടുക്കുന്ന സംഭവം എനിക്ക് അഗൈൻ അത് ഞാൻ പറഞ്ഞില്ലേ 1 million തന്നെ ഒരുത്തന്നെ കൊടുക്കണമെന്നല്ല, വിധിച്ചു കൊടുക്കുന്ന അഗൈൻ കൊടുക്കാം. ഐ മീൻ എനിക്ക് എൻ്റെ പൈസ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ കൊടുക്കും, എനിക്ക് ആക്ച്വലി പറ്റില്ലാത്തവനാന്ന് തോന്നുന്നത്. പക്ഷേ കൈയും കാലം ഉണ്ടായിട്ട് ചെയ്യാത്ത ആൾക്കാർക്ക് എനിക്ക് അങ്ങനത്തെ ആൾക്കാർ എനിക്ക് എടുത്ത് കണ്ടോ എനിക്ക് ഡിസർവിംഗ് അനുസരിച്ചായിട്ട് കൊടുക്കണം. റൈറ്റ്, അങ്ങനെ ആക്ച്വലി ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ കൊടുക്കും. അത് വെഗെയിൻ അത് നമ്മളെല്ലാവരും എനിക്കൊന്ന് കൊടുക്കും. ഈ ടേബിളിലിരിക്കുന്നത് പബ്ലിക്കായിട്ട് അല്ലാതെ കൊടുക്കും. പക്ഷേ കുറേ പേരുണ്ട് ജോലീസ്. അപ്പോൾ നമ്മൾ ഈവൻ നമ്മുടെ ഇവിടെ ബസ് വണ്ടി ഓടിച്ച് ഓരോ അവന്യൂസിൽ പോകുമ്പോൾ നിൽക്കാൻ കൈയും കാലും എല്ലാം ഉണ്ട്, പക്ഷേ ജോലി ചെയ്യത്തില്ല. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ആൾക്കാർ കണ്ണെടുത്താൽ കണ്ടുകൂടാ. സോ അതാണ് മേ ബി നിങ്ങൾ കൊടുക്കുമായിരിക്കും. നിങ്ങൾ 10 billion കിട്ടി എന്ത് ചെയ്യും? നിങ്ങൾ സംഗീതിനെ പോലെ ഫുഡ് സ്റ്റാൾ സ്റ്റാർട്ട് ചെയ്യുമോ, അതോ നിങ്ങൾ ഗ്രബിനെ പോലെ ലൈഫ് എൻജോയ് ചെയ്യുമോ? എനിക്കൊന്നും ഞാനും അത് തന്നെ ചെയ്യാൻ പോകും. അല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ടിലേക്ക് സോ 2 to 10 million ആണെങ്കിൽ എൻ്റെ അക്കൗണ്ടിലേക്ക്, അതിന് മുകളിലാണെങ്കിൽ ഞാൻ ഓക്കെ സഹിച്ചു. ബട്ട് എനിവേസ് ഗൈസ്, സോ ഇന്ന് നമ്മൾ ഒഫീഷ്യലി 1 മണിക്കൂർ 45 minute. ബട്ട് വാസ് എ ഗ്രേറ്റ് ടോക്ക്. ആൻഡ് ഗ്രബി ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, ജസ്റ്റ് ഈ ഒരു സംഭവം ത്രൂ അറിയത്തുള്ളൂ. ഞങ്ങൾ ജസ്റ്റ് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു, ബട്ട് ഞാൻ വിളിച്ചപ്പോൾ തന്നെ വന്നു. സോ അഗെയിൻ ഇത് ഫോർമലായിട്ട് ഇതിന് പോഡ്കാസ്റ്റിനോട് താങ്ക് യു വെരി മച്ച്. ആൻഡ് thank you for having me. This was definitely a very new experience for me as well. And you guys a good gang to hang out. So yes, thank you for and hopefully maybe years down the line എന്തായാലും വിളിക്കും. maybe next time free ആണ് definitely വരണം. and plus ഗ്രബിക്ക് ആർക്കെങ്കിലും താങ്ക് യു സംഭവം പറയുകയാണെങ്കിൽ പ്ലീസ് ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു താങ്ക് യു വയ്ക്കുക. എനിക്കൊന്ന് ഗ്രബിയുടെ ഹാൻഡിൽ ഞാൻ ഓൾറെഡി കാണിച്ചായിരുന്നു വീഡിയോ സ്റ്റാർട്ട് ചെയ്ത സമയത്താണെങ്കിലും. സോ അതാണ് ഗ്രബിയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്. സോ ഇൻ കേസ് ആർക്കെങ്കിലും അവിടെ പോയിട്ട് മെസ്സേജ് സംഭവം അയക്കണമെങ്കിൽ പ്ലീസ് ഡു. ദാറ്റ് ബീങ് സെഡ് ഗൈസ്, ഇറ്റ് വാസ് ഒഫീഷ്യലി നമ്മുടെ എപ്പിസോഡ് നമ്പർ 4 ഇവിടെ റാപ്പപ്പ് ചെയ്യുവാണ്. ആൻഡ് ബൈ ദ വേ അതാണ് പേജ്. സോ ഇൻ കേസ് കാണാത്ത ആൾക്കാർക്കൊക്കെ പ്ലീസ് ഡു ചെക്ക് ഔട്ട്. ആൻഡ് യാ, ഇറ്റ് വാസ് ഗ്രേറ്റ് ഡേ. ആൻഡ് താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ബൈ ബൈ.